Hi students, welcome back. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംപ്രൂവ്മെന്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഫിസിക്സിൽ 14 ചാപ്റ്ററാണ് മെയിനായിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ചാപ്റ്ററും എല്ലാവരും പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, ഈ ക്വസ്റ്റ്യൻ കൂടുതൽ പരിചയപ്പെടുന്ന സമയത്താണ് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇംപ്രൂവ്മെൻറ്റോട് കൂടി നമുക്ക് ഫിസിക്സ് ഫുൾ മാർക്കാക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഓരോ ചാപ്റ്ററും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഫൈനൽ ലാപ്പിലാണുള്ളത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ വ്യക്തമായിട്ട് നമുക്ക് നാളെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ അതെല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് പാസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. According to the kinetic theory of gas, what is the pressure of an ideal gas molecule? ഐഡിയൽ ഗ്യാസ് മോളിക്യൂളിലെ പ്രഷറാണ് ചോദിച്ചത്. നമുക്കറിയാം പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഗ്യാസിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഐഡിയൽ ഗ്യാസ് ആവട്ടെ റിയൽ ഗ്യാസ് ആവട്ടെ ഏതാണെങ്കിലും നമുക്കറിയാം നമ്മുടെ മാറ്ററിന് മെയിനായിട്ട് 6 സ്റ്റേറ്റുകൾ പറയുന്നുണ്ടെങ്കിലും നമുക്ക് 3 പഠിക്കാനുള്ളൂ: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡ് ആണെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് വെരി സ്ട്രോങ് ആയതുകൊണ്ട് കറക്റ്റ് ഷേപ്പ് ഉണ്ട്, അതേപോലെ തന്നെ വോളിയം ഉണ്ട്. നിങ്ങൾ ലിക്വിഡിലേക്കാണ് വരുന്നതെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് അത്ര തന്നെ സ്ട്രോങ് അല്ല, അതുകൊണ്ട് ഷേപ്പ് ഇല്ല, എന്തുണ്ട്, വോളിയം ഉണ്ട്. ഇനി ഗ്യാസിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇൻ ദ കേസ് ഓഫ് ഗ്യാസ് ദ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഈസ് വെരി വീക്ക് ഓർ നെഗ്ലിജിബിൾ. അങ്ങനെ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇടയിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഇല്ലെങ്കിൽ അതാണ് ഐഡിയൽ ഗ്യാസ്. ഈ ഐഡിയൽ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം റാൻഡം മോഷനിലായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഓടിപ്പോവാണെങ്കിൽ ഒരു റൂമിൽ നമ്മൾ അങ്ങനെ ഒരുപാട് പേര് നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. ആ ക്ലാസ് റൂമിൽ എല്ലാവരും കൂടി എഴുന്നേറ്റ് ഒരുമിച്ച് പുറത്തേക്ക് ഓടാണ് എന്താ സംഭവിക്കുക? പരസ്പരം കൊളൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ കൊളിഷന് ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്? പ്രഷർ ഉണ്ടാവുന്നത്. അപ്പോൾ പ്രഷർ ഓഫ് ഐഡിയൽ ഗ്യാസ് ഈസ് ഡ്യൂ ടു ദി കൊളിഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസിന്റെ കൊളിഷന് ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്? ഐഡിയൽ ഗ്യാസിന്റെ പ്രഷർ. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രഷർ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾ. ഐഡിയൽ ഗ്യാസ് മോളിക്യൂളിന്റെ പ്രഷർ എഴുതാൻ അവർ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്കറിയാം പ്രഷർ എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാം? പി കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഐഡിയൽ ഗ്യാസ് മോളിക്യൂളിന്റെ പ്രഷർ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രഷർ ഓഫ് ഐഡിയൽ ഗ്യാസ് പി ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? 1/3 NmV ബാർ സ്ക്വയർ. ഇതിൽ ഓരോ ടേം നോക്കാം. ഫസ്റ്റ് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. ടോട്ടൽ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾ n ആണെങ്കിൽ v ടോട്ടൽ വോളിയം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ടോട്ടൽ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം സ്മോൾ n. m ഈസ് ദ മാസ് ഓഫ് ഈച്ച് ഗ്യാസ് മോളിക്യൂൾ. v ബാർ സ്ക്വയർ ഈസ് ദ മീൻ സ്ക്വയർ വെലോസിറ്റി. കാരണം ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം റാൻഡം മോഷനിലാണ്. എല്ലാ മോളിക്യൂളും ഒരേ സ്പീഡിലല്ലല്ലോ മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഡിഫറെന്റ് സ്പീഡിലാണെങ്കിൽ അവിടെ നമുക്ക് മീൻ വെലോസിറ്റി എടുക്കാം, അല്ലെങ്കിൽ മീൻ സ്ക്വയർ വെലോസിറ്റി ആണ്. സോ ദ പ്രഷർ ഓഫ് ഐഡിയൽ ഗ്യാസ് ഈസ് P is equal to 1/3 NmV ബാർ സ്ക്വയർ. ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. കൈനറ്റിക് തിയറി എന്ന ചാപ്റ്റർ ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്റർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ട് നമുക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പാസ് ചെയ്ത് നോക്കാം. Name the type of strain produced in the above figure. Write the equation for the strain. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നേരത്തെ കൈനറ്റിക് തിയറി എന്നായിരുന്നെങ്കിൽ ഇതേത് ചാപ്റ്ററിനാണ്? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. സോളിഡ്സ് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുക എന്താ? ഇലാസ്റ്റിസിറ്റി. വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി? ഇലാസ്റ്റിസിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി ടു റീഗെയിൻസ് ദ ഇനീഷ്യൽ സൈസ് ആൻഡ് ഷേപ്പ്. എപ്പോഴും ആഫ്റ്റർ ദി റിമൂവൽ ഓഫ് ഡിഫോമിംഗ് ഫോഴ്സ്. ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്തതിന് ശേഷം ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി, എബിലിറ്റി ആണെന്ന് വെച്ച് ഇലാസ്റ്റിസിറ്റി. അങ്ങനെ ഇലാസ്റ്റിക് ബോഡി എടുക്കുകയാണെങ്കിൽ ആ ഇലാസ്റ്റിക് ബോഡിൻ്റെ ഉള്ളിലായിട്ട് ഇനീഷ്യൽ പൊസിഷൻ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ദാറ്റ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പിംഗ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് സ്ട്രെസ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഡിഫോർമേഷൻ സംഭവിക്കും. ഡിഫോർമേഷൻ സംഭവിച്ചാൽ എത്രത്തോളം ഡിഫോർമേഷൻ സംഭവിച്ചു, ഡിഗ്രി ഓഫ് ഡിഫോർമേഷൻ.
അതിനെയാണ് എന്ത് വിളിച്ചത്? സ്ട്രെയിൻ. സ്ട്രെയിൻ ഈസ് ദ ഡിഗ്രി ഓഫ് ഡിഫോർമേഷൻ. നമ്മുടെ ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്ത സമയത്ത് ഈ ഗ്യാസ് മോളിക്യൂൾ അല്ലെങ്കിൽ ഈ സോളിഡിന് എത്ര ഷേപ്പ് ചേഞ്ച് വന്നു അത് കണ്ടുപിടിക്കുന്നതാണ് സ്ട്രെയിൻ. ആ സ്ട്രെയിൻ എങ്ങനെ കണ്ടുപിടിക്കാം? സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. എന്ത് ഡയമെൻഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്? ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ലെങ്ത് ആവാം, അല്ലെങ്കിൽ ഏരിയ ആവാം, അതല്ലെങ്കിൽ വോളിയം ആവാം. അപ്പം ഇവിടെ ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലെങ്ത് ചേഞ്ച് ചെയ്യാം, ഏരിയ ചേഞ്ച് ചെയ്യാം, വോളിയം ചേഞ്ച് ചെയ്യാം, ഷേപ്പ് ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഓരോന്നും ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കൊണ്ട് സ്ട്രെയിൻ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലെങ്ത് ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. എപ്പോഴാ ലെങ്ത് ചേഞ്ച് ചെയ്യാം? ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലെങ്ത് ചേഞ്ച് ചെയ്യും. അങ്ങനെ ലെങ്ത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണെന്ത്? ലീനിയർ സ്ട്രെയിൻ. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് നോർമൽ ആണെങ്കിലോ അത് വോളിയം സ്ട്രെയിൻ ആണ്, അല്ലെങ്കിൽ ബൾക്ക് സ്ട്രെയിൻ ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കുക? ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. മൂന്നാമത്തതോ ഷിയറിംഗ് സ്ട്രെയിൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഷിയർ. അപ്പൊ ഇത് നമുക്ക് ചേഞ്ച് ഇൻ ഷേപ്പ് ഒറിജിനൽ ഷേപ്പ് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ആംഗിൾ ഓഫ് ഷിയർ ഓർ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഒറിജിനൽ പൊസിഷൻ ആൻഡ് ഡിഫോംഡ് പൊസിഷൻ. അപ്പൊ നമ്മുടെ ഫിഗറിലേക്ക് നോക്കണോ? ആദ്യമായിട്ട് ഇവിടെ ഡോട്ടഡ് ആയി കാണിച്ചിരിക്കുന്നത് എന്താ? ഒറിജിനൽ പൊസിഷൻ ആണ്. പിന്നെ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത സമയത്ത് നേരെ സാമ്യം ചെരിഞ്ഞു പോയി. അപ്പൊ ഷേപ്പാണ് ചേഞ്ച് ചെയ്തത്. ഷേപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ട്രെയിന്റെ പേരെന്താണ്? ഷിയറിംഗ് സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെയിൻ ആണ് ഷിയറിംഗ് സ്ട്രെയിൻ ഓർ ആംഗിൾ ഓഫ് ഷിയർ. ഓക്കെ, write the equation for this strain. ഈ സ്ട്രെയിൻ ഇക്വേഷൻ എഴുതണം. എങ്ങനെ കണ്ടുപിടിക്കുക? ആംഗിൾ ഓഫ് ഷിയർ കണ്ടുപിടിക്കേണ്ടത്. എന്താ ആംഗിൾ ഇക്വേഷൻ? ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഇവിടെ ആംഗിൾ എന്താ? തീറ്റ ഈക്വൽ ടു ഈ ആംഗിളിന്റെ ആർക്ക് ഏതാണ് നോക്കിയേ? ഡെൽറ്റ എക്സ് ആണ് ഇവിടുത്തെ ആർക്ക്. അപ്പൊ നമുക്ക് ഏതാണ്? ഡെൽറ്റ എക്സ് ബൈ ഈ ആംഗിൾ ഉണ്ടാക്കുന്ന റേഡിയസ് ഏതാണ്? ലെങ്ത് ഓഫ് ദിസ് സിലിണ്ടർ ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ബൈ എൽ. സോ here the strain produced this ഏതായിരുന്നു? ഷിയറിംഗ് സ്ട്രെയിൻ. അതിന്റെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ എക്സ് ബൈ എൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പാസ് ചെയ്യാം. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏതെന്നാണ്? സോളിഡ്സ് എന്ന ചാപ്റ്റർ തന്നെയാണ്. വാട്ട് ഈസ് മീൻ ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി? വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്? അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു സോളിഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ സൈസ്, ഷേപ്പ് അല്ലെങ്കിൽ വോളിയം ചേഞ്ച് ചെയ്യും. ഇങ്ങനെ ഷേപ്പ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ്, അതായത് ആ അപ്ലൈഡ് ഫോഴ്സ് ബൈ ഏരിയ അല്ലെങ്കിൽ റീസ്റ്റോർ, ഷേപ്പ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, വോളിയം ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, ലെങ്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ ലീനിയർ സ്ട്രെസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. That is, stress is the restoring force developing per unit area. ഒരു യൂണിറ്റ് ഏരിയയിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ഫോഴ്സിന്റെ പേരാണ് സ്ട്രെസ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ലെങ്ത് ആണ് ചേഞ്ച് ചെയ്യുക. ലെങ്ത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് ആണ് ലീനിയർ സ്ട്രെസ്. രണ്ടാമത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നോർമൽ ഫോഴ്സാണ്. നോർമൽ ഫോഴ്സ് അപ്ലൈ ചെയ്താലോ വോളിയമാണ് ചേഞ്ച് ചെയ്യുക. വോളിയം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ സമയത്തുള്ള സ്ട്രെസ്സിന്റെ പേരാണ് വോളിയം സ്ട്രെസ് ഓർ ബൾക്ക് സ്ട്രെസ്. മൂന്നാമത്തത് ഷിയറിംഗ് സ്ട്രെസ്. എപ്പോഴും ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നേരെ ഷേപ്പ് ചേഞ്ച് ചെയ്യും. അങ്ങനെ ഷേപ്പ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന സ്ട്രെസ്സാണ് ടാൻജൻഷ്യൽ സ്ട്രെസ്. ഇങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രെയിനും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ആ സ്ട്രെസ്സും സ്ട്രെയിനും നമ്മുടെ റിലേഷൻ ഹൂക്സ് ലോയിലൂടെ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എന്താ ഹൂക്സ് ലോ പറയുന്നത്? വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഓക്കെ, സ്ട്രെസ് എന്തിന്റെ പ്രൊപ്പോർഷനിലാണ്? സ്ട്രെയിന് പ്രൊപ്പോർഷനിലാണ്. ഇനി നമ്മുടെ ഈ സ്ട്രെസ്, ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു കൊടുക്കണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊടുക്കണം. അപ്പൊ നമുക്ക് എഴുതാം സ്ട്രെസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇ ഇൻറ്റു സ്ട്രെയിൻ. ദാറ്റ് കോൺസ്റ്റന്റ് ഇ ഈസ് കോൾഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പൊ നമുക്ക് പറയാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി
വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ച് നോക്ക്, സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ ആണ്. അതിന് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പ്രഷറിന് അതേയുണ്ട് പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ്. താഴെയുള്ളതാരാ? സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ആ സ്ട്രെയിന് യൂണിറ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ the unit and dimension of modulus of elasticity is as that of stress. സ്ട്രെസ്സിന്റെ അതേ യൂണിറ്റ്, അതേ ഡയമെൻഷൻ. അപ്പോൾ സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്തായിരുന്നു? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, സോ ദ യൂണിറ്റ് ഓഫ് ദി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്ക്. കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ 273 Kelvin ആൻഡ് 373 Kelvin. ഇതേതാ? സോളിഡ് അല്ല, ചാപ്റ്റർ മാറിപ്പോയി. എന്തേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ. ഹീറ്റ് എഞ്ചിനെ കുറിച്ച് എവിടെ നമ്മൾ പഠിക്കുന്നത്? തെർമോഡൈനാമിക്സിൽ. അപ്പൊ തെർമോഡൈനാമിക്സിൽ പഠിച്ചു ഹീറ്റ് എഞ്ചിൻ. വാട്ട് ഈസ് മെന്റ് ബൈ ഹീറ്റ് എഞ്ചിൻ? ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് ഹീറ്റ് ഇൻ ടു യൂസ്ഫുൾ വർക്ക്. അപ്പൊ ഹീറ്റിനെ വർക്കാക്കി മാറ്റുന്ന ഡിവൈസ് ആണെന്ത്? ഹീറ്റ് എഞ്ചിൻ അല്ലേ? നമ്മൾ ഒരുപാട് ഹീറ്റ് എഞ്ചിൻ കാണാം. നമ്മൾ സ്ഥിരമായിട്ട് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാ. പെട്രോൾ എഞ്ചിന്, ഡീസൽ എഞ്ചിന്, സ്റ്റീം എഞ്ചിന്, ഇന്നിപ്പോ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എഞ്ചിൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിലൊക്കെ എഞ്ചിൻ ആണെങ്കിൽ ഈ എഞ്ചിൻ എന്താ ചെയ്യുന്നത്? ഹീറ്റിനെ എന്താക്കി മാറ്റുന്നു? വർക്കാക്കി മാറ്റുന്നു. അപ്പം ഇവിടെ ഒരു ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എഫിഷ്യൻസി നമുക്കറിയാം. ഹീറ്റ് എഞ്ചിൻ ആണെങ്കിൽ ഹീറ്റ് എഞ്ചിന്റെ മെയിൻ പാർട്ട് ഒരു സോഴ്സ് ആണ്. സോഴ്സിന്റെ പ്രത്യേകത എന്താണ്? സോഴ്സ് ക്യാൻ ലിബറേറ്റ് ഹീറ്റ്. ഹീറ്റ് ലിബറേറ്റ് കഴിയും. എത്ര ഹീറ്റ് വേണം ലിബറേറ്റ് ചെയ്യാം. എത്ര ഹീറ്റ് ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യൂല. അതാണ് സോഴ്സ്. രണ്ടാമത്തെ ആളാണ് വർക്കിംഗ് സബ്സ്റ്റൻസ്. നമ്മൾ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ്. മൂന്നാമത്തെ ആളാണ് സിങ്ക്. ഈ സിങ്കിന്റെ പ്രത്യേകത എന്താണ്? എത്ര ഹീറ്റ് വേണമെങ്കിലും അബ്സോർബ് ചെയ്യും. എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്താലും അതിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യൂല. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു നോക്ക്, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? ഈ ഹീറ്റ് എഞ്ചിനിൽ വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സിൽ നിന്ന് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് ഒരു വർക്ക് ചെയ്യുന്നു. ബാക്കിയുള്ള ഹീറ്റ് Q2 എമൗണ്ട് സിങ്കിലേക്ക് ലിബറേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന് എഫിഷ്യൻസി ഉണ്ടല്ലോ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഹീറ്റ് Q1 ആണ്, ഇതിന് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്താണ്? W എന്നുള്ള വർക്കാണ്. അപ്പൊ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വർക്ക് ബൈ ഇൻപുട്ട് ഹീറ്റ്. അപ്പൊ ഔട്ട്പുട്ട് വർക്ക് എങ്ങനെ കാണാം? ഇവിടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ. അതായത് ഇവിടെ എനർജി കൺസേർവ്ഡ് ആണ്. നിങ്ങൾ എത്രയാണോ ആ വർക്കിംഗ് സബ്സ്റ്റൻസ് കൊടുക്കുന്ന എനർജി, അതേ എനർജി ആണ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ Q1 നിങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി ഈസ് ഈക്വൽ ടു W പ്ലസ് Q2 ആണ്. ഓർ W ഈസ് ഈക്വൽ ടു Q1 മൈനസ് Q2. അങ്ങനെയാണെങ്കിൽ efficiency is equal to Q1 minus Q2 by Q1. That is 1 minus Q2 by Q1. ഈ നമ്മുടെ ഹീറ്റ് എഞ്ചിൻ ഇവിടെ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആണെങ്കിൽ Q2 by Q1 is equal to നമുക്ക് എഴുതാം എന്ത്? T2 by T1. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി is equal to 1 minus T2 by T1. നിങ്ങളോട് ഇത് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. ഇവിടെ നിങ്ങൾ കാണാൻ പറഞ്ഞ എഫിഷ്യൻസി ഓഫ് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ 273 and 373. അപ്പൊ ഇവിടെ സോഴ്സ് ടെമ്പറേച്ചർ ഏതാ? കൂടിയ ടെമ്പറേച്ചർ ആണ് സോഴ്സ് ടെമ്പറേച്ചർ T1. അപ്പൊ T1 എത്രയാണ്? 373 ആണ്. T2 എത്രയാണ്? കുറഞ്ഞ ടെമ്പറേച്ചർ 273. അപ്പൊ നമുക്ക് എഴുതാം എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് T2. ആരാ T2? ഇവിടുത്തെ കുറഞ്ഞ ടെമ്പറേച്ചർ 273 by 373. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ. 1 into 373. 373 minus 273 by 373. That is equal to 100 by 373. ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടാ? 1000 to ഏതാണ്ട് നമുക്ക് കിട്ടുന്നത് 26. അപ്പൊ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 0.26. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ ചാപ്റ്റർ? നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഡിഫൈൻ ഐസോബാറിക് പ്രോസസ്. വാട്ട് ഈസ് വർക്ക് ഡ്യൂറിംഗ് ദിസ് പ്രോസസ്? നിങ്ങൾ ഒരുപാട് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക് വാരിയബിൾസ് ചേഞ്ച് ചെയ്ത് നടക്കുന്ന ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടല്ലോ. ഐസോതെർമൽ പ്രോസസ് എന്താ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റാ.
Isobaric process, pressure constant. Isochoric process, volume constant. Adiabatic process, temperature constant, volume constant, pressure constant, or a heat content constant. Define isochoric process. In the isochoric process, it is a thermodynamic process that takes place at constant volume. Constant volume, constant ആണെങ്കിൽ ആ constant വോളിയത്തിൽ നടക്കുന്ന പ്രോസസ് ആണ് isochoric process. Okay, what is work done during this process? ഇവിടെ work done എന്ന് പറഞ്ഞാൽ isochoric process വോളിയം കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വർക്ക് ഡൺ ഇൻ എ തെർമോഡൈനാമിക് പ്രോസസ് W is equal to ഇന്റഗ്രൽ P dV. എവിടെ മുതൽ എവിടം വരെ? V1 മുതൽ V2 വരെയാണ്. ഇവിടെ ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആണല്ലോ. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ dV is equal to 0. dV 0 ആണെങ്കിൽ വർക്ക് ഡൺ ഇൻ ഐസോകോറിക് പ്രോസസ് is equal to 0. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പാസ് ചെയ്യാം. സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഇതേതാണ് ചാപ്റ്റർ? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല അതിൽ ഡീറ്റെയിൽ ആയിട്ട്. അതിൽ ഒരുപാട് പുതിയ പുതിയ കൺസെപ്റ്റുകളുണ്ട്. സെന്റർ ഓഫ് മാസ്, ടോർക്ക്, ആംഗുലാർ മൊമെന്റം. അപ്പൊ ഈ ഓരോന്ന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ആംഗുലാർ മൊമെന്റം? ആംഗുലാർ മൊമെന്റം അറിയണമെങ്കിൽ ആദ്യമായിട്ട് ലീനിയർ മൊമെന്റം എന്താണെന്ന് അറിയണ്ടേ? നമുക്കറിയാം മൊമെന്റം P = mv ആണ്. അപ്പൊ മൊമെന്റം എങ്ങനെ കണ്ടുപിടിക്കാം? മൊമെന്റം ഈസ് ദ എബിലിറ്റി ഓഫ് എ മൂവിംഗ് ബോഡി ടു ഇമ്പാക്ട് ഓൺ അനദർ ബോഡി. ഒരു മൂവ് ചെയ്യുന്ന ബോഡിക്ക് മറ്റു ബോഡി ഇമ്പാക്ട് ചെയ്യാനുള്ള എബിലിറ്റി ആണെന്ത്? മൊമെന്റം. അപ്പൊ നമുക്കിവിടെ പഠിക്കാനുള്ളത് മൊമെന്റം അല്ല, ആംഗുലാർ മൊമെന്റം ആണ്. ആംഗുലാർ മൊമെന്റം ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം. ദാറ്റ് ഈസ്, അതായത് it is the ability of a rotating body to impact on another body. കറങ്ങുന്ന ബോഡിക്ക് മറ്റൊരു ബോഡി ഇമ്പാക്ട് ചെയ്യാനുള്ള എബിലിറ്റി ആണ് എന്ത് വിളിച്ചത്? ആംഗുലാർ മൊമെന്റം. ശ്രദ്ധിച്ചേ, ഇവിടെ ഞാൻ ഈ പേൻ എന്റെ കയ്യിലുണ്ട്, ഈ മാർക്ക് എന്റെ ഞാൻ ഇത് ത്രോ ചെയ്യുന്നു. ഇങ്ങനെ ത്രോ ചെയ്ത് എന്റെ കയ്യിലേക്ക് വീഴുന്ന സമയത്ത് ഇത് ട്രാൻസ്ലേറ്ററി മോഷനാണ്. ഈ സമയത്ത് ഇവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ ഓരോരുത്തർ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഒരു വടി എടുക്കുക, കയ്യിൽ ത്രോ ചെയ്ത് നോക്കുക. വേദന വളരെ കുറവായിരിക്കും, കാരണം ഇമ്പാക്ട് കുറവാണ്. അതേതിന് മേലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതേ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇങ്ങനെ അടിക്കുന്നു. ഇങ്ങനെ അടിച്ചാൽ എന്താ സംഭവിക്കുക? ഇത് റൊട്ടേഷണൽ മോഷൻ ആണ്. ഈ റൊട്ടേറ്റിംഗ് ബോഡിക്കാണ് ഇമ്പാക്ട് ചെയ്യാനുള്ള എബിലിറ്റി കൂടുതലുള്ളത്. ഓക്കെ, അതാണ് ആംഗുലാർ മൊമെന്റം. നമ്മൾ പറഞ്ഞത് എന്താ? സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അപ്പൊ ഇവിടെ ഒരു ബോഡിയെ റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ എന്താണോ അപ്ലൈ ചെയ്യേണ്ടത് അതിന്റെ പേരാണ് ടോർക്ക്. അപ്പൊ ഈ ടോർക്ക് ടോ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ ദ ആബ്സെൻസ് ഓഫ്, അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം പറയുന്നത് ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്യാനാണ്. എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ടോർക്ക്. എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം ഓഫ് എ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാം, വളരെ ഈസി. എങ്ങനെ? we have seen that torque tau is equal to dL/dt. ഇവിടെ ശ്രദ്ധിച്ച് നോക്ക്, in the absence of external torque. external torque ഇല്ലെങ്കിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ tau is equal to 0. if tau is equal to 0, tau 0 ആണെങ്കിൽ dL/dt is equal to 0 എന്ന് എഴുതാം. എന്താ dL/dt 0? rate of change of angular momentum 0. ആംഗുലാർ മൊമെന്റത്തിന് ചേഞ്ച് 0 എന്നാൽ ആംഗുലാർ മൊമെന്റം 0 ചേഞ്ച് ചെയ്താൽ ആംഗുലാർ മൊമെന്റം L റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം പറയുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ടോർക്ക്, ടോട്ടൽ ആംഗുലാർ മൊമെന്റം ഓഫ് എ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പാസ് ചെയ്യാം. നോക്കിയേ, വീണ്ടും ചാപ്റ്റർ മാറി, സോറി സെയിം ചാപ്റ്റർ ആണ്. Find the torque of force 7I plus 3J minus 5K about the origin. The force acts on the particle whose position vector is I minus J plus K. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒന്ന് ഫോഴ്സ് തന്നിട്ടുണ്ട്, പിന്നെന്ത് തന്നിട്ടുണ്ട്? പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. നമുക്കറിയാം ടോർക്ക് ടോ. എന്താ ടോ? ടോ ഈസ് ഈക്വൽ ടു പഠിച്ചത് R cross F എന്നാണ്.
Tau is equal to R cross F. രണ്ട് വെക്ടറിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണ് ഇവിടുത്തെ വെക്ടർ, ഇവിടുത്തെ ടോർക്ക്. അപ്പൊ ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെ കാണാ? നിങ്ങൾ പഠിച്ചുള്ള ഡിറ്റർമിനന്റ്, ദാറ്റ് ഈസ് ടോർക്ക് ടോ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ഐ ജെ കെ. ഇനി ഫോഴ്സിന്റെ ഐയുടെ കോഎഫിഷ്യന്റ് ഏതാ? 7, 3 മൈനസ് 5. ഇനി പൊസിഷൻ വെക്ടറിനത് 1 മൈനസ് 1 1. ഇതെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക? ഡിറ്റർമിനന്റ് ഇവാലുവേഷൻ നിങ്ങൾ വളരെ ഈസി ആയി പഠിച്ചതല്ലേ. ആദ്യമായി നിങ്ങൾ എടുക്കുന്ന ഐ എടുക്കുന്നു. ഐ എടുക്കുകയാണെങ്കിൽ ഈ ഐ ഇൻക്ലൂഡ് ചെയ്യുന്ന റോയും കോളവും ഒഴിവാക്കുന്നു. അപ്പൊ ഇത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു അത് ഇൻക്ലൂഡ് ചെയ്യുന്ന റോയും കോളം ഒഴിവാക്കിയാൽ ഐ ജെ കെ ഒഴിവായി, 7 1 ഒഴിവാക്കി എന്താണ്ടാവുക? 3 മൈനസ് 5 മൈനസ് 1 1. ഈ രണ്ടാമത്തെ മൈനസ് ജെ, അതായത് ഈ ജെയുടെ പൊസിഷൻ ഓഡ് പൊസിഷൻ ആണ്. ഓക്കെ, നമ്മളെ 7th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വേണ്ടത്. അപ്പൊ നമ്മൾ ടോർക്ക് ആയിരുന്നു കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. അപ്പൊ ആർ ക്രോസ് എഫ് ആണ് എടുക്കേണ്ടത്. അപ്പൊ ജസ്റ്റ് ആർ ക്രോസ് എഫ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആദ്യമായിട്ട് നമുക്ക് നോക്കാം ആർ ക്രോസ് എഫ്. ഓക്കെ, ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. അപ്പൊ ആദ്യമായിട്ട് ഡിറ്റർമിനന്റ് ഓക്കെ ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ടോർക്ക് ഓഫ് ഫോഴ്സ് 7i plus 3j minus 5k about the origin. The force acts on the particle whose position vector is I minus j plus k. അപ്പൊ നമുക്ക് കണ്ട് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. എങ്ങനെ ആർ ക്രോസ് എഫ് കാണാം? അതിനുവേണ്ടി ഡിറ്റർമിനന്റ് ഫോം ഉപയോഗിക്കാം. ഡിറ്റർമിനന്റ് എന്താ? ഡിറ്റർമിനന്റ് ഐ ജെ കെ. ഇനി ആറിന്റെ കോഎഫിഷ്യന്റ് 1 മൈനസ് 1 1.
ശ്രദ്ധിച്ചേ, 1 - 1 1 ആറിന്റെ കോയിഫിഷ്യന്റ് ഐ ജെ കെയുടെ കോയിഫിഷ്യന്റ്. ഇനി ഫോഴ്സിൽ ഐ ജെ കെന്റെ കോയിഫിഷ്യന്റ് എന്താ? ഫോഴ്സിൻ്റെത് 7 3 - 5. ഇത് വാല്യൂറ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഐ എടുക്കാം. ഐ എടുത്തു കഴിഞ്ഞാൽ ഐ ഇൻക്ലൂഡ് ചെയ്യുന്ന റോയും കോളവും ഒഴിവാക്കാം. ആ റോ ഐ ജെ കെ ഒഴിവാക്കി കോളം ഒഴിവാക്കിയാൽ ബാക്കി എന്താ? -1 1 3 - 5. പിന്നെ രണ്ടാമത്തത് ജെ എടുക്കുമ്പം അത് ഓഡ് പൊസിഷൻ ആണ്. ഓഡ് പൊസിഷൻ ആയതുകൊണ്ട് മൈനസ്, അതായത് ഓഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റോയിലെ രണ്ടാമത്തെ കോളം 1 + 2 3 ആണ്, ഓഡ് പൊസിഷൻ ആണ്. ഈ ഓഡ് പൊസിഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓഡ് പൊസിഷൻ ആവുന്ന സമയത്ത് ഇത് -j എടുക്കാം. -j ഇൻറ്റു ഈ ജെ ഇൻക്ലൂഡ് റോയും കോളം ഒഴിവാക്കിയാൽ 1 1 7 - 5. ഓക്കെ, അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഐ, പിന്നെ -j, മൂന്നാമത്തെ കെ എടുക്കുന്നു. കെ ഇൻറ്റു എന്താ വരുന്നത്? ഐ ഇൻക്ലൂഡ് റോയും കോളം, കെ ഇൻക്ലൂഡ് ചെയ്യുന്ന റോയും കോളം ഒഴിവാക്കിയാൽ 1 -1 7 3. ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേഷൻ എങ്ങനെയാ? ഐ ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ -1 × -5 5 -3 × 1 3 -j ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ 1 × -5 -5 -7 × 1 7 പ്ലസ് k ഇൻറ്റു 1 × 3 3 -1 × -7 × -1 -7. അപ്പോൾ എന്താ കിട്ടുന്നത്? 5 - 3 that is 2 2i -5 -7 -12 into -j plus 12j. പിന്നെ എന്താ വരുന്നത്? 3 - -7 3 + 7 that is 10 equal to 10k. Okay, so we get a torque is equal to 2i plus 2j plus 10k. Okay, അപ്പോൾ ഇവിടെ നമ്മൾ ടോർക്ക് ആണ് ചോദിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഇൻ ലീനിയർ മോഷൻ? റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. എന്താ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്? ഫോഴ്സിന്റെ റൊട്ടേഷണൽ അനലോഗ്, അതായത് ലീനിയർ മോഷനിലെ ഫോഴ്സിൽ അതേ ഡ്യൂട്ടി ചെയ്യുന്ന ക്വാണ്ടിറ്റി ആരാണ്? അതാണ് ടോർക്ക്. ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. നമുക്കറിയാം ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് വിച്ച് റൊട്ടേറ്റ്സ് ഓർ ടെൻസ് ടു റൊട്ടേറ്റ് എ ബോഡി. ഒരു ബോഡിയെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയോ റൊട്ടേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന എന്താണോ അതാണ് ടോർക്ക്. അപ്പൊ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഈസ് കോൾഡ് ടോർക്ക്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്ലോസ് ഓർ ഓപ്പൺ എ ഡോർ ബൈ അപ്ലൈയിങ് ഫോഴ്സ് അറ്റ് ദി ഹിഞ്ചസ്. വൈ? എന്തേ കാരണം? നമുക്ക് ടോർക്ക് എന്ന റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ആണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ടോർക്ക് ഈസ് ഈക്വൽ ടു 1 ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫോഴ്സസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച്, നിങ്ങൾ ഇവിടെ ഒരു ഡോർ ഇതൊരു ഡോർ ആണെങ്കിൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഫാറസ്റ്റ് എൻഡിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യാം. എന്തേ കാരണം? ഇവിടുത്തെ ഈ 6 കൂടുതലാണ്. 6 കൂടിയാൽ ടോർക്ക് കൂടുതലോ? ടോർക്ക് ടോയ്സിക്കൽ RF ആണ്. അപ്പൊ നിങ്ങൾ ഹിഞ്ചസിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ R = 0. R 0 ആണെങ്കിൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യൂല. അപ്പൊ ഇവിടെ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ലിവർ ആം. ലിവർ ആം 0 ആയി പോകും. ഹിഞ്ചസിലാണ് നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ലിവർ ആം 0 ആയി പോകും. അങ്ങനെ 0 ആയി കഴിഞ്ഞാൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യില്ല. ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ ഒരു ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ക്ലോസ് ചെയ്യാൻ പറ്റില്ല. എന്തേ കാരണം? ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത് റൊട്ടേഷണൽ മോഷനാ. ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? ടോർക്ക് വേണം. ഇവിടെ ഹിഞ്ചസിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ടോർക്ക് 0. ടോർക്ക് 0 ആണെങ്കിൽ there is no rotational motion. That is why it is very difficult to close or open door by applying forces on hinges. Okay, അത് നിങ്ങൾ ഫാറസ്റ്റ് എൻഡിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഫാറസ്റ്റ് എൻഡിലാണെങ്കിൽ ആറിന്റെ വാല്യൂ കൂടുതലാണ്. ആറിന്റെ വാല്യൂ കൂടി കഴിഞ്ഞാൽ ടോർക്ക് കൂടുതലാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റൊട്ടേറ്റ് ചെയ്യാം. ഒരു ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിലും ക്ലോസ് ചെയ്യണമെങ്കിലും അതിന് എന്ത് വേണം? ഒരു മിനിമം ടോർക്ക് വേണം. ആ ടോർക്ക് കിട്ടണമെങ്കിൽ ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എവിടെയാണ്? ഹിഞ്ചസിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഹിഞ്ചസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ടോർക്ക് എന്താ? 0. അതുകൊണ്ട് ഇവിടെ റൊട്ടേഷണൽ മോഷൻ പോസിബിൾ അല്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പാസ് ചെയ്യാം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. റൈറ്റ് എനി ടു പോസ്റ്റേഴ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അഗൈൻ കൈനറ്റിക് തിയറിയിലേക്ക് നമ്മൾ തുടങ്ങിയ സ്ഥാനത്തേക്ക് വന്നു. പോസ്റ്റേഴ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസിന്റെ കൈനറ്റിക് തിയറി എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന്, there is no intermolecular force between gas molecules. രണ്ട്, അതുകൊണ്ട് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് the gas molecules are always in random motion and they continuously collides with each other or colliding with the walls of the container. Okay. പിന്നെയോ, the pressure of ideal gas is due to the collision of gas molecules. പിന്നെയോ, the average kinetic energy of a gas molecule is directly proportional to absolute temperature. പിന്നെന്താ പറഞ്ഞത്? The size of gas molecules are negligible comparing with the volume of the entire gas. പിന്നെന്താ പറഞ്ഞത്? The collision time is less than that of relaxation time. എന്താ റിലാക്സേഷൻ ടൈം? രണ്ട് കൊളിഷന്റെ ഇടയിലുള്ള ടൈമാണ് റിലാക്സേഷൻ ടൈം. ആ റിലാക്സേഷൻ ടൈമിനേക്കാൾ വളരെ കുറവാണ് കൊളിഷൻ ടൈം. അതായത് കൊളിഷൻ നടന്ന് കുറച്ച് റിലാക്സ് ചെയ്തതിനു ശേഷമാണ് അടുത്ത കൊളിഷൻ നടക്കുന്നത്. ഓക്കെ. Write equation for average kinetic energy of a molecule in terms of absolute temperature. ഒരു ഗ്യാസ് മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി നമുക്ക് ഓൾറെഡി അറിയാം, ഹാഫ് mv² ആണ്. ബട്ട് ഇൻ ടേംസ് ഓഫ് ദി absolute temperature ടേമിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് കൈനറ്റിക് എനർജി, average kinetic energy of a gas molecule is equal to 3/2 kBT ആണ്. Kb is the Boltzmann's constant. Boltzmann's constant value നമുക്ക് അറിയാലോ 1.38 × 10⁻23 ആണ്. T is absolute temperature. So the kinetic energy of gas molecules is equal to 3/2 kBT in terms of the temperature. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വളരെ വിലപ്പെട്ട സമയമാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ നന്നായി ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത് നോക്കിക്കോളൂ. The fundamental mode of vibration of a structure is shown below. ശ്രദ്ധിച്ചു നോക്ക്. ഇതേതാ ഫണ്ടമെന്റൽ മോഡ്. അതായത് ഇത് ചാപ്റ്റർ ഏതാ? വേവ്സ് എന്ന ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഏറ്റവും ലാസ്റ്റ് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. പലതവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ശരിക്കും ശ്രദ്ധിച്ചാൽ നമുക്ക് കിട്ടും. അപ്പൊ ഫണ്ടമെന്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രക്ചർ സ്ട്രിങ്. ഒരു സ്ട്രക്ചർ സ്ട്രിങ്ങിന് മേലെ ഫോം ചെയ്യുന്ന വേവ്. എന്താ വേവ്? വേവ്സ് എന്ന് പറയാം, നമുക്കറിയാം സ്റ്റാൻഡിങ് വേവ്. അതായത് വേവ്സ് ആർ ദ പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ബൈ ദ വൈബ്രേഷൻസ് ഓഫ് ദി പാർട്ടിക്കിൾസ്. പാർട്ടിക്കിളിന്റെ വൈബ്രേഷന് ഫലമായിട്ട് എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനല്ലേ വേവ്സ് എന്ന് വിളിച്ചത്. ആ വേവ്സ് ഒന്നിലധികം വേവ്സ് ഒരു മീഡിയത്തിലേക്ക് വരികയാണെങ്കിൽ അത് സൂപ്പർ പോസ് ചെയ്തുകൊണ്ട് റിസൾട്ടന്റ് വേവ് ഫോം ചെയ്യും. ആ റിസൾട്ടന്റ് വേവ് ഫോം ചെയ്യുന്ന സമയത്താണ് സ്റ്റാൻഡിങ് വേവ് ഫോം ചെയ്യുന്നത്. സ്റ്റാൻഡിങ് വേവ് വേവ്സ് ഇൻ ദ സ്റ്റേഷനറി അപ്പിയറൻസ്. അപ്പൊ ഒരു സ്ട്രക്ചർ സ്ട്രിങ്ങിന് മേലെ നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അവിടെ ഫോം ചെയ്യുന്നത് സ്റ്റാൻഡിങ് വേവ് ആണ്. ആ സ്റ്റാൻഡിങ് വേവിന്റെ ഫണ്ടമെന്റൽ മോഡ് അവിടെ തന്നിരിക്കുന്നത്. അതായത് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പോസിബിലിറ്റി, അതായത് ഒരു സ്റ്റാൻഡിങ് വേവ് മാത്രം ഫോം ചെയ്തത്. സ്റ്റാൻഡിങ് വേവ് ആണെങ്കിൽ ഇവിടെ നമുക്കറിയാം സീറോ ഡിസ്പ്ലേസ്മെന്റ് റീജിയൻ ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് നോഡ് എന്നും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് റീജിയൻ വിളിക്കുന്ന പേരാണ് ആന്റി നോഡും. രണ്ട് നോഡ് നമ്മൾ ഡിസ്റ്റൻസ് എത്രയാണ്? λ/2. But draw the second and third harmonics. ഇത് ഫസ്റ്റ് ഹാർമോണിക്സ് ആയതുകൊണ്ട് ഒരു വേവ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ സെക്കൻഡ് ആണെങ്കിൽ, സെക്കൻഡ് ഹാർമോണിക്സ് ആണെങ്കിൽ സെക്കൻഡ് ഹാർമോണിക്സിൽ രണ്ട് സ്റ്റാൻഡിങ് വേവ് ഉണ്ടാവും. ശ്രദ്ധിച്ചോ, ഇതേപോലെ ഈ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സ്റ്റാൻഡിങ് വേവ് ഫോം ചെയ്യുക. സെക്കൻഡ് മോഡ് ആണെങ്കിൽ ശ്രദ്ധിക്കണേ, രണ്ട് സ്റ്റാൻഡിങ് വേവ് ഫോം ചെയ്യും. ഇതാണ് സെക്കൻഡ് മോഡ്. ഈ തേർഡ് മോഡ് ആണെങ്കിലോ ഇതേ ലെങ്തിലാണ് മൂന്ന് വേവ് ഫോം ചെയ്യുക. ശ്രദ്ധിച്ചോ, ഇതാണ് തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. ഇനി നോക്കിയേ, പ്രൂവ് ദാറ്റ് ഫ്രീക്വൻസീസ് പ്രൊഡ്യൂസ് ഇൻ ദ സ്ട്രിങ്സ് ആർ ഇൻ ദ റേഷ്യോ 1:2:3. അപ്പൊ ഫ്രീക്വൻസി കാണണ്ടേ? എങ്ങനെ ഫ്രീക്വൻസി കാണാ? നമുക്കറിയാം സ്പീഡ് ഓഫ് എ വേവ് v is equal നമ്മൾ പഠിച്ചത് ന്യൂ ലാംഡ എന്നാണ്. അപ്പൊ ഫ്രീക്വൻസി ന്യൂ is equal to v/λ. അപ്പൊ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ എടുക്കുകയാണെങ്കിൽ ν1 is equal to v/λ1. എന്താ λ1? λ1 is a wavelength in the first mode or fundamental mode. ഇവിടെ നോക്കിയല്ലോ, ഈ രണ്ട് നോഡ് നമ്മൾ ഡിസ്റ്റൻസ് λ/2 ആണ്. ഫസ്റ്റ് മോഡ് ആണെങ്കിൽ നമുക്ക് എഴുതാം L is equal, length of the string L is equal to λ1/2 or λ1 is equal to 12 എന്ന് എഴുതാം. So we can write frequency in the first mode ν1 is equal to v/12.
അപ്പോൾ ഫസ്റ്റ് മോഡിലെ ഫ്രീക്വൻസി എത്ര കിട്ടി? v/2l കിട്ടി. ഇനി നമ്മൾ സെക്കൻഡ് മോഡിലേക്ക് വരാം. സെക്കൻഡ് മോഡ് ആണെങ്കിൽ ν2 ആണെങ്കിൽ ആദ്യമായിട്ട് ലെങ്ത് കണ്ടോളൂ. ഇതാണ് സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. ഈ സെക്കൻഡ് മോഡിൽ എത്ര വേവ് ഉണ്ട്? ഇത് λ/2, ഇത് λ/2. അപ്പോൾ L is equal to 2λ/2. λ2 ആണ് സെക്കൻഡ് മോഡാണ്. ഓർ λ2 is equal to 2l/2 എന്ന് എഴുതാം. അപ്പോൾ ഫ്രീക്വൻസി ഇൻ ദ സെക്കൻഡ് മോഡ് is equal to v/2l/2. ആ 2 മേലെ പോയാൽ നമുക്ക് കിട്ടുന്നത് എന്താ? 2v/2l. അപ്പോൾ ഫ്രീക്വൻസി ഇൻ ദ ഫസ്റ്റ് മോഡ് എത്ര കിട്ടി? v/2l. സെക്കൻഡ് മോഡ് ആണെങ്കിലോ 2v/2l. അപ്പൊ തേർഡ് മോഡ് ആണെങ്കിലോ, തേർഡ് മോഡ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം തേർഡ് മോഡ് ആണെങ്കിൽ 3 വേവ് ആണ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെ 3 വേവ് ഫോം ചെയ്യുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ച് ഈ ലെങ്ത് L എന്ന് പറഞ്ഞാൽ എത്ര? ഇത് λ/2 ആണ്, ഇത് λ/2 ആണ്, ഇത് λ/2 ആണ്. അപ്പൊ തേർഡ് മോഡിൽ L is equal to 3λ/2 or λ3 is equal to 2l/3. അങ്ങനെയാണ് ഫ്രീക്വൻസി ഇൻ ദ തേർഡ് മോഡ് ν3 is equal to v/λ3. that is equal to v/λ3 എന്താ? 2l/3. ആ 3 മേലെ എടുത്താൽ നമുക്ക് എഴുതാം 3v/2l. അപ്പോൾ ഫ്രീക്വൻസിന്റെ ഫസ്റ്റ് മോഡ് എത്രയായിരുന്നു? v/2l അല്ലേ? ν1 is equal to v/2l ആയിരുന്നു. ν2 is equal എത്രയാ? 2v/2l. അതേപോലെ ν3 is equal to 3v/2l. അപ്പോൾ റേഷ്യോ എത്രയാ? ν1 is to ν2 is to ν3 is equal to 1 is to 2 is to 3. ഇതേപോലെ ഫ്രീക്വൻസി പ്രൂവ് ചെയ്യാൻ ഒന്നുകിൽ ഈ സ്ട്രെച്ചർ സ്ട്രിങ്ങിൽ ചോദിക്കുക, അതല്ലെങ്കിൽ എയർ കോളത്തിലാണ് ചോദിക്കുക. എയർ കോളത്തിൽ നിങ്ങൾ പഠിച്ചിട്ട് ഓപ്പൺ പൈപ്പ് ഉണ്ട്, ക്ലോസ്ഡ് പൈപ്പ് ഉണ്ട്. ഓപ്പൺ പൈപ്പ് ആണെങ്കിൽ ഫ്രീക്വൻസി റേഷ്യോ 1:2:3 ആണെങ്കിൽ ക്ലോസ്ഡ് പൈപ്പിൽ റേഷ്യോ 1:3:5 ആണ്. അതായത് ക്ലോസ്ഡ് പൈപ്പിൽ ഓഡ് ഹാർമോണിക്സ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അതേ സമയത്ത് ഓപ്പൺ പൈപ്പ് ആണെങ്കിൽ എല്ലാ ഹാർമോണിക്സും പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിൽ എല്ലാ സമയത്തും നമ്മൾ യൂസ് ചെയ്യുക ഏതാണ്? ഓപ്പൺ പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ച സ്ട്രക്ചർ സ്ട്രിങ്ങിലുള്ള വേവിന്റെ ഫ്രീക്വൻസി റേഷ്യോ ആണ്. ഓക്കെ, അടുത്ത നോക്കിയ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മൾ ഏറ്റവും ലെങ്തി ആയ ചാപ്റ്ററിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ്സ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ചോദിച്ചത് സ്റ്റേറ്റ് പാസ്കൽസ് ലോ. എന്താ പാസ്കൽസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ പാസ്കൽസ് ലോ? എന്താണെന്നറിയണ്ടേ? ആദ്യം എന്താ പാസ്കൽസ് എന്ത് റിലേറ്റ് ചെയ്തതാണ്? പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. എന്താ പാസ്കൽസ് ലോ പറയുന്നത്? പ്രഷർ അപ്ലൈഡ് ടു എ ഫ്ലൂയിഡ് അറ്റ് ഇക്വിലിബ്രിയം ഈസ് ഈക്വലി ട്രാൻസ്മിറ്റഡ് ഓൾ ഓവർ ദി ഫ്ലൂയിഡ്. നിങ്ങൾ ഒരു ഫ്ലൂയിഡിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ പ്രഷർ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നിങ്ങൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ഫ്രഷ് ട്യൂബ് എടുക്കുക. ഒരു ടൂത്ത് പേസ്റ്റിനെ ഫ്രഷ് ട്യൂബ് എടുത്തിട്ട് എവിടെ പ്രസ് ചെയ്താലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ആ പേസ്റ്റ് പുറത്തേക്ക് വരും. കാരണം എന്താ? ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് പ്രഷർ ഈസ് ഈക്വലി ട്രാൻസ്മിറ്റഡ് ഓൾ ഓവർ ദി ഫ്ലൂയിഡ്. അതല്ലേ പാസ്കൽസ് ലോ? അതിന്റെ അപ്ലിക്കേഷൻ ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ. എ ഹൈഡ്രോളിക് ഓട്ടോമൊബൈൽ ലിഫ്റ്റ് ഈസ് ഡിസൈൻഡ് ടു ലിഫ്റ്റ് എ കാർ വിത്ത് എ മാക്സിമം മാസ് 3000 kilogram. Area of cross section of the piston carrying load is 425. What is the maximum pressure would the smaller piston have to bear? ഇവിടെ നമുക്കറിയാം ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു സ്മോളർ ആമും അതേപോലെ ബിഗർ ആമും ഉണ്ടാവുക. ഈ സ്മോളർ ആമിൽ എത്ര പ്രഷറാണ് എക്സേർട്ട് ചെയ്യുന്നത് അത് മുഴുവനായിട്ട് അവിടുത്തെ പ്രഷർ P1 ആണെങ്കിൽ ആ പ്രഷറിനെയാണ് ബിഗർ ആമിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇത് P2 ആണെങ്കിൽ ഹിയർ P1 ഈസ് ഈക്വൽ ടു P2 ആണ്. അപ്പൊ ഒരു ആമിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ അതർ ആമിലുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? വലിയ ആമിലുള്ള പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുക, അത് തന്നെയായിരിക്കും സ്മോളർ ആമിലുള്ള പ്രഷറും. ആ പ്രഷർ എങ്ങനെ കാണുക? ഫോഴ്സ് ബൈ ഏരിയ. ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കാറാണ്, കാറിന്റെ വെയിറ്റ് ആണ് mg ബൈ ഏരിയ. എം എത്ര വന്നത്? 3000. 3000 ഇൻറ്റു ജി നമ്മൾ 10 ആക്കി എടുക്കാം. ബൈ ഏരിയ 425. ഇതിന് സെന്റിമീറ്റർ സ്ക്വയറിന് മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുന്ന സമയത്ത് ഇൻറ്റു 10⁻⁻⁴ വരും. സെന്റിമീറ്റർ മീറ്ററുമായി 10⁻⁻2, സ്ക്വയർ ആകുമ്പോൾ 10⁻⁴. ഇവിടെ ശ്രദ്ധിച്ച് മാറ്റിയത് എത്ര കിട്ടും നമുക്ക്? 7,425 2,975. അപ്പം 7.8
250 5 ഉണ്ടാവും 7.5 into 10⁵5. ഇത്രയും പാസ്കൽ ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രഷർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇത് ബിഗർ ആമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രഷർ ആണെങ്കിൽ അതേ പ്രഷർ ആണ് സ്മോളർ ആമിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക. എന്തേ കാരണം? ബൈ പാസ്കൽസ് ലോ പ്രഷർ അപ്ലൈഡ് ടു എ ഫ്ലൂയിഡ് ഈസ് ഈക്വലി ട്രാൻസ്മിറ്റഡ് ഓൾ ഓവർ ദി ഫ്ലൂയിഡ്. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നോക്കിക്കോളൂ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ബെർണോളിസ് പ്രിൻസിപ്പിളോ അല്ലെങ്കിൽ അതിന്റെ അപ്ലിക്കേഷനോ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കാണാറില്ല. ഇത് വളരെ ഈസിയാണ്. അപ്പൊ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോഴായിരിക്കും വലിയ സംഭവമാണ്. ഇതൊക്കെ എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണല്ലോ. അതായത് ഫ്ലൂയിഡിലുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. അപ്പൊ എന്താണ് ഫ്ലൂയിഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി? ഇനി ഫ്ലൂയിഡ് അല്ല, സോളിഡ് അല്ല, ഏത് മെറ്റീരിയൽ ആണെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ഫ്രം വൺ ഫോം ടു അനദർ ഫോം. അതല്ലേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജിയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ കഴിയില്ല. ഇത് ഫ്ലൂയിഡിന്റെ കേസിൽ എത്തിയ സമയത്ത് അതിനെ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് വിളിച്ചെന്ന് മാത്രം. അപ്പൊ എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറഞ്ഞത്? നിങ്ങൾ ഒരു ഫ്ലൂയിഡ് എടുക്കുകയാണെങ്കിൽ ആ ഫ്ലൂയിഡ് ഉണ്ടാവുന്ന എനർജി ഏതൊക്കെയാ? ഒന്ന് കൈനറ്റിക് എനർജിയാണ്, രണ്ടാമത്തതോ പൊട്ടൻഷ്യൽ എനർജിയാണ്, മൂന്നാമത്തതോ പ്രഷർ എനർജിയാണ്. ഇവിടെ ഫ്ലൂയിഡ് എടുക്കുമ്പം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ഉണ്ട്. ഏതൊക്കെയാ? കംപ്രസിബിൾ ഫ്ലൂയിഡും ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡും. നമുക്ക് ഗ്യാസ് എല്ലാം ഈസിയായി കംപ്രസ് ചെയ്യാം. വാട്ടർ ഇതേപോലെ കംപ്രസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ വാട്ടറിന് വേണമെങ്കിൽ ഇൻകംപ്രസിബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിന് കംപ്രസിബിലിറ്റി ഉണ്ട്, വെരി സ്മോൾ ആണെന്ന് മാത്രം. അതേപോലെ തന്നെ വിസ്കസ് ഫ്ലൂയിഡ് ഉണ്ട്, വിസ്കോസിറ്റി, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. നെയ്യ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹണി എടുക്കുകയാണെങ്കിൽ അതിലൊക്കെ വിസ്കോസിറ്റി കൂടുതലാണ്. വാട്ടർ എടുക്കുകയാണെങ്കിൽ വിസ്കോസിറ്റി കുറവാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത് ഇൻ എ ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ഫ്ലൂയിഡ്, വിസ്കോസിറ്റി ഇല്ലാത്ത കംപ്രസ് ചെയ്യാൻ കഴിയാത്തൊരു ഫ്ലൂയിഡ് എടുക്കുന്നു. ഇൻ എ ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ഫ്ലൂയിഡ് സം ഓഫ് പ്രഷർ, kinetic energy per unit volume and potential energy per unit volume is a constant. ഇതാണ് law of conservation of energy അല്ലെങ്കിൽ ബെർണോളിസ് പ്രിൻസിപ്പിൾ. law of conservation of energy fluid ആണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. അപ്പോൾ പ്രഷർ, കൈനറ്റിക് എനർജി നമുക്കറിയാം ഹാഫ് mv² ആണ്. ഹാഫ് mv² ബൈ വോളിയം പ്ലസ് പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. mgh ബൈ വോളിയം ഈക്വൽ ടു കോൺസ്റ്റന്റ്. മാസ് ബൈ വോളിയം ഡെൻസിറ്റി ആണ്. അപ്പൊ നമുക്ക് എഴുതാം p പ്ലസ് ഹാഫ് റോ v² പ്ലസ് മാസ് ബൈ വോളിയം ഡെൻസിറ്റി റോ gh ഈക്വൽ ടു കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം p1 പ്ലസ് ഹാഫ് റോ v1² പ്ലസ് റോ gh1 ഈക്വൽ ടു p2 പ്ലസ് half rho gh2 plus half rho v2², half rho v2² plus rho gh2. ഇത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ്. അപ്പൊ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളൂ. എന്താ സ്റ്റേറ്റ് ചെയ്ത? ഇൻ എ ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ഫ്ലൂയിഡ് സം ഓഫ് പ്രഷർ, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് എ കോൺസ്റ്റന്റ്. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നോൺ യൂണിഫോം ക്രോസ് സെക്ഷനിൽ പൈപ്പ് എടുക്കാം. ശ്രദ്ധിച്ചോളൂ, ഒരു നോൺ യൂണിഫോം ക്രോസ് സെക്ഷനിൽ പൈപ്പ്. ഈ പൈപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ലിക്വിഡ് എടുക്കുന്നു. ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണ്, നോൺ വിസ്കസ് ആണ്. ഇതിന്റെ ഈ എൻഡ് h1 ഹൈറ്റിലാണുള്ളത്, അതർ എൻഡ് h2 ഹൈറ്റിലാണുള്ളത്. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലിക്വിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു പ്രഷർ അപ്ലൈ ചെയ്താൽ, P1 പ്രഷർ അപ്ലൈ ചെയ്താൽ ഇവിടുത്തെ ഡെൽറ്റ വി വോളിയം ഓഫ് ദി ലിക്വിഡ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടുത്തെ വെലോസിറ്റി v1 ആണ്. ഈ എത്തുമ്പോൾ വെലോസിറ്റി എന്തായിട്ട് മാറുന്നു? v2 ആയിട്ട് മാറുന്നു. ഇവിടെയും എത്ര ഡെൽറ്റ വി എമൗണ്ട് ഓഫ് ലിക്വിഡ് ആണ് ഇവിടെ നമ്മൾ കംപ്രസ് ചെയ്ത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എത്തും അത് ഡെൽറ്റ വി തന്നെ ആയിരിക്കും. അതേ ഡെൽറ്റ വി ഇവിടെ എത്തും. ഇവിടെ പ്രഷർ എക്സേർട്ട് ചെയ്യുക ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ആരവിടെ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്? എയർ ആണ്, അറ്റ്മോസ്ഫിയർ ആണ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക. ആദ്യമായിട്ട് നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ ഫസ്റ്റ് വർക്ക് കാണണം. എന്താ വർക്ക്? വർക്ക് ഡൺ നമ്മൾ പഠിച്ചിട്ടുണ്ട് W is equal to
പി വി അല്ലെ പ്രഷർ ഇൻറ്റു വോളിയം. ഇവിടുത്തെ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ എൻഡിലുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ P1 ഇൻറ്റു വോളിയം എത്രയാ? ഡെൽറ്റ വി ആണ്. ഇവിടുത്തെ വർക്കോ P2 ഡെൽറ്റ വി ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇവിടുത്തെ വർക്ക് W1 is equal to P1 ഡെൽറ്റ വി, W2 is equal to P2 ഡെൽറ്റ വി. ശ്രദ്ധിക്കുക, ഇവിടെ P1 പ്രഷർ അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്, അപ്പൊ വർക്ക് പോസിറ്റീവാ. ഇവിടെ P2 പ്രഷർ ഇങ്ങോട്ട് എക്സേർട്ട് ചെയ്യുന്നത്, പക്ഷെ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റോ ഈ ലിക്വിഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, അപ്പൊ വർക്ക് നെഗറ്റീവാ. അപ്പൊ ടോട്ടൽ വർക്ക് W is equal to W1 minus W2. എന്താ വരിക? P1 ഡെൽറ്റ വി മൈനസ് P2 ഡെൽറ്റ വി, അതായത് P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി. ഇതാണ് ഇവിടുത്തെ വർക്ക്. ഈ വർക്കിന് ഫലമായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇവിടെ ഈ ലിക്വിഡ് ഇവിടെ ഇങ്ങോട്ട് ട്രാവൽ ചെയ്തു. ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്തു. ആ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എത്രയാ? ഫൈനൽ കൈനറ്റിക് എനർജി ഹാഫ് mv2 സ്ക്വയർ മൈനസ് ഇവിടുത്തെ കൈനറ്റിക് എനർജി മൈനസ് ഇവിടുത്തെ കൈനറ്റിക് എനർജി ഹാഫ് mv1 സ്ക്വയർ. ഓക്കെ, കൈനറ്റിക് എനർജി ചേഞ്ച് കിട്ടി. അപ്പൊ ഇവിടെ കൈനറ്റിക് എനർജി മാത്രമല്ല ചേഞ്ച് ചെയ്തത്, വെലോസിറ്റി മാത്രമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു, ഹൈറ്റ് മാറിയില്ലേ? ഹൈറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു റോ ജി H2 മൈനസ് റോ ജി H1. അതായത് സോറി റോ അല്ല, എന്താ mgh അല്ലടോ. അപ്പൊ mgh വരികയാണെങ്കിൽ mgh2 മൈനസ് mgh1. അപ്പൊ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കിട്ടി. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എത്ര? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി mgh2 മൈനസ് mgh1. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒരു വർക്ക് ചെയ്ത സമയത്താണ് കൈനറ്റിക് എനർജിയും അതേപോലെ പൊട്ടൻഷ്യൽ എനർജിയും ചേഞ്ച് ചെയ്തത്. ഈ വർക്കാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിയത്. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. എത്ര ഇവിടുത്തെ വർക്ക്? വർക്ക് P1 മൈനസ് P2 ഡെൽറ്റ വി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി half mv2 square minus half mv1 square plus change in potential energy എത്രയാണോ? mgh2 minus mgh1. നമുക്കിവിടെ ഈ ഡെൽറ്റ വി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡെൽറ്റ വി റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയാൽ എന്താ കിട്ടുക മക്കളെ? ഇവിടെ ബാക്കി ഉണ്ടാവുക P1 മൈനസ് P2 is equal to half m into v2 square by delta v minus half m into v1 square by delta v plus mgh2 by delta v minus mgh1 by delta v. എന്താ ഡെൽറ്റ വി? ചേഞ്ച് ഇൻ വോളിയം. m മാസ്, മാസ് ബൈ വോളിയം ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി. മാസ് ബൈ വോളിയം ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി. അപ്പൊ അങ്ങനെയാണെങ്കിൽ P1 മൈനസ് P2 ഈക്വൽ ടു ഹാഫ് മാസ് ബൈ വോളിയം ഡെൻസിറ്റി റോ v2 സ്ക്വയർ മൈനസ് ഹാഫ് മാസ് ബൈ വോളിയം ഡെൻസിറ്റി റോ v1 സ്ക്വയർ പ്ലസ് മാസ് ബൈ ഡെൻസിറ്റി റോ ജി H2 മൈനസ് റോ ജി H1. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. നമുക്ക് സഫിക്സ് 1 ഒരു ഭാഗത്തേക്ക് കൂടെ വെച്ചുള്ള മറ്റേ. അപ്പൊ ഇവിടെ P1 ഓൾറെഡി ഉണ്ട്. ഈ മൈനസ് ഹാഫ് റോ v1 സ്ക്വയർ ഈ ഭാഗത്തേക്ക് പ്ലസ് ഹാഫ് റോ v1 സ്ക്വയർ. അതേപോലെ ഈ റോ ജി H1 കൊണ്ടുവന്നാൽ പ്ലസ് റോ ജി H1 ഈക്വൽ ടു ഈ P2 അങ്ങോട്ട് കൊണ്ടുപോകാം. P2 കൊണ്ടുപോയാൽ P2 പ്ലസ് ഇവിടെ ആരുണ്ട്? ഹാഫ് റോ v2 സ്ക്വയർ. പിന്നെ ആരുണ്ട്? പ്ലസ് റോ ജി H2. ഇതല്ലേ ബെർണോളിസ് പ്രിൻസിപ്പിൾ? അപ്പൊ വെരി സിമ്പിൾ ആണ്. എന്താ? ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ഫ്ലൂയിഡ് ആണെങ്കിൽ സം ഓഫ് പ്രഷർ, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് എ കോൺസ്റ്റന്റ്. ഇവിടെ ആദ്യമായിട്ട് വർക്ക് കണ്ടുപിടിച്ചാൽ മതി. വർക്ക് ഈസ് ഈക്വൽ പ്രഷർ ഇൻറ്റു വോളിയം. ഒരു എൻഡിലെ വർക്ക് P1 ഡെൽറ്റ വി ആണെങ്കിൽ അതർ എൻഡിലെ വർക്ക് P2 ഡെൽറ്റ വി ആണ്. അപ്പൊ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു P ഇൻറ്റു v2 മൈനസ് v1. That work done is equal to change in kinetic energy plus change in
potential energy. Change in kinetic energy, half mv2 square minus half mv1 square ആണെങ്കിൽ potential energy change mgh2 minus mgh1. അതൊന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ എന്ത് കിട്ടി? P1 plus half rho v1 square plus rho gh1 is equal to P2 plus half rho v2 square plus rho gh2. Okay? അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Explain anomalous expansion of water. Calculate amount of heat required to convert 10 kilogram of water at 100 degree Celsius steam to 100 degree Celsius. ശ്രദ്ധിച്ചോ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് explain anomalous expansion. Okay, അപ്പോൾ explain anomalous expansion of water. നമുക്കറിയാം thermal expansion. എന്താ thermal expansion? Temperature increase ചെയ്യുന്ന സമയത്ത് dimension increase ചെയ്യുകയാണെങ്കിൽ അതല്ലേ thermal expansion. Solid expand ചെയ്യും, liquid expand ചെയ്യും, gas expand ചെയ്യും. ഇവിടെ വാട്ടറിന്റെ കേസിൽ മാത്രം anomalous expansion ആണ്. എന്താ വാട്ടർ അനോമലസ് എക്സ്പാൻഷൻ? നമുക്കറിയാം എല്ലാ സബ്സ്റ്റൻസ് ആണെങ്കിലും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എക്സ്പാൻഡ് ചെയ്യുക ചെയ്യുന്നത്. അതേസമയത്ത് വാട്ടറിന്റെ കേസിലാണെങ്കിൽ ഫ്രം 0 ഡിഗ്രി സെൽഷ്യസ് ടു 4 ഡിഗ്രി സെൽഷ്യസ് കംപ്രഷൻ ടേക്സ് പ്ലേസ്. 0 മുതൽ 4 വരെ നടക്കുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ നടക്കുന്നത് കംപ്രഷൻ ആണ്. ഈ 4 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞാലാണ് എക്സ്പാൻഷൻ നടക്കുന്നത്. ടെമ്പറേച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ 4 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എക്സ്പാൻഷൻ നടക്കും. ഇത് ഗ്രാഫൊക്കെ നിങ്ങൾ കാണുന്നതാണല്ലോ അല്ലേ? ഗ്രാഫ് എന്തായിരുന്നു? ഇവിടെ നോക്കിയേ, ഇങ്ങനെ ഗ്രാഫ് വരുന്നത്. ഇവിടെ വോളിയം, ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇങ്ങനെ, ഈ 4ലാണ് എന്തുള്ളത്? വോളിയം മിനിമമായിട്ട് മാറുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോ, ഇവിടെ നമുക്ക് explain anomalous expansion of water. Anomalous expansion എന്താണ്? Up to from 0 to 4 degree Celsius compression takes place. Above 4 degree Celsius expansion takes place. Okay. Then calculate amount of heat energy required to convert 10 gram of water at 100 degree Celsius to steam at 100 degree Celsius. ഇവിടെ ശ്രദ്ധിച്ച് നോക്കണം, 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറിനെ 100 ഡിഗ്രി സെൽഷ്യസ് സ്റ്റീം ആക്കി മാറ്റണം. അതായത് ഇവിടെ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, സ്റ്റീം ഗ്യാസ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ലിക്വിഡ് സ്റ്റേറ്റിനെ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ലിക്വിഡിനെ ഗ്യാസിലേക്ക് കൺവേർട്ട് ചെയ്യെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് ആവശ്യമായ ഹീറ്റ് ആണ് ലാറ്റന്റ് ഹീറ്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ഫോർ ഫേസ് ട്രാൻസിഷൻ. Q is equal to നമുക്ക് എഴുതാം ml. ഇവിടെ ലിക്വിഡ് സോളിഡ് ലിക്വിഡ് ആവുകയാണെങ്കിൽ MLF ആണ്, ഈ ലിക്വിഡ് ഗ്യാസ് ആവുകയാണെങ്കിൽ MLV ആണ്. LV is the latent heat of vaporization. ഇവിടെ നോക്കിയേ, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാതെ വാട്ടർ സ്റ്റീം ആയിട്ട് മാറുന്നു. അതാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഏറ്റവും പ്രത്യേകത. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് there is no change in temperature. ഇനി നിങ്ങൾ ഒരു സബ്സ്റ്റൻസ് ഹീറ്റ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുകിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, അതല്ലെങ്കിൽ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. രണ്ടും കൂടി ഒരുമിച്ച് നടക്കൂല. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യൂല, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യൂല. അപ്പൊ ഇവിടെ നോക്കിയേ, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാതെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായ ഹീറ്റ് ആണ് MLV. M എത്രയാണോ? 10 കിലോഗ്രാം ആണ്. LV എത്രയാ? 22.6 into 10⁵. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 22.6 into 10⁶ ജൂൾ, അല്ലെങ്കിൽ 2.26 into 10�7. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള വളരെ ഈസിയാണ്. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ML എന്നാണ് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി അതേ സമയത്ത് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാതെ ടെമ്പറേച്ചർ ആണ് ചേഞ്ച് ചെയ്യുന്നെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ΔQ = MC ΔT. സി എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്താ സ്പെസിഫിക് കപ്പാസിറ്റി? 1 കിലോഗ്രാം സബ്സ്റ്റൻസ് ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ,
ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. With the help of a diagram, derive equation for period of a simple pendulum. ഇത് ഓസിലേഷൻ എന്ന ചാപ്റ്ററിൽ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസിയാണ്. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനാണ്. സിമ്പിൾ പെൻഡുലം ടൈം പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യമായിട്ട് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താ അറിയണം, അതറിയണമെങ്കിൽ ഓസിലേഷൻ എന്താ അറിയണം, ഓസിലേഷൻ ആണെങ്കിൽ പീരിയോഡിക് മോഷൻ എന്താ അറിയണം. എന്താ പീരിയോഡിക് മോഷൻ? റെഗുലർ ഇന്റർവെലിന് ശേഷം റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻ ആണെന്ത് പീരിയോഡിക് മോഷൻ. ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ അതാണെന്ത് ഓസിലേഷൻ. ആ ഒരു പോയിന്റ് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഇതാണ് ഓസിലേഷൻ. അപ്പൊ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് സിമ്പിൾ പെൻഡുലത്തിന്റെ മോഷൻ ഓസിലേഷൻ പ്രൂവ് ചെയ്യണം. ഈ ഒരു ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് ആവാനുള്ള കണ്ടീഷൻ എന്താ? സിമ്പിൾ ഹാർമോണിക് ആവണമെങ്കിൽ എന്തേ കണ്ടീഷൻ? Force displacement of the body is directly proportional to the force and in the opposite direction of force. That is, F is proportional to minus x or F is equal to minus kx. F and the m എന്ന് കൊടുത്താൽ A is equal to minus k by m into x. K by m in omega square കൊടുത്താൽ A is equal to minus omega square x. ഇതല്ലേ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ. ഇത് ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ ആക്സിലറേഷൻ റൊട്ടേഷൻ ലോഗ് ആണ് ആൽഫ. ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ എന്ന് വരിക. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതായത് സിമ്പിൾ പെൻഡുലത്തിന്റെ മോഷന്റെ ടൈം പീരീഡ് ആണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ എങ്ങനെ ടൈം പീരീഡ് കാണുക? ടൈം പീരീഡ് കാണണമെങ്കിൽ കെ ബൈ എമ്മിന്റെ സ്ഥാനത്ത് ഒമേഗ സ്ക്വയർ കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒമേഗ ഈസിക്കൽ റൂട്ട് കെ ബൈ എം. ഇവിടെ എന്ത് ചെയ്യുന്നു? ടൈം പീരീഡ് കാണുന്നു. ടൈം പീരീഡ് എങ്ങനെയാണ്? ടി ഈസിക്കൽ 2π ബൈ ഒമേഗ. അതേപോലെ ഇവിടേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ സിമ്പിൾ പെൻഡുലം എടുക്കുകയാണെങ്കിൽ ഇതാണ് സിമ്പിൾ പെൻഡുലം. ഈ സിമ്പിൾ ബോബിന്റെ മാസ് എം ആണ്, സ്ട്രിങ്ങിന്റെ ലെങ്ത് എൽ ആണ്. ഇത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു. ഇതിന്റെ ഇന്റർമീഡിയറ്റ് പോയിന്റ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മാസ് എം ആണെങ്കിൽ ഇതിന്റെ വെയിറ്റ് എം ജി താഴേക്കുണ്ടാവുക, എം ജി താഴേക്കാണ്. അതേപോലെ ഇതിന്റെ ടെൻഷൻ മേലേക്ക് ഉണ്ടാവുക. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്ക് ഈ എം ജിയെ രണ്ട് കോമ്പണന്റ് ആയി റിസോൾവ് ചെയ്യാം. ഒരു കോമ്പണന്റ്, രണ്ടാമത്തെ കോമ്പണന്റ്. ഫസ്റ്റ് കോമ്പണന്റ് ഇതാണ് തീറ്റ എങ്കിൽ ഇത് എം ജി കോസ് തീറ്റ ആണ്. ഇതാരാ? എം ജി സൈൻ തീറ്റ. ഈ എം ജി സൈൻ തീറ്റ എന്ന് പറഞ്ഞ കോമ്പണന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ സിമ്പിൾ പെൻഡുലത്തെ സെന്ററിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് റൊട്ടേഷണൽ മോഷനാ. റൊട്ടേഷണൽ മോഷൻ ടോർക്കാ വേണ്ടത്. ഇവിടുത്തെ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആ. ഏതാ ഇവിടുത്തെ ഫോഴ്സ്? എം ജി സൈൻ തീറ്റയാണ്. അതെങ്ങോട്ടാ? ടുവേർഡ്സ് ഒറിജിൻ. അപ്പൊ ഇവിടുത്തെ ടോർക്ക് കാണാം. ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടുത്തെ ഫോഴ്സ് എത്രയാ? എം ജി സൈൻ തീറ്റ. അതെങ്ങോട്ടാ? അത് ടുവേർഡ്സ് ഒറിജിൻ ആണ്. അപ്പൊ മൈനസ് എം ജി സൈൻ തീറ്റ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താ? ഈ നമ്മുടെ ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ആണ്. ദാറ്റ് ഈസ് മൈനസ് എം ജി എൽ സൈൻ തീറ്റ. തീറ്റ വെരി സ്മോൾ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ് ഈക്വൽ ടു തീറ്റ. അപ്പൊ ടോർക്ക് ഈസ് ഈക്വൽ ടു എം ജി എൽ തീറ്റ. എന്താ ടോർക്ക്? ടോർക്ക് നമ്മൾ പഠിച്ചത് ടോർക്ക് ടോ ഇസ് ദ റൊട്ടേഷൻ ലോഗ് ഓഫ് ഫോഴ്സ്. അപ്പൊ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന് എഴുതാം. ടോ ഇസ് ഈക്വൽ ഐ ഇസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ആൽഫ ഇസ് ദ ആംഗുലാർ ആക്സലറേഷൻ. അപ്പൊ നമുക്ക് എഴുതാം ഐ ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് എം ജി എൽ തീറ്റ ഓർ ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് എം ജി എൽ ബൈ ഐ ഇൻറ്റു തീറ്റ. അപ്പൊ ആൽഫ ഇസ് ഈക്വൽ മൈനസ് എം ജി എൽ ബൈ ഐ ഇൻറ്റു തീറ്റ. ഈ എം ജി എൽ ബൈ ഐന്റെ സ്ഥാനത്ത് നമുക്ക് ഒമേഗ സ്ക്വയർ കൊടുത്താൽ എം ജി എൽ ബൈ ഐ ഒമേഗ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് ടൈം പീരീഡ് ആണ് കണ്ടത്. ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം ജി എൽ ബൈ ഐ. ഇവിടുന്ന് നമുക്ക് ടൈം പീരീഡ് കാണാം. എങ്ങനെ? ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ ഈക്വൽ ടു 2π ബൈ റൂട്ട് ഓഫ് എം ജി എൽ ബൈ ഐ. ഇവിടുന്ന് ഐ മേലെ പോയാൽ 2π ഇൻറ്റു റൂട്ട് ഓഫ് ഐ ബൈ എം ജി എൽ. ഒരു സിമ്പിൾ പെൻഡുലാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ഈസ് എം എൽ സ്ക്വയർ ആണ്. ആ എം എൽ സ്ക്വയർ കൊടുത്താൽ നമുക്ക് എഴുതാം 2π ഇൻറ്റു റൂട്ട് ഓഫ് എം എൽ സ്ക്വയർ ബൈ എം ജി എൽ. എല്ലും എം കട്ട് ചെയ്താൽ we get 2π into root of L by G. ഇതാണ് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. T is equal to 2π into root of L by G. Clear? Okay. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വേവ്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഏതാ? ട്രാവലിംഗ് വേവ്.
അപ്പോൾ എന്താ വേവ്? പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റർബൻസിന്റെ ഫോമിൽ എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് വേവ്സ് എന്ന് വിളിച്ചത്. ഒരു ട്രാവലിംഗ് വേവ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് y ഓഫ് എക്സ് ടി, അതായത് y ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു a സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ആണ്. ഇവിടെ a എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ്, k ആംഗുലാർ വേവ് നമ്പർ ആണ്, x ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വേവ് ആണ്, ഒമേഗ ആംഗുലാർ വെലോസിറ്റി ആണ്, t ടൈം ആണ്. അപ്പോൾ തന്നിരിക്കുന്നത് വേവ് ട്രാവൽ ചെയ്യുന്ന സ്ട്രിംഗ് y of x 0.005 sin 80x minus 3t in which numerical constant are SI unit. Calculate amplitude, wavelength and period of the wave. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുന്നു y of xt is equal to ഇതൊന്ന് എടുത്ത് എഴുതി 0.005 sin 80x minus 3t. Comparing this equation with the equation of wave, wave equation the y of xt is equal to a sin kx minus omega t. Okay, അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് കമ്പയർ ചെയ്താൽ a യുടെ സ്ഥാനത്തുള്ളത് ആരാ? Comparing these two equation, ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്താൽ a യുടെ സ്ഥാനത്ത് 0.005 മീറ്റർ, k യുടെ സ്ഥാനത്തുള്ള ആരാ? 80. ഇനി ഒമേഗയുടെ സ്ഥാനത്ത് 3. എന്തൊക്കെ കാണാൻ പറഞ്ഞത്? ആദ്യമായിട്ട് ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? ആംപ്ലിറ്റ്യൂഡ് a is equal to 0.005 മീറ്റർ കിട്ടിയല്ലോ, വളരെ ഈസി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വേവ് ലെങ്ത് എങ്ങനെ കാണാം? നമുക്ക് k അറിയാമെങ്കിൽ we have k is equal to 2 pi by lambda ആണ്. അപ്പൊ lambda is equal to എങ്ങനെ എഴുതാം? 2 pi by k, that is equal to 2 pi by k ന്റെ വാല്യൂ എത്രയാ? 80. കട്ട് ചെയ്താൽ ലാംഡ ഇസ് ഈക്വൽ ടു പൈ ബൈ 40. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ലാംഡ കിട്ടി, പൈ ബൈ 40. വേണമെങ്കിൽ ഇതിന് വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ പൈ ബൈ 40 എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഇനി വളരെ ഈസി. പീരിയഡ് ഓഫ് ദി വേവ്, ഈ വേവിന്റെ പീരിയഡ് കാണണം. പീരിയഡ് കാണാൻ നമുക്ക് ഒമേഗ തന്നിട്ടുണ്ട്. ഒമേഗ ഇസ് ഈക്വൽ ടു എന്താ? 2 പൈ ബൈ ടി ആണ്. ഇവിടുന്ന് എന്ത് കണ്ടുപിടിക്കാം? ടി ഇസ് ഈക്വൽ ടു 2 പൈ ബൈ ഒമേഗ എന്ന് കൊടുക്കാം. എന്താ? ഒമേഗ 2 പൈ ബൈ ഒമേഗയുടെ വാല്യൂ എത്രയാ? 3. സോ ടൈം പീരീഡ് ഇസ് ഈക്വൽ 2 പൈ ബൈ 3. വേണമെങ്കിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 into 3.14 by 3, 6.28 by 3 നമുക്ക് എത്രയാ? 2.08 സെക്കൻഡ്. ഓക്കെ, അപ്പം ഇതാണ് വേവ്സ് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമ്മൾ എന്തെല്ലാം കാൽക്കുലേറ്റ് ചെയ്തു? ആംപ്ലിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്തു, വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു, പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മുടെ തുടങ്ങിയത് കൈനറ്റിക് തിയറി ചാപ്റ്ററിനായിരുന്നു, അത് കഴിഞ്ഞു. അതേപോലെ തന്നെ പാർട്ടിലുള്ള ചാപ്റ്റേഴ്സ് ആണ് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് മോഷനിലെ പ്ലെയിനിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് നൾ വെക്ടർ ഈസ്. ഒറ്റ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം നൾ വെക്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഒന്നുമില്ല അല്ലേ, തീരെ ഒന്നുമില്ലാത്തൊരു സീറോ വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 0 ആണ്. പിന്നെ യൂണിറ്റ് വെക്ടറിൻ്റെ ആണ് 1 വരുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ് ആൻസർ വരുന്നത്? 0. തെറ്റിപ്പോയത് 1 വരുന്നത് യൂണിറ്റ് വെക്ടറിനാണ്. ഇവിടെ എന്താണ്? നൾ വെക്ടറാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, why the SI units of the following fundamental quantities. അതായത് നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ അകത്ത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2 പാർട്സ് ഉണ്ട്, എയും ബിയും. അതിൻ്റെ അകത്ത് ഇലക്ട്രിക് കറണ്ടും ഉണ്ട്, പിന്നെ പ്ലെയിൻ ആംഗിൾ ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചതാണ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്, ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് നമ്മൾ നല്ലോണം പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് വരിക? ഇലക്ട്രിക് കറണ്ട് ആണെങ്കിൽ ആംബിയർ അല്ലേ, റെപ്രസെന്റ് ചെയ്യുക എ. പിന്നെ പ്ലെയിൻ ആംഗിൾ എന്താ? റേഡിയൻ. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കി. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യൻ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഈസ് കെ. വാട്ട് ഈസ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഇഫ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് ഡബിൾഡ്. അപ്പോൾ ഒരു ബോഡീൻ്റെ കൈനറ്റിക് എനർജി എത്രയാണ്? കെ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൈനറ്റിക് എനർജി എന്നത് ഒരു വെലോസിറ്റിയിലാണ് കെ ഉള്ളത്. അപ്പോൾ ഈ വെലോസിറ്റി ഡബിൾ ചെയ്താൽ കൈനറ്റിക് എനർജിക്ക് എന്ത് ചേഞ്ച് ഉണ്ടാവുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ എന്താണ്? കെ ഈക്വൽ ടു ഹാഫ് mv² അല്ലേ, ഇതാണ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇപ്പോഴുള്ള ഈ വെലോസിറ്റി എന്തായി? 2 ടൈംസ് ആയി അല്ലേ. വി എന്തായി? 2 × v എന്നുള്ള ടേമിലായി. v ഈക്വൽ ടു 2v ആയി. അപ്പോൾ നമ്മളെ കൈനറ്റിക് എനർജി എന്താവും? പുതിയ കൈനറ്റിക് എനർജി കെ ന്യൂ ഈക്വൽ ടു ഹാഫ് × m × വിക്ക് വേറെ എന്ത് കൊടുക്കണം? 2v കൊടുക്കണം അല്ലേ, കാരണം വെലോസിറ്റി ഡബിൾ ആയി. അപ്പോൾ 2v ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എത്ര വരും? ഹാഫ് m × 2v ഹോൾ സ്ക്വയർ എന്താ ചെയ്യുക? 2ൻ്റെ സ്ക്വയർ 4, പിന്നെ വിൻ്റെ സ്ക്വയർ v². അപ്പോൾ എത്ര വരും? 4 × ഹാഫ് mv² അല്ലേ. ഈ ഹാഫ് mv² എന്ന് വെച്ചാൽ എന്താണ്? ആദ്യം ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി അല്ലേ, വെലോസിറ്റി ഡബിൾ ആക്കുന്നതിന് മുന്നേ ഉള്ള കൈനറ്റിക് എനർജിയാണ് കെ. അപ്പോൾ നമ്മളെ കെ ന്യൂ എത്ര വന്നു? കെ ന്യൂ ഈക്വൽ ടു 4 × കെ അല്ലേ. ഇനീഷ്യലി ഉള്ള കൈനറ്റിക് എനർജിൻ്റെ 4 ടൈംസ് ആയി കൈനറ്റിക് എനർജി. ഇത്രയുള്ള ആൻസർ. വെലോസിറ്റി ഡബിൾ ആക്കിയപ്പോൾ കൈനറ്റിക് എനർജി 4 ടൈംസ് ആയി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അറിയാമെന്നല്ല, നമ്മൾ കാണാണ്ട് കോളേജിലുള്ള സമയത്ത് തന്നെ സ്കൂളിലുള്ള സമയത്ത് തന്നെ പഠിച്ചു പോകുന്ന ഇക്വേഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാവർക്കും കാണാപ്പാട് അറിയുന്നതാണ് എൻ്റെ വിചാരം. ഇത്രയുള്ള എന്താ? എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അത്രയും സ്റ്റേറ്റ് ചെയ്താൽ മാത്രം മതി. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് എഴുതി കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷനും കൂടെ എഴുതി കൊടുക്കാം. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു m1 m2 ബൈ r² അല്ലേ. 2 ബോഡീസ് ഉണ്ട്, m1 m2 സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് r ആണെങ്കിൽ അത് തമ്മിലുള്ള ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ അല്ലേ, അത് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ എന്ത്? സ്റ്റേറ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അത് സ്റ്റേറ്റ്മെന്റ് ആയി തന്നെ എഴുതി കൊടുക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ഫ്രീലി ഫാളിംഗ് ബോഡി ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ y ഈക്വൽ ടു v0t minus half gt² യൂസിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷൻസ് ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസിൻ്റെ അത് 2 അപ്ലിക്കേഷൻസ് ആണ് പഠിച്ചത്. ഒന്ന് വെച്ചാൽ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ, പിന്നെ എന്താ നമുക്ക് ഇക്വേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അതിനകത്ത് ആദ്യത്തെ അപ്ലിക്കേഷൻ ആണ് കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ. അപ്പോൾ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ നോക്കാൻ പോവാണ് അല്ലേ. നമ്മളിത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചൊരു ഇക്വേഷൻ ആണ്. നമ്മളൊരു ബോഡി മോളോട്ട് എറിയുന്ന സമയത്ത് v0 വെലോസിറ്റിയിൽ മോളോട്ട് എറിയുന്ന സമയത്ത് g എന്നുള്ള ആക്സലേഷൻ കാരണം അതിൻ്റെ വെലോസിറ്റി കുറയും. ആ ഒരു വെലോസിറ്റി കുറയും. അപ്പോൾ ആ ഒരു കവർ ചെയ്ത ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ആണ് y ഈക്വൽ ടു v0t മൈനസ് ഹാഫ് gt². ഇതിനകത്ത് നമുക്ക് ആ ഒരു കൺസെപ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ക്വാണ്ടിറ്റീസ് എന്താണെന്നും അതിൻ്റെ ഡയമെൻഷൻസും ആണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ എന്താ പറയുന്നത്? ഒരു ഇക്വേഷൻ്റെ അകത്തുള്ള എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷൻസ് ഈക്വൽ ആയിരിക്കും അല്ലേ. LHSൻ്റെയും RHSൻ്റെയും അല്ല. അങ്ങനെ നിങ്ങൾ ഒരിക്കലും എക്സാമിൽ എഴുതരുത്. എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷൻസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ടേംസ് ഉള്ളത്? ഇവിടെ ഇക്വേഷൻ y ഈക്വൽ ടു v0t മൈനസ് ഹാഫ് gt². ഇവിടെ മൊത്തം 3 ടേംസ് ഉണ്ട്. ടേംസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ കൊണ്ടും പ്ലസ് ഓർ മൈനസ് ഈ 3 സിമ്പിൾസ് കൊണ്ട് സെപ്പറേറ്റ് ആവുന്ന ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ ടേംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ y എന്നുള്ള ഒരു ടേം ഉണ്ട്, പിന്നെ v0t എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, പിന്നെ ഹാഫ് gt² എന്നുള്ള ടേം ഉണ്ട്. ഈ 3 ടേംസിൻ്റെയും
ഡയമെൻഷൻസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡയമെൻഷനിൽ ഈ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ y എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എന്താണ്? L അല്ലേ? അപ്പോൾ y-ന്റെ ഡയമെൻഷൻ L അല്ലേ? ഡിസ്റ്റൻസ് ഇൻ മീറ്റേഴ്സ് ആണ്, അപ്പോൾ അതിന്റെ ഡയമെൻഷൻ L ആണ്. ഇനി അടുത്ത എന്താ? V0t അല്ലെ? അടുത്ത ടേം V0t. V0t എന്ന് വെച്ചാൽ V0 എന്ന് വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ വെലോസിറ്റി. T എന്ന് വെച്ചാൽ ടൈം അല്ലേ? അപ്പോൾ ഈ V0tന്റെ ഡയമെൻഷൻ എന്താ വരിക? ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടൈം അല്ലേ? അപ്പോൾ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി എന്താണ്? LT⁻⁻1 അല്ലേ? LT⁻⁻1 ഇൻറ്റു ടൈമിന്റെ ഡയമെൻഷൻ എന്താ? T. അപ്പോൾ എത്ര വരും? L ഇൻറ്റു T⁻⁻1 പ്ലസ് 1 എത്ര വരും? LT⁻0 ഓർ ഈക്വൽ ടു L അല്ലേ? അപ്പോൾ എത്ര കിട്ടി? നമ്മുടെ V0t എന്നുള്ള ടേമിന്റെ ഡയമെൻഷനും L ആണ്, y എന്നുള്ള ടേമിന്റെ ഡയമെൻഷനും L ആണ്. ഇനി നമുക്ക് ആ ഒരു ഹാഫ് GT² മാത്രം മതി അല്ലേ? ഹാഫ് GT² ഡയമെൻഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഹാഫ് GT² ഹാഫിന് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ഹാഫ് എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. ഹാഫ് എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. പിന്നെ GT² ഡയമെൻഷൻ ആണ്. GT² ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ജിന്റെ ഡയമെൻഷൻ എന്താ? ജി എന്ന് വെച്ചാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വെച്ചാൽ ആക്സലറേഷൻ തന്നെയല്ലേ? ആക്സലറേഷൻ ഡയമെൻഷൻ എന്താണ്? LT⁻⁻2. ഈ ആക്സലറേഷൻ, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ഇതിനൊക്കെ ഡയറക്റ്റ് തന്നെ പഠിക്കണം കേട്ടോ. അപ്പോൾ ഈ ജിന്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ ആക്സലറേഷൻ ഡയമെൻഷൻ ആണ്. അപ്പോൾ LT⁻⁻2. ഇവിടെ ഹാഫിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ജിൻ്റെതാണ് എന്ത്? LT⁻⁻2 ഇൻറ്റു T². T എന്ന് വെച്ചാൽ ടൈം, ടൈമിൻ്റെത് സ്ക്വയർ. അപ്പോൾ ടൈമിന്റെ ഡയമെൻഷൻ T ആണ്, അതിന്റെ സ്ക്വയർ. അപ്പോൾ എത്ര വരും? LT⁻⁻2 ഇൻറ്റു T² എത്ര വരും? L ഇൻറ്റു T⁻⁻2 പ്ലസ് 2. അപ്പോൾ എത്ര വന്നു? LT⁻0 ഈക്വൽ ടു L കിട്ടി അല്ലേ? മൂന്നിൻ്റെയും ഡയമെൻഷൻസ് എന്താണ്? ഈക്വൽ ആണ്. എല്ലാത്തിൻ്റെ ഡയമെൻഷൻസ് L ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ കാണുന്ന വിന്റെ ഡയമെൻഷന് V0t ഹാഫ് GT². മൂന്നിൻ്റെ ഡയമെൻഷൻസ് എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് ഡയമെൻഷനിൽ എന്താണ്? ഇക്വേഷൻ കറക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ മൂന്ന് ടേമിൻ്റെയും ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് എല്ലാ ടേംസിൻ്റെ ഡയമെൻഷൻസിന് ഈക്വൽ ആണെന്ന് പറയാം. അത്രേ ഉള്ളൂ. അത് നിങ്ങൾ എക്സാമിൽ എഴുതി കൊടുത്താൽ മതി, ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ്. ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ്, അത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ വെലോസിറ്റി എന്താണ്? ആ ഒരു സാറ്റലൈറ്റ് ആ ഒരു പ്ലാനറ്റിന് ചുറ്റും ഒരു വെലോസിറ്റിയിലായിരിക്കും ആ ഒരു ഓർബിറ്റ് കൂടെ പോവുക. ഇപ്പോൾ നമ്മുടെ എർത്ത് പ്ലാനറ്റ് ഇവിടെ ഉണ്ട്. ഒരു സാറ്റലൈറ്റ് എന്താണ്? ഒരു ഓർബിറ്റ് കൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു ഓർബിറ്റ് കൂടെ ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഈ ഒരു സാറ്റലൈറ്റ്. അപ്പോൾ ഈ ഒരു എന്തുണ്ടാവും? ഒരു വെലോസിറ്റിയിലല്ലേ ഇത് ഓർബിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു വെലോസിറ്റിയാണ് എന്ത്? ഓർബിറ്റൽ വെലോസിറ്റി. VO എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. VO എന്ന് വെച്ചാൽ ആ ഒരു ഓർബിറ്റ് കൂടെ ഈ ഒരു പ്ലാനറ്റ് മൂവ് ചെയ്യുന്ന, അല്ല ഈ ഒരു സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് ഓർബിറ്റൽ വെലോസിറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റിക്ക് എന്തുണ്ടാക്കണം? ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റിക്ക് ഇക്വേഷൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഓർബിറ്റൽ വെലോസിറ്റി എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ എന്താണ്? റെവല്യൂഷൻ അല്ലേ? അതായത് ഈ ഒരു M മാസുള്ള സാറ്റലൈറ്റ് നമ്മുടെ ക്യാപിറ്റൽ M ഉള്ള എർത്ത് അല്ലെങ്കിൽ വലിയൊരു പ്ലാനറ്റ് ആണ്. ആ ഒരു പ്ലാനറ്റിന് ചുറ്റും ആ ഒരു ചെറിയ സാറ്റലൈറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാപിറ്റൽ M എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാനറ്റ് ആണ്, എർത്തിന്റെ കേസിലാണെങ്കിൽ എർത്ത്. ഇനി സ്മോൾ m എന്ന് വെച്ചാൽ എന്താണ്? മാസ് ഓഫ് ദി സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ഈ സ്മോൾ m ഉള്ള ബോഡി ഈ ഒരു ഡിസ്റ്റൻസിൽ എന്താണ്? ഈ ഒരു മാസിന് ചുറ്റുമായിട്ട് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിവോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ഫോഴ്സ് വേണം? എവിടെ ഒരു മാസ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് പിന്നെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? റൊട്ടേഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഗ്രാവിറ്റേഷൻ അല്ല, ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അതായത് ഈ M എന്ന് പറഞ്ഞ മാസ് എന്താക്കുന്നുണ്ട്? ഈ ഒരു മാസിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡയറക്ഷനിൽ അല്ലേ? അപ്പോൾ ഈ ഒരു ഫോഴ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് എന്ത് യൂസ് ചെയ്യും? ആ ഒരു സാറ്റലൈറ്റ് യൂസ് ചെയ്യും. എന്നിട്ട് ആ ഒരു ഫോഴ്സ് വെച്ചിട്ട് എന്താവുകയാണ് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതുകൊണ്ടാണ് എന്താ ഈ ഒരു സാറ്റലൈറ്റ് എന്താവുന്നില്ല? നമ്മൾ ഈ മാസിലേക്ക് എന്താവുന്നില്ല? അടുക്കുന്നില്ല അല്ലേ? ഇപ്പോൾ ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? അട്രാക്ട് ചെയ്തിട്ട് ഈ ഒരു മാസ് ഇതിൽ ഫോളോ ചെയ്യണം നമ്മുടെ വലിയ പ്ലാനറ്റിൽ. പക്ഷെ അത് സംഭവിക്കുന്നില്ല. കാരണം എന്താ? ഇവിടെ ഈ ഒരു ഫോഴ്സ് മൊത്തം കറങ്ങാൻ വേണ്ടി യൂസ് ചെയ്താണ്, അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സിന് വേണ്ടി യൂസ് ചെയ്താണ്. അപ്പോൾ ഇവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽ ടു എന്താണ്? FC ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? G ഇൻറ്റു M ഇൻറ്റു അല്ലേ ഇതിന്റെ മാസ് ഇൻറ്റു സ്മോൾ മാസ് ഡിവൈഡഡ് ബൈ R². ഇവിടെ R എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസിൽ ഞാനിവിടെ ടോട്ടൽ ഡിസ്റ്റൻസിനെ R എന്ന് എടുത്തു. അതിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ എന്തുണ്ട്? എർത്തിന്റെ റേഡിയസ് ഞാൻ ക്യാപിറ്റൽ R എന്നും, പിന്നെ ഈ ഒരു എർത്തിന്റെ സർഫസ് തൊട്ടിട്ട് ഈ ഒരു പിന്നെ സാറ്റലൈറ്റ് വരെയുള്ള ഡിസ്റ്റൻസിൽ H എന്നും എടുത്ത്. ഒന്നുമില്ല, ഇവിടെ ടോട്ടൽ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് വെച്ചാൽ ഇതിന്റെ എർത്തിന്റെ സെന്റർ തൊട്ടിട്ട് സാറ്റലൈറ്റിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അതിനകത്ത് എർത്തിന്റെ സെന്റർ തൊട്ട് സർഫസ് വരെയുള്ളത് എന്താണ്? എർത്തിന്റെ റേഡിയസ്. അപ്പോൾ ഈ R നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? റേഡിയസ് പ്ലസ് സർഫസ് എന്നുള്ള ഹൈറ്റ് H. അപ്പോൾ R എന്ത് ചെയ്താൽ പറ്റും? R+H എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം?
ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താണ് ജി ഇൻറ്റു M1 M2 ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇവിടെ M1 എന്ന് വെച്ചാൽ ക്യാപിറ്റൽ M, M2 എന്ന് വെച്ചാൽ സ്മോൾ m, പിന്നെ ഡിസ്റ്റൻസ് എത്രയാണ് R പ്ലസ് എച്ച്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ വരും അല്ലേ, R പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഇനി നിങ്ങൾ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. FC ഈക്വൽ ടു എന്താണ്, mv സ്ക്വയർ ബൈ ആർ. ഇതിൻ്റെ അകത്ത് M എന്ന് വെച്ചാൽ മാസ് ഓഫ് ദി റിവോൾവിംഗ് ഒബ്ജക്റ്റ് ആണ്, V എന്ന് വെച്ചാൽ വെലോസിറ്റി, R എന്ന് വെച്ചാൽ റേഡിയസ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ആ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഈ ഒരു എഫ്സിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ M എന്ന് വെച്ചാൽ സ്മോൾ m ആണ്, കാരണം എന്താ സാറ്റലൈറ്റിൻ്റെ മാസാണ് ഇവിടെ എടുക്കേണ്ടത്, ഇൻറ്റു V. ഈ V ആണ് എന്ത്, ഓർബിറ്റൽ വെലോസിറ്റി, അതായത് എത്ര വെലോസിറ്റിയിലാണ് ഓർബിറ്റ് ചെയ്യുന്നത് ആ വെലോസിറ്റിയാണ് ഓർബിറ്റൽ വെലോസിറ്റി, ഡിവൈഡ് ബൈ R. R എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ്, അത് എത്രയാണ്, R പ്ലസ് എച്ച് ഈക്വൽ ടു G ഇൻറ്റു mm ഡിവൈഡഡ് ബൈ R പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് R പ്ലസ് എച്ച് ഇവിടുന്ന് ക്യാൻസൽ ചെയ്തു പോകും, ഇവിടുന്ന് ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ ഈ എമ്മിന് നമുക്ക് ഇവിടുന്ന് സ്മോൾ എമ്മും ക്യാൻസൽ ചെയ്തു പോയി. പിന്നെ എന്താ ഉള്ളത്, V സ്ക്വയർ ഈക്വൽ ടു GM ബൈ R പ്ലസ് എച്ച്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, V ഈക്വൽ ടു എന്താ, സ്ക്വയർ റൂട്ട് എടുത്താൽ പോരെ, സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ സ്ക്വയർ റൂട്ട്. അപ്പോൾ എന്താ, സ്ക്വയർ റൂട്ട് ഓഫ് GM ബൈ R പ്ലസ് എച്ച്. ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്താ പറയാം, ഓർബിറ്റൽ വെലോസിറ്റി VO ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് GM ബൈ R പ്ലസ് എച്ച്. അപ്പോൾ ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മാസ് ഓഫ് ദി സാറ്റലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല. ഇവിടെ എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഉണ്ട്, പിന്നെ മാസ് ഓഫ് ദി പ്ലാനറ്റ് ഉണ്ട്, പിന്നെ റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ് ഉണ്ട്, പിന്നെ ഡിസ്റ്റൻസ് ഫ്രം ദ സർഫസ് ഓഫ് ദ പ്ലാനറ്റ് ടു ദ സാറ്റലൈറ്റ്. അപ്പോൾ ഈ 3 ക്വാണ്ടിറ്റീസിനാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, മാസ് ഓഫ് ദി സാറ്റലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 2 പാർട്ടായിട്ടാണുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, എ പ്രൊജക്ടൈൽ ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി V0 മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഹൊറിസോണ്ടൽ. ഡിറൈവ് ഇക്വേഷൻ ഫോർ മാക്സിമം ഹൈറ്റ് ആൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ അകത്ത് മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, പിന്നെ റേഞ്ച്, ഇതിന് 3ൻ്റെ ഇക്വേഷൻ അതിൻ്റെ അകത്ത് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാനൊരു റഫ് ആയിട്ട് ഒന്ന് കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിലുണ്ട്. നമുക്കിവിടെ എന്തൊക്കെയുള്ളത്, ഒരു പ്രൊജക്റ്റൈലും ഉണ്ട്, അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്, V0 ആണ്, മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ. അപ്പോൾ ഈ ഒരു പാത്താണ് ആ ഒരു പ്രൊജക്റ്റൈൽ ഫോളോ ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ ഈ പിന്നെ ഹാഫ് ടൈം ഉണ്ടാവുന്ന മാക്സിമം ഹൈറ്റ് ആണ് എന്ത്, മാക്സിമം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്, മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഡ്രോപ്പ് ആവുന്ന ആ ഒരു മൊത്തം എടുക്കുന്ന ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം എന്താണ്, മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഒരിക്കലും നമുക്ക്, പിന്നെ ഇത് 2 ഡയമെൻഷണൽ മോഷൻ ആണ് അല്ലേ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരിക്കലും പിന്നെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇതിനെ നമുക്ക് 2 1 ഡയമെൻഷണൽ മോഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം, ഒന്ന് ഹൊറിസോണ്ടലിയും പിന്നെ ഒന്ന് വെർട്ടിക്കലും. എന്നിട്ട് ഈ ആ ഒരു ഡീറ്റെയിൽസ്, ഹൊറിസോണ്ടൽ ഡീറ്റെയിൽസും അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡീറ്റെയിൽസും മാത്രം വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് മാക്സിമം ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഇവിടെ വെർട്ടിക്കലിയുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ല, അപ്പോൾ വെർട്ടിക്കലിയുള്ള ക്വാണ്ടിറ്റീസ് മതി. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ അറിയാം, ഈ V0 ആണ് ഇതിൻ്റെ വെലോസിറ്റി, തീറ്റ ആംഗിൾ ഫ്രം ഹൊറിസോണ്ടൽ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് വരും അല്ലേ, കാരണം നമ്മൾ ഇതിനെ ഈ V0 എന്നുള്ള വെലോസിറ്റി ഒരു ആംഗിളിലാണുള്ളത്, അതായത് അതിനൊരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ട്, വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എത്ര വരിക, V0 കോസ് തീറ്റ. ഇനി വെർട്ടിക്കൽ കമ്പോണൻറ്റോ V0 സൈൻ തീറ്റ. വെക്ടേഴ്സ് പഠിച്ചാണ് V0 കോസ് തീറ്റ, V0 സൈൻ തീറ്റ. പിന്നെ നമുക്ക് ഇതിന് ഹൊറിസോണ്ടലി ആക്സലേഷൻ ഒന്നുമില്ല, കാരണം എന്താണ്, ഇതിന് ഹൊറിസോണ്ടലി എന്തില്ല, എയർ റെസിസ്റ്റൻസോ അങ്ങനത്തെ ഫോഴ്സ് ഒന്നുമില്ല. പക്ഷേ വെർട്ടിക്കലി എന്തുണ്ട്, ഗ്രാവിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ വെർട്ടിക്കലി ഇതിനൊരു എന്തുണ്ട്, താഴോട്ട് G ആക്സലേഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്കിതിനെ എങ്ങനെ പറയാൻ പറ്റും, അതായത് നമ്മളെ മോഷൻ മുകളിലോട്ടാണ്, ആക്സലേഷൻ താഴത്തേക്കാണ്, അപ്പോൾ ആക്സലേഷൻ എന്താണ്, -G ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ഐഡിയ കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ അറിയാം, നമ്മളെ H ആവുന്ന സമയത്ത് പിന്നെ ഇതിൻ്റെ എന്താ സംഭവിക്കുന്നത്, ഇതിൻ്റെ V0 സൈൻ തീറ്റ എന്നുള്ള വെർട്ടിക്കൽ കമ്പോണൻറ്റ് വെലോസിറ്റി എന്താ സംഭവിക്കുക, ആ വെലോസിറ്റി ഈ ഒരു -G എന്നുള്ള ആക്സലേഷൻ ഉള്ളതുകൊണ്ട്, അല്ലെ റിട്ടേർഡേഷൻ ആണത്, ആ ഒരു റിട്ടേർഡേഷൻ ഉള്ളതുകൊണ്ട് തന്നെ V0 സൈൻ തീറ്റ എന്നുള്ള കമ്പോണൻറ്റ് കുറഞ്ഞ് വന്നിട്ട് 0 ആവും. ആ 0 ആയതിനു ശേഷം പിന്നെ ഈ ബോഡി മുകളിലോട്ട് പോകില്ല, താഴത്തേക്കാണ് വരിക. ആ ഒരു പോയിന്റ് ആണ് എന്ത്, മാക്സിമം ആയിട്ട് വരുന്ന പോയിന്റ്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ അറിയാം, V0 ഈക്വൽ ടു V0 അല്ലെ ഇനീഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു എന്താണ്, V0 സൈൻ തീറ്റ. ഫൈനൽ വെലോസിറ്റി എത്ര, U ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി U ഈക്വൽ ടു V0 സൈൻ തീറ്റ. പിന്നെ ഫൈനൽ വെലോസിറ്റി എന്താണ്, V, നമ്മൾ V വെച്ചിട്ട് ഫൈനൽ വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യുക. V ഈക്വൽ ടു എന്താണ്, 0, കാരണം വെർട്ടിക്കലി ഇത് ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ എന്താണ്, 0 ആണ് ഇതിൻ്റെ വെലോസിറ്റി. ഇവിടെ UY എന്ന് എഴുതാം, കാരണം വെർട്ടിക്കൽ ഡയറക്ഷൻ ആയതുകൊണ്ട്. ഹൊറിസോണ്ടൽ ആണെങ്കിൽ UX എന്ന് എഴുതും, വെർട്ടിക്കൽ ആണ് UY. അപ്പോൾ UY ഈക്വൽ ടു V0 സൈൻ തീറ്റ, VY ഈക്വൽ ടു എന്താണ്, 0 ആണ്. പിന്നെ ഇവിടെ എന്താ നമുക്കറിയാം, എത്ര ഡിസ്റ്റൻസ് ഇവിടെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഹൊറിസോണ്ടലി, SX ഈക്വൽ ടു എത്രയാണ്, H അല്ലേ. പിന്നെന്താണ്, വെർട്ടിക്കലിയുള്ള ആക്സലേഷൻ AY ഈക്വൽ ടു എന്താണ്, -G. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ്റെ അകത്ത് ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി,
പിന്നെ ടൈമില്ല, ഇവിടെ എന്താണ് ആക്സലറേഷൻ, പിന്നെ ഡിസ്പ്ലേസ്മെന്റ്. ഇത് നാലും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് എന്താണ് v² = u² + 2as. അത് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. v² = u² + 2as. ഇതിൻ്റെ അകത്ത് വാല്യൂസ് കൊടുക്കുക. ഇവിടെ vy² എന്താവും uy² + 2ay/sy. ഇനി vy-ന്റെ വാല്യൂ എത്രയാണ്? 0 അല്ലേ. ഫൈനലി ഇതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആണ്, ഈക്വൽ ടു uy. uy-ന്റെ വാല്യൂ എത്ര? uy-ന്റെ വാല്യൂ uy-ന്റെ വാല്യൂ എത്രയാണ്? v0 sin θ. അപ്പോൾ എത്ര വരും? v0² sin² θ പ്ലസ് 2 ഇൻറ്റു ay-ന്റെ വാല്യൂ എത്രയാണ്? -g അല്ലേ. -g ഇൻറ്റു ഇനി sy എന്ന് വെച്ചാൽ എത്രയാണ്? വെർട്ടിക്കലിയുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? h. ഓക്കെ, അപ്പോൾ എന്ത് വരും? 0 = v0² sin² θ മൈനസ് 2gh. ഇതിൻ്റെ അകത്ത് നമുക്ക് h അല്ല കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ v0 അറിയാം, θ അറിയാം, g അറിയാം, h ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. v0 sin θ², ഞാൻ ഈ ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താണ്. v0² sin² θ ഈക്വൽ ടു 2gh അല്ലേ. ഇതിൻ്റെ അകത്ത് h ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ h ഈക്വൽ ടു എന്തായിരിക്കും? 2gനെ അങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ എത്ര വരും? h ഈക്വൽ ടു v0² sin² θ ഡിവൈഡഡ് ബൈ 2g. ഇതാണ് എന്ത്? മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ. ഇനി ഇതേ ഫിഗർ വെച്ചിട്ട്, ഇതേ വെർട്ടിക്കൽ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ കൂടി കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ കേസിൽ നമുക്ക് അറിയുന്ന കാര്യം എന്താണ്? ഈ ഒരു ബോഡി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വരെ എത്താനുള്ള ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലേ. ഈ ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഇതിന് വെർട്ടിക്കലി എന്തില്ല? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല അല്ലേ. കാരണം ഈ ഒരു പോയിന്റിൽ ഇത് വെർട്ടിക്കലി ഗ്രൗണ്ടിലാണുള്ളത്. പിന്നെ ഇതിൻ്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കൂടി ഇങ്ങനെ പോയിന്റ് കൂടി മാക്സിമം ഹൈറ്റ് ആകുമ്പോൾ ഇവിടെ എത്തും. പിന്നെ ഇത് കുറഞ്ഞ് വന്നിട്ട് എന്താവും? പിന്നെ ഗ്രൗണ്ടിലെത്തും അല്ലേ. അതായത് വെർട്ടിക്കലി അവസാനം ഇത് എവിടെയാണ് എത്തുന്നത്? 0-ൽ തന്നെ എത്തുന്നത്. അപ്പോൾ നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ സമയത്ത്, അതായത് t = ടൈം ഓഫ് ഫ്ലൈറ്റ് ആകുമ്പോൾ എന്താണ്? ഇതിന് വെർട്ടിക്കലി ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അപ്പോൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0 ആണ്. അപ്പോൾ sy = 0. ഏത് കേസിൽ? ഇവിടെ നമ്മൾ ഫുൾ കേസാണ് എടുക്കുന്നത്. നേരത്തെ ഈ ഹാഫ് വേ മോഷൻ മാത്രമേ നേരത്തെ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഹാഫ് വേ മോഷനിൽ എന്താണ്? vy-ന്റെ വാല്യൂ പിന്നെ vy-ലെ sx-ന്റെ വാല്യൂ x ആയിരുന്നു. പക്ഷേ പിന്നെ അതൊന്ന് കുറഞ്ഞ് പിന്നെ ഏറ്റവും ബോട്ടത്തിൽ എത്തുമ്പോൾ sy-ന്റെ വാല്യൂ എത്രയായി? 0 ആയി. പിന്നെ നമുക്ക് ഇവിടെ അറിയാം എന്താണ്? v-ന്റെ വാല്യൂ എത്രയാണ്? ഇനീഷ്യൽ വെലോസിറ്റി v0 sin θ അല്ലേ. v0 sin θ ആണ് പിന്നെ ഇനീഷ്യൽ വെലോസിറ്റി. പിന്നെ അത് എന്താ പറയാം, എത്ര ആക്സലേഷൻ ഉണ്ടായെന്ന് അറിയാം. പിന്നെ നമുക്ക് എന്താ പറയാം, ടൈം അറിയാം അല്ലേ. ടൈം ഈക്വൽ ടു എന്താണ്? t. ടൈം ഈക്വൽ ടു ടൈം ഓഫ് ഫ്ലൈറ്റ് ആവുന്ന സമയത്തുള്ള എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 0 എന്നറിയാം. അപ്പോൾ ടൈം ഈക്വൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ay എന്താണ്? ay = -g അല്ലേ. ax എപ്പോഴും 0 ആണ്. അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. ax = 0 എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് മാക്സിമം റേഞ്ചിലാണ് ആവശ്യമുള്ളത്. ഇവിടെ നമുക്ക് എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റിലും മാക്സിമം ഹൈറ്റിലും എന്തിൻ്റെ ആവശ്യമില്ല? ഹൊറിസോണ്ടൽ സംഭവത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. അപ്പോൾ ഈ പിന്നെ ഡിസ്പ്ലേസ്മെന്റ്, ഇനീഷ്യൽ വെലോസിറ്റി, ടൈം, ആക്സലേഷൻ, ഇത് നാലും കറക്റ്റ് ചെയ്യുന്ന വൺ ഡയമെൻഷൻ ഇക്വേഷൻ ഏതാണ്? s = ut + ½ at². അല്ലേ. s = ut + ½ at². അപ്പോൾ ഇവിടെ sy = ayt + ½ ayt². സോറി, sy = uyt + ½ ayt². ഇനി ഇവിടെ വാല്യൂസ് കൊടുക്കാം. sy-ന്റെ വാല്യൂ എത്രയാണ്? 0. uy-ന്റെ വാല്യൂ എത്രയാണ്? v0 sin θ. പിന്നെ പ്ലസ് ½ ഇൻറ്റു ay-ന്റെ വാല്യൂ എത്രയാണ്? -g അല്ലേ. പിന്നെ t², ഇവിടെ ടി ഉണ്ടല്ലേ. അപ്പോൾ ടി എന്താണ്? ക്യാപിറ്റൽ ടി. നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇവിടെ -½ ഇൻറ്റു g ഇൻറ്റു എന്താണ്? t² അല്ലേ. അപ്പോൾ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ v0 sin θ t മൈനസ് ½ gt² ഈക്വൽ ടു 0 അല്ലെ. ഇവിടുന്ന് ടീനെ രണ്ട് സൈഡിൽ നിന്ന് കോമൺ എടുത്തൂടെ? അല്ലെങ്കിൽ നമുക്ക് എന്താ ഈ -½ gt² എന്നുള്ളത് അപ്പുറത്ത് പോകുമ്പോൾ +½ gt² ആവും. അപ്പോൾ v0 sin θ t ഈക്വൽ ടു ½ gt². അപ്പോൾ ഇവിടെ നിന്ന് ഒരു ടീനെയും ഇവിടെ നിന്ന് ഒരു ടീനെ ക്യാൻസൽ ചെയ്ത് പിന്നെ എന്താ ഉള്ളത്? v0 sin θ ഈക്വൽ ടു ½ gt. നമുക്ക് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടി എത്ര വരും? 2നെ ഇങ്ങോട്ട് എടുക്കുക, ജീനെ അടിയിലേക്ക് എടുക്കുക. അപ്പോൾ എത്ര വരും? 2v0 sin θ/g. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? 2v0 sin θ/g. മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? v0² sin² θ/2g. അത് നമ്മൾ കാണാണ്ട് പഠിച്ച ഇക്വേഷൻ ആണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്ത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Twenty-third question. A and B are two vectors acting at an angle theta as shown in figure. ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, എ ആൻഡ് ബി. ആംഗിൾ ബിറ്റ്വീൻ ദം തീറ്റ ആണ്.
അപ്പോൾ നമ്മൾ എന്താണ് രണ്ട് വെക്ടേഴ്സ് ഉണ്ട് സ്റ്റാർട്ടിങ് ഫ്രം ടെയിൽ ദർ ആംഗിൾ ബിറ്റ്വീൻ ഈസ് തീറ്റ. അപ്പോൾ ഈ ഫിഗർ റീഡ് ഔട്ട് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ടന്റ് വെക്ടർ വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ നിന്ന് നമ്മൾ എന്താ കണ്ടുപിടിക്കണം? റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ രണ്ട് ലോസ് ആണ് പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കുലർ ലോയും പഠിച്ചിട്ടുണ്ട്, പാരലോഗ്രാം ലോയും പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ പാരലോഗ്രാം ലോ എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്? രണ്ടിനെയും ടെയിലോ ഹെഡോ ഒരുമിച്ചാണ് വെക്ടേഴ്സിന്റെ ഉള്ളതെങ്കിൽ നമുക്ക് പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ് രണ്ടിനെയും ടെയിലോ ഒരുമിച്ചല്ലേ ഉള്ളത്? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ബിക്ക് ഒരു പാരലൽ ആയിട്ടുള്ള വെക്ടർ എന്റെ ഹെഡിന് വരച്ചു കൊടുക്കുക. അതുകൊണ്ട് തന്നെ എന്റെ പാരലൽ വെക്ടർ ഇവിടെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പാരലോഗ്രാം കിട്ടും. അതായത് ഈ എ തന്നെയാണ് ഇവിടെ കാണുന്ന എ, അതിന് ഈ ബി തന്നെയാണ് ഇവിടുത്തെ കാണുന്ന ബി. അപ്പോൾ നമ്മൾ ഈ ഒരു പാരലോഗ്രാമിന്റെ ഡയഗണലി, അതായത് ടെയിലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് നിന്ന് ഹെഡിലേക്ക് നമ്മളൊരു നീട്ടിയൊരു വെക്ടർ വരച്ചാൽ അതാണ് എന്ത്? റിസൾട്ടന്റ് വെക്ടർ ആർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഫിഗർ വരച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്കായി. ഈ ഒരു ഫിഗർ റീഡർ ചെയ്യുക, പിന്നെ ഈ ഒരു 6 മാർക്ക് ചെയ്യുക. 6 മാർക്ക് ചെയ്യുമ്പോൾ പാരലോഗ്രാം യൂസ് ചെയ്തിട്ട് വേണം എന്ത് മാർക്ക് ചെയ്യേണ്ടത്, കാരണം രണ്ടിനെയും ടെയിൽ ഒരുമിച്ചാണുള്ളത്. ഇനി അടുത്ത എന്താണ്? റൈറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് വെക്ടർ ആർ. നമ്മൾ പഠിച്ചിട്ടില്ല, ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചത്. അതിന്റെ പ്രൂഫും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് എന്താ ഇക്വേഷൻ ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. ആർ ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. എ ബി രണ്ട് വെക്ടേഴ്സ് ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ്. പിന്നെ കോസ് തീറ്റ എന്ന് വെച്ചാൽ കോസ് ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം, എല്ലാം നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2b കോസ് തീറ്റ. ഇനി ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ചെറിയ പ്രോബ്ലം ആണ് ഈ സി പാർട്ട് തന്നിട്ടുള്ളത്. അതിന് 2 മാർക്ക് ഉണ്ട്. എന്താണ്? ഇവിടെ 2 ഫോഴ്സസ് ഉണ്ട്. എന്താണ്? 6 ന്യൂട്ടണും 8 ന്യൂട്ടണും. അത് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ആംഗിൾ തന്നിട്ടില്ല, പക്ഷെ അത് പെർപെൻഡിക്കുലർ ആണ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആംഗിൾ എത്രയായിരിക്കും? പെർപെൻഡിക്കുലർ ആണ് ഇങ്ങനെയല്ലേ വരിക? 8 ന്യൂട്ടൺ ഇവിടെ ഉണ്ട്, 6 ന്യൂട്ടൺ ഇവിടെ ഉണ്ട് അല്ലേ? പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി അല്ലേ? തീറ്റ ഈക്വൽ 90 ഡിഗ്രി. അപ്പോൾ നമ്മളെ റിസൾട്ടന്റ് എത്ര വരും? ഇവിടെ എ എത്രയാണ്? എ ഈക്വൽ ടു 8, ബി ഈക്വൽ ടു 6. ഓക്കെ, എ ഈക്വൽ ടു 8 ആൻഡ് ബി ഈക്വൽ ടു 6. അപ്പോൾ ആറിന്റെ വാല്യൂ എത്ര വരും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 8 ഇൻറ്റു 6 ഇൻറ്റു കോസ് 90. കോസ് 90ന്റെ വാല്യൂ 0 അല്ലേ? അപ്പോൾ ഈ ഒരു ടേം മൊത്തം 0 ആവും. പിന്നെ ബാക്കി എന്താ ഉള്ളത്? റൂട്ട് ഓഫ് 8 സ്ക്വയർ എത്ര? 64 പ്ലസ് 6 സ്ക്വയർ 36 എത്ര വരും? റൂട്ട് 100 ഓർ 10 ന്യൂട്ടൺ. ഇതാണ് ആൻസർ. ഇത്രയും ചെയ്ത 2 മാർക്കായി. ജസ്റ്റ് നമ്മൾ എക്കും ബിക്കും തീറ്റയ്ക്കും വാല്യൂ കൊടുത്തു. പിന്നെ കോസ് തീറ്റ കോസ് 90 ഈക്വൽ ടു 0 ആണെന്നുള്ളൊരു ഇൻഫർമേഷൻ വേണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Okay, 24th question. Write the equation connecting acceleration due to gravity, g and universal gravitation constant. നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുള്ളൂ. എന്ത്? ജിന്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ല. എന്താ? g ഈക്വൽ ടു gm/r². ഇത്രയേ ഉള്ളൂ. ഇവിടെ g എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്. പിന്നെ m വെച്ചാൽ മാസ് ഓഫ് ദി എർത്ത്. പിന്നെ r എന്ന് വെച്ചാൽ എന്താണ്? റേഡിയസ് ഓഫ് എർത്ത്. ഇത്രയേ ഉള്ളൂ. g ഈക്വൽ ടു gm/r². ഇത്ര എഴുതിയ ഒരു മാർക്കായി. വേറൊന്നും ഇവർ ചോദിച്ചിട്ടില്ല. പിന്നെ ഇനി അടുത്ത എന്താണ്? ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് d ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ എർത്ത് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ എർത്തിന്റെ സർഫസിലുള്ള ജീൻ്റെ വാല്യൂ ആണ് എത്ര? 9.8 m/s². ഈ സർഫസിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ എന്താണ്? ഡിസ്റ്റൻസ് കൂടുന്നത് കൊണ്ട് തന്നെ എന്ത് കുറയും? ജീൻ്റെ വാല്യൂ കുറയും. അതുകൊണ്ട് തന്നെ സർഫസിൽ നിന്ന് താഴത്തേക്ക് ഡെപ്തിലേക്ക് വരുമ്പോഴും കുറയും. അപ്പോൾ അതിന് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താണ്? ഡെപ്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ സെൻറ്റർ ഉണ്ട് എർത്തിൻ്റെ. നമ്മളോട് ചോദിച്ചത് എന്താ? ഇത് റേഡിയസ് ഓഫ് ദി എർത്ത് 6. അതിൻ്റെ അകത്തുനിന്ന് ഒരു ഡി ഡെപ്തിൽ എന്തുണ്ട്? ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇവിടെയാണ് ഈ ഒബ്ജക്റ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഉള്ള ഒരു ഡി ഡെപ്തിലാണ്. അപ്പോൾ ഈ ഡി ഡെപ്തിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ ഈ ഒരു ഡി ഡെപ്തിലുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റിന് എന്താക്കൂല? ഈ ഒരു ഒബ്ജക്റ്റ് ഉള്ള സർഫസിലുള്ള ആ ഒരു സ്ഫിയർ അല്ലാണ്ട് ഇതിൻ്റെ പുറത്തുള്ള ഈ പോർഷൻ എന്താവില്ല? ഇതിനെ എന്താ അഫക്റ്റ് ചെയ്യൂല. അതായത് നമുക്ക് ഈ ഒരു എർത്തിൻ്റെ മാസ് എന്താ ചെറുതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടെ എന്താണ്? ഈ ഒരു പിന്നെ പോയിന്റിന് താഴത്തേക്കുള്ള ആ ഒരു സ്ഫിയർ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതായത് ഇവിടെ ഇതിൻ്റെ റേഡിയസ് എത്ര വരിക? r-d അല്ലേ? ഈ ഒരു r-d റേഡിയസ് ഉള്ള ആ ഒരു സെൻറ്ററിന് r-d റേഡിയസ് ഉള്ള ആ ഒരു സ്ഫിയർ, ആ ഒരു സ്ഫിയറിലുള്ള മാസ് മാത്രമേ എന്താക്കുള്ളൂ? ഇതിനെ പിന്നെ അട്രാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഈ പുറത്ത് ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? നമ്മൾ ഇക്വേഷൻ എന്താ? ജീൻ്റെ ഒറിജിനൽ ഇക്വേഷൻ എന്താണ്? ഇവിടെ g' എഴുതിട്ടോ. കാരണം നമ്മൾ ജീൻ്റെ വാല്യൂ 9.8 ആണ്. ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ g' എഴുതി. g' ഇക്വേഷൻ എന്താണ്? gm/r². അപ്പോൾ gm എഴുതുമ്പോൾ g കോൺസ്റ്റന്റ് ആണ്, ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്. പിന്നെ m എന്താണ്? ഇവിടെ മാറില്ലേ? കാരണം എന്താണ്? ചെറിയൊരു മാസമായി മാറി എർത്തിൻ്റെ മാസ്. കാരണം ഇത് പുറത്തുള്ള മാസം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനെ m' എഴുതി. m' ഇനി കണ്ടുപിടിക്കണം. പിന്നെ r². r എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? r-d അല്ലേ? അപ്പോൾ എന്ത് ചെയ്താം? r-d ഹോൾ സ്ക്വയർ.
ഇനി ഈ എം ഡാഷും കൂടി കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ എം ഡാഷ് കിട്ടണമെങ്കിൽ നമുക്കിവിടെ എന്താ അറിയാം, പിന്നെ ഇതിൻ്റെ റേഡിയസ് r-d ആണെന്നറിയാം. പിന്നെ രണ്ടിൻ്റെ എന്താണ്, പിന്നെ ഡെൻസിറ്റി ഞാൻ ഈക്വൽ ആയിട്ട് എടുത്ത്, അതായത് പുറത്തുള്ള പോർഷനും ഉള്ളിലത്തെ പോർഷനും ഡെൻസിറ്റി ഈക്വൽ ആണ്. അപ്പോൾ ഉള്ളിലത്തെ വോളിയം എനിക്കറിയാം, പുറത്തത്തെ വോളിയം അറിയാം. അപ്പോൾ രണ്ടിൻ്റെ വോളിയം വെച്ച് കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, പിന്നെ മാസ് കണ്ടുപിടിച്ചുകൂടെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഉള്ളിലുള്ള എർത്തിൻ്റെ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ എം ഡാഷ് ഈക്വൽ ടു എന്താണ്, മാസ് ഈക്വൽ ടു എന്താണ്, ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പോൾ റോ ഇൻറ്റു വി അല്ലേ, റോ എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് ദ എർത്ത് ആണ്. അപ്പോൾ റോ ഇൻറ്റു വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താ, വോളിയം ഓഫ് ദ എന്താണ് സ്ഫിയർ എന്താണ് 4/3 πr³. അപ്പോൾ റോ ഇൻറ്റു 4/3 π ഇൻറ്റു r³ വെച്ചാൽ റേഡിയസിൻ്റെ ക്യൂബ്. ഇവിടെ റേഡിയസ് എത്ര വരുന്നത്, r-d ഓൾ ക്യൂബ്. ഇനി നമുക്ക് ഇവിടെ റോ അറിയില്ല അല്ലേ, അപ്പോൾ റോക്ക് ഇക്വേഷൻ ആണ് റോ. പക്ഷേ നമുക്ക് ഇനീഷ്യലി ഒരു കണ്ടീഷൻ അറിയാം, എന്താണ്, മാസ് ഈ എർത്ത് മാസ് എം ആവുന്ന സമയത്ത് എത്രയാണ്, റേഡിയസ് ക്യാപിറ്റൽ R ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു വോളിയം വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, റോക്ക് റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ റോൻ്റെ ഇക്വേഷൻ എന്താണ്, റോ എന്ന് വെച്ചാൽ മാസ് ബൈ വോളിയം. അന്നേരം ഈ റേഡിയസ് ക്യാപിറ്റൽ R ആവുന്ന സമയത്ത്, അതായത് ഫുൾ എർത്ത് വരുന്ന സമയത്ത് മാസ് ഓഫ് ദ എർത്ത് എന്താണ്, എം ആണ്, ഡിവൈഡഡ് ബൈ വോളിയം എത്രയാണ്, 4/3 π ഇൻറ്റു ഈ സമയത്ത് എത്രയാണ്, മാസ് എം ആകുമ്പം റേഡിയസ് എത്രയാണ്, ക്യാപിറ്റൽ r³. അപ്പോൾ റോ ഈക്വൽ എന്താണ്, m/4/3 πr³. ഈ വാല്യൂ എന്ത് കൊടുക്കുന്നു, ഞാൻ ഇനി എം ഡാഷിൽ കൊടുക്കുന്നു. അപ്പോൾ എം ഡാഷ് ഈക്വൽ ടു റോക്ക് വരെ എന്ത് കൊടുക്കാം, m/4/3 π ഇൻറ്റു r³ ഇൻറ്റു 4/3 π ഇൻറ്റു r-d ഓൾ ക്യൂബ്. അപ്പോൾ ഈ 4/3 പൈയും 4/3 പൈയും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ എന്താ ഉള്ളത്, എം ഡാഷ് ഈക്വൽ ടു എം ഇൻറ്റു r-d ഓൾ ക്യൂബ് ഡിവൈഡഡ് ബൈ r³. ഇതാണ് മാസ്. അപ്പോൾ ഈ ഒരു വാല്യൂ എന്താക്കുക, ഇനി നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ജി ഡാഷ് ഈക്വൽ ടു എന്താണ്, ജി ഇൻറ്റു എം ഡാഷ് ഡിവൈഡഡ് ബൈ r-d ഓൾ സ്ക്വയർ. അപ്പോൾ ഈ എം ഡാഷിന് വരെ എന്ത് കൊടുക്കുന്നു, ഞാൻ ഈ ഒരു എം ഇൻറ്റു r-d ഓൾ ക്യൂബ് ബൈ r³ കൊടുത്തൂടെ. അപ്പോൾ ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു എം ഡാഷിന് വരെ എന്ത് കൊടുത്തു, r-d ഓൾ ക്യൂബ് ഡിവൈഡഡ് ബൈ r³ ഓൾ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു r-d ഓൾ ക്യൂബ് ഡിവൈഡഡ് ബൈ r³ ഓൾ ഡിവൈഡഡ് ബൈ r-d ഓൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നിന്ന് ഈ r-d ഓൾ സ്ക്വയറും പോവും, പിന്നെ ഇവിടെ നിന്ന് എന്ത് പോവും, പിന്നെ ഇവിടെ നിന്ന് സ്ക്വയർ പോകും. അപ്പോൾ ഇവിടെ ക്യൂബ് പോയി ബാക്കി എന്താണ്, അവിടെ r-d മാത്രമേ ഉള്ളൂ. കാരണം മുകളിൽ എന്താ, r-d ഇൻറ്റു ക്യൂബാണ്, താഴത്തെ r-d ഓൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ക്യൂബ് ഡിവൈഡ് ബൈ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ, മുകളിൽ ആ ഒരു വാല്യൂ മാത്രം ബാക്കി വരും. അപ്പോൾ നമ്മളുടെ ഇതെന്തായി മാറി, ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു r-d ഇൻറ്റു എം ഡിവൈഡഡ് ബൈ എത്രയാ, r³ അല്ലേ. ഇത്രയാണ് എന്ത് വരുന്നത്, ജി ഡാഷ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഇനി എന്തൊരു കമ്പയർ ചെയ്യാൻ പോവാണ്, നമ്മൾ ഒറിജിനൽ ജി ആയിട്ട് കമ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് വേണ്ടത്. അപ്പോൾ ജീൻ്റെ ഒറിജിനൽ ഇക്വേഷൻ ഉണ്ട്, അതായത് സർഫസിലുള്ള ഇക്വേഷൻ എന്താണ്, gm/r². അപ്പോൾ നമുക്കിത് രണ്ടും കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോൾ ഈ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റും മാസും റേഡിയസും ഒക്കെ കുറേയൊക്കെ കട്ട് ചെയ്ത് പോയിക്കോളും. ഓക്കെ, അപ്പോൾ ജി ഈക്വൽ ടു gm/r² ഇത് കമ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ജി ഡാഷ് ബൈ ജി കണ്ടു, അതായത് ജി ഡാഷ് ഈക്വൽ ടു ഇത്രയാണ്, ജി ഈക്വൽ ടു ഇത്രയാണ്. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ ഇതിനോട് ഡിവൈഡ് ചെയ്ത്, അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, ജി ഡാഷ് ബൈ ജി, LHS എന്താണ്, ജി ഡാഷ് ബൈ ജി ഈക്വൽ ടു എന്താണ്, ജി ഇൻറ്റു r-d ഇൻറ്റു എം ഡിവൈഡഡ് ബൈ r³ ഓൾ ഡിവൈഡഡ് ബൈ gm/r² അല്ലേ. ഇവിടുന്ന് ജിയും ക്യാൻസൽ ചെയ്ത് എമ്മും ക്യാൻസൽ ചെയ്ത് r² ഇവിടുന്ന് പോയി, ഇവിടുന്ന് ഒരു r പോയി. അപ്പോൾ എത്ര വരും, ജി ഡാഷ് ബൈ ജി ഈക്വൽ ടു r-d ബൈ r അല്ലേ. ഇതെന്താണ്, 1 - d ബൈ r അല്ലേ, r-d ബൈ r എന്ന് വെച്ചാൽ 1 - d ബൈ r. അപ്പോൾ ഇതെന്താണ്, ജി ഡാഷ് ബൈ ജി ആണ്, നമുക്ക് ജി ഡാഷ് അല്ലേ ഇട്ടുണ്ട്. അപ്പോൾ ജി ഡാഷ് എന്താണ്, ജീനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ എത്ര വരും, ജി ഇൻറ്റു 1 - d ബൈ r. ഇതാണ് എന്ത്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത്. ഇത്രയല്ലുള്ള ക്വസ്റ്റ്യൻ. നമ്മളോട് ചോദിച്ചു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ, നമ്മൾ ഡിറൈവ് ചെയ്തു. ജി ഡാഷ് ഈക്വൽ ജി ഇൻറ്റു 1 - d ബൈ r. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ഉള്ളൂ, എന്താണ്, ഒരു ഇക്വേഷൻ്റെ അകത്തുള്ള എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷൻസ് ഈക്വൽ ആയിരിക്കും, അത്രേ ഉള്ളൂ. ടേംസ് തന്നെ പറയണം, LHS RHS എന്ന് പറയരുത്. ഒരുപാട് കുട്ടികൾ ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക് ആണ്. അതായത് ഇക്വേഷൻ്റെ LHSൻ്റെയും RHSൻ്റെയും അല്ല പറയേണ്ടത്, ടേംസിൻ്റെ, അതായത് പ്ലസ് മൈനസ് ഈക്വൽ ടു, ഇത് മൂന്നും കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ടേംസിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ ഈക്വൽ ആയിരിക്കും, അങ്ങനെ തന്നെ പറയണം. ഇനി അടുത്ത എന്താണ്, എ ക്വസ്റ്റ്യൻ അപ്പോൾ കിട്ടി. ഇനി ബി എന്താണ്, കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് മാസ് ആൻഡ് വെലോസിറ്റി യൂസിങ് എബോവ് പ്രിൻസിപ്പിൾ ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി മാസിനെയും വെലോസിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താണ്,
അതിൻ്റെ ഇക്വേഷൻ മാസും വെലോസിറ്റി ഇക്വേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ മാസും ഉണ്ട് വെലോസിറ്റിയും ഉണ്ട്. പക്ഷേ അതിൽ ഏത് പവറാണെന്ന് അറിയില്ല. ചിലപ്പോൾ m² ആയിരിക്കും, ചിലപ്പോൾ m ആയിരിക്കും, ചിലപ്പോൾ 1/m ആയിരിക്കും, ചിലപ്പോൾ v² ആയിരിക്കും, 1/v ആയിരിക്കും, v³ ആയിരിക്കും. അത് ഏതാ നമുക്കറിയില്ല. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്താം, m⁴ and v⁴b എന്ന് എഴുതാം അല്ലേ. എമ്മിൻ്റെ ഏതോ ഒരു പവർ a, വിൻ്റെ ഏതൊരു പവർ b, എന്നിട്ട് ആ എയും ബിയും കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ പിന്നെ ഇക്വേഷൻ ആയില്ലേ. അപ്പോൾ k = m⁴ v⁴b. ഇനി നമ്മൾ ഇനി എയും ബിയും കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം ഇവിടെ, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് മൂന്നിന് എന്ത് കിട്ടണം, ഡയമെൻഷൻസ് കിട്ടണം അല്ലേ. കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ എന്താ, ml² t⁻² അല്ലേ. ഇതാണ് എന്ത് എനർജിന്റെ ഡയമെൻഷൻ. ഇനി മാസിന്റെ ഡയമെൻഷൻ എന്താ, m അല്ലേ. പിന്നെ വെലോസിറ്റിന്റെ ഡയമെൻഷൻ എന്താ, Lt⁻⁻1. ഇത് മൂന്നും ഇവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് എൻ്റെയും ബിൻ്റെ വാല്യൂസ് കിട്ടും. അപ്പോൾ കേക്ക് വരെ എന്ത് കൊടുക്കാം, ml² t⁻⁻, കാരണം കെൻ്റെയും m⁴ v⁴bൻ്റെയും ഡയമെൻഷൻസ് ഈക്വൽ ആണ്. എന്നാലേ ഈ ഇക്വേഷൻ എന്താവുള്ളൂ, വാലിഡ് ആവുള്ളൂ. അപ്പോൾ ml² t⁻⁻2 m വരെ എന്ത് കൊടുത്തു, എമ്മിൻ്റെ ഡയമെൻഷൻ m ആണല്ലോ, a ഇൻറ്റു വിക്ക് എന്ത് കൊടുക്കാം, Lt⁻⁻1 ഓൾ റേസ് ടു ബി. കാരണം ഈ വിൻ്റെ മൊത്തം ഡയമെൻഷനാണ് Lt⁻⁻1, അത് റേസ് ടു ബി. അപ്പോൾ എന്ത് വരും, m⁴ L, ഇത് രണ്ടിലും സ്പ്ലിറ്റ് ആയി പോലെ, L⁻b t⁻⁻b. ഈ സൈഡിൽ എന്താ ഉള്ളത്, m എന്ന് വെച്ചാൽ എന്താണ്, m⁴1 ഇൻറ്റു L² t⁻⁻2. നമുക്ക് സിമ്പിളായിട്ട് കമ്പയർ ചെയ്തിട്ട് തന്നെ ഇക്വേഷൻ കിട്ടും. അതായത് ഇവിടെ എമ്മിൻ്റെ പവർ ഇവിടെ 1 ആണ്, LHS എമ്മിൻ്റെ പവർ 1 ആണ്. അപ്പോൾ RHS 1 ആവണം, എന്നാലേ എന്താവുള്ളൂ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ശരിയാവുള്ളൂ. അപ്പോൾ ഇവിടെ എമ്മിൻ്റെ പവർ ഇവിടെ 1 ആണ്, ഇവിടെ എമ്മിൻ്റെ പവർ a ആണ്. അപ്പോൾ a = എന്താവണം, 1 ആവണം അല്ലേ. പിന്നെ എല്ലിൻ്റെ പവർ ഇവിടെ എന്താണ്, b ആണ്, ഇവിടെ എന്താണ് എല്ലിൻ്റെ പവർ 2. ജസ്റ്റ് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇവിടെ അധികം കോംപ്ലക്സിറ്റി ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. b = എന്താണ്, അപ്പോൾ 2. അപ്പോൾ b = 2 ആണെങ്കിൽ രണ്ട് സൈഡിൽ എന്താവുള്ളൂ, എല്ലിൻ്റെ ഡയമെൻഷൻസ് ഈക്വൽ ആവുള്ളൂ. അപ്പോൾ a = 1 b = 2 കിട്ടി അല്ലേ. നമുക്ക് ജസ്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ പോരെ. ഇക്വേഷൻ എന്താ, k = m⁴ a എത്രയാണ്, 1 ഇൻറ്റു v⁴b. അപ്പോൾ എത്ര വരും, mv². അപ്പോൾ കൈനറ്റിക് എനർജി എന്താണ്, mv². നമുക്കറിയാം കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ എന്താണ്, ½ mv² ആണ് അല്ലേ. ആ ഹാഫ് ശരിക്കും ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ഡയമെൻഷൻ വെച്ച് കണ്ടുപിടിക്കുമ്പോൾ ഹാഫ് നമുക്ക് കിട്ടൂല, കാരണം എന്താണ്, കോൺസ്റ്റന്റിന് ഇവിടെ ഡയമെൻഷൻസ് ഇല്ലല്ലോ. പക്ഷേ നമുക്കിവിടെ mv² എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടി അല്ലേ. ഇവിടെ ഒരു കോൺസ്റ്റന്റിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ, ഹാഫ് അവിടെ ഉണ്ട്. പക്ഷേ എന്താണ്, mv² എന്നുള്ളവരെ നമുക്ക് എത്തി. ½ mv² ആണ് ശരിക്കും ഇക്വേഷൻ. പക്ഷേ ഈ mv² വരെ എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടും. കാരണം നിങ്ങൾക്ക് ഡയമെൻഷനിൽ ഇത്ര നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, കോൺസ്റ്റന്റിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റൂല. ശരിക്കും ഇവിടെ കൈനറ്റിക് എനർജി എന്താണ്, ½ mv² ആണ്. ഓക്കെ, മനസ്സിലായോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, 26th ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് എബവ് ദ സർഫസ് ഓഫ് എർത്ത്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡെപ്തിലുള്ളത് ചെയ്തു, ഇതുപോലെ തന്നെ ഹൈറ്റിലുള്ളത് കുറച്ചുകൂടി സിമ്പിളാണ്. മറ്റേ സ്ഥലത്ത് നമ്മൾ ചെറിയ മാസ് എടുക്കണം, പിന്നെ ഡെൻസിറ്റി ആണ്, അങ്ങനെ കുറച്ച് കോംപ്ലക്സിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ എന്താണ്, ജസ്റ്റ് ആ ഒരു പിന്നെ നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് മാത്രം കിട്ടിയാൽ മതി. പിന്നെ ഇക്വേഷനെ ഒരു ലൈറ്റ് ഫോമിലേക്ക് ആക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫിഗർ എടുക്കുകയാണെങ്കിൽ ഇവിടെ എർത്ത് ഉണ്ട്, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു ഹൈറ്റിലാണ് ഒബ്ജക്റ്റ് ഉള്ളത് അല്ലേ. എർത്തിൽ നിന്ന് നേരത്തെ ഡെപ്തിൽ, അതായത് എർത്തിൻ്റെ ഉള്ളിലായിരുന്നുള്ളത്, ഇപ്പോൾ ഇത് കുറച്ച് പുറത്താണുള്ളത്. സർഫസിലാണ് എന്ത്, ജീൻ്റെ വാല്യൂ 9.8. അവിടെ നിന്ന് സെൻറ്ററിലേക്ക് വരുമ്പോൾ കുറയും, അവിടെ തന്നെ ഡിസ്റ്റൻസിലേക്ക് പോകുമ്പോൾ അപ്പോഴും കുറയും. അപ്പോൾ ഇവിടെ എർത്ത് ഉണ്ട്, ഒരു നല്ല ഡിസ്റ്റൻസിൽ, അതായത് സെൻറ്ററിന് r ഡിസ്റ്റൻസിൽ എന്തുണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ r ഡിസ്റ്റൻസിനെ ഞാൻ നേരത്തെ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, സർഫസ് എന്നുള്ള ഇതിന് ഹൈറ്റ്, സർഫസ് എന്നുള്ള ഹൈറ്റ് ആണല്ലോ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ഈ എർത്തിന് സർഫസിൽ നിന്ന് എത്രത്തോളം ഡിസ്റ്റൻ്റ് ആണ് ഈ ഒരു ഒബ്ജക്റ്റ്, അതാണ് ഹൈറ്റ്. പിന്നെ ഈ ഒരു സർഫസ് വരെയുള്ള ലെങ്ത് എത്രയാ, റേഡിയസ് ഓഫ് എർത്ത്. അപ്പോൾ എനിക്ക് ഡിസ്റ്റൻസിന് എങ്ങനെ ചെയ്താൽ, r = r+h എന്ന് ചെയ്തല്ലേ. അതായത് ഇവിടെ ഡിസ്റ്റൻസ് വെച്ചാൽ എന്താണ്, r+h ആണ്. പിന്നെ എർത്തും ആ ഒരു ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് r+h ആണ്. പിന്നെ ഈ ഒരു പിന്നെ ഒബ്ജക്റ്റിൻ്റെ മാസ് നമുക്കിവിടെ ആവശ്യമില്ല. പിന്നെ എന്താ, നമ്മുടെ എർത്തിൻ്റെ മാസ് m, പിന്നെ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് g. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ മതി നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മുടെ ഒറിജിനൽ സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്, അതിൻ്റെ വാല്യൂ 9.8 m/s² ആണ്. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരുന്നത്, gm/r² അല്ലേ. ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ ഹൈറ്റിലേക്ക് പോകുമ്പോൾ എന്താ ചേഞ്ച് ആവുന്നത്, എർത്തിൻ്റെ മാസ് ചേഞ്ച് ആവുന്നില്ല, പിന്നെ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ചേഞ്ച് ആവുന്നില്ല. ഇവിടെ എന്താ ചേഞ്ച് ആവുന്നത്, ആ ഒരു ഒബ്ജക്റ്റും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാത്രമേ ചേഞ്ച് ആവുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റും മാസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, എർത്തും പിന്നെ ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, r+h, കുറച്ച് കൂടി, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ g', അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h, നമുക്ക് എന്ത് ചെയ്താൽ പറ്റും, gm, m മാസിൻ്റെ എർത്ത് അങ്ങനെ തന്നെ വരും. പിന്നെ r-ന് വരെ എന്താവും, ഇവിടെയുള്ള സ്മോൾ r ആവും അല്ലേ, r². നമ്മൾ ആ സ്മോൾ r എത്രയാണെന്ന് പറഞ്ഞു, gm/r എത്രയാണ്, r+h ആണ് അല്ലേ, r+h².
അപ്പോൾ ഇതാണ് എന്ത് വരിക ഇക്വേഷൻ വരിക ജി ഡാഷ് ഈക്വൽ ജി എം ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ഇതും ഇനി നമ്മൾ ഒറിജിനൽ 9.8 വാല്യൂ വരുന്ന സർഫസ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താക്കുന്നത് ഡിവൈഡ് ചെയ്യുന്നത് ഈ ഇക്വേഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും ജി ഡാഷ് ബൈ ജി ഈക്വൽ ടു അതായത് ജി ഡാഷ് ബൈ ജി ഇവിടുത്തെ എൽ എച്ച് എസ് ബൈ അവിടുത്തെ എൽ എച്ച് എസ് ഇനി ഇവിടുത്തെ ആർ എച്ച് എസ് ബൈ അവിടുത്തെ ആർ എച്ച് എസ്. അപ്പോൾ ഇവിടെ എന്താ വരിക ജി എം ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എം ബൈ ആർ സ്ക്വയർ. ഇവിടെ ജി എമ്മും ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ ഈ ഡിനോമിനേറ്ററിലുള്ള ആർ സ്ക്വയർ ഏറ്റവും മുകളിൽ പോകും. ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താ എഴുതാൻ പറ്റുമോ നമുക്ക് ജി ഡാഷ് അല്ലേ കിട്ടുന്നുണ്ട്. അപ്പോൾ ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ക്ലോസർ ആണെന്ന് വിചാരിച്ചോ. അതായത് ഈ എർത്തിൻ്റെ സർഫസ് ആയിട്ട് കുറച്ചുകൂടി ക്ലോസർ ആണ്. അതായത് എച്ച് ഈസ് വെരി സ്മോൾ കമ്പയർ ടു റേഡിയസ് ഓഫ് എർത്ത്. അപ്പോൾ ഈ ഒരു എക്സെപ്ഷൻ വരുമ്പോൾ മാത്രം നമുക്ക് ഈ ഇക്വേഷൻ എന്താക്കാൻ പറ്റും കുറച്ചുകൂടി ചെറുതാക്കാൻ പറ്റും. അതായത് ഇതാണ് ഒറിജിനൽ ഇക്വേഷൻ ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. പക്ഷേ ഈ എച്ചിൻ്റെ വാല്യൂ ഭയങ്കര ചെറുതാകുമ്പോൾ നമുക്ക് പിന്നെ എച്ച് ഈസ് വെരി വെരി സ്മോൾ കമ്പയറിംഗ് ടു റേഡിയസ് ഓഫ് എർത്ത്. ഈ കേസ് ആകുന്ന സമയത്ത് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് എന്ത് എഴുതാൻ പറ്റും ജി ഡാഷ് ഈക്വൽ ടു അതിൻ്റെ പ്രൂഫ് വേണമെങ്കിൽ സൈഡ് കാണിച്ചു തരാം. ഇതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത് ജി ഇൻറ്റു 1 - 2h ബൈ ആർ. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആയിട്ട് മാറും. ഇത് ബൈനോമിയൽ പിന്നെ എക്സ്പാൻഷൻ വെച്ചിട്ടാണ് ഇത് വരുന്നത്. അത് വേണമെങ്കിൽ ഞാൻ സൈഡിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതും കൂടെ എക്സാമിന് എഴുതിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ ഇല്ലെങ്കിൽ ചിലപ്പോൾ മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ് ഈ പിന്നെ ജി ഡാഷ് ഈക്വൽ ടു എന്താണ് ജി ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ ഈ ആർ സ്ക്വയറിനാണ് ഡിനോമിനേറ്ററിലേക്ക് എടുത്താൽ എന്ത് വരും ജി ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ എന്നാവില്ലേ. ആറിനെ സ്ക്വയറിൻ്റെ ഉള്ളിലേക്കും ആക്കി ഡിനോമിനേറ്ററിലേക്കും ആക്കി. അപ്പോൾ എന്ത് വരും ജി ബൈ 1 + h ബൈ ആർ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ജി ഇൻറ്റു 1 + h ബൈ ആർ ഹോൾ റേസ് ടു -2. അപ്പോൾ നമ്മൾ ഇതിനെ ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ചെറിയ ഇക്വേഷനിലേക്ക് വരുന്നത്. അതായത് ഇതിനെ ബൈനോമിയൽ എക്സ്പാൻഷൻ വരുന്നത് എന്താണ് ഞാൻ ഇവിടെ സൈഡിൽ എഴുതാം 1 + x ഹോൾ റേസ് ടു -2 ഈക്വൽ ടു എന്താണ് 1 - 2x + x² അങ്ങനെയാണ് പോകുന്നത്. അത് നിങ്ങൾ അധികം ഡീപ്പായിട്ട് പോകുന്നത്. എന്നാലും ഇവിടെ 1 + h ബൈ ആർ ഹോൾ റേസ് ടു -2 എന്ത് വരും 1 - 2h ബൈ ആർ പ്ലസ് പിന്നെ 3h² ബൈ ആർ സ്ക്വയർ. അങ്ങനെ സ്ക്വയർ ടേംസ് ആണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്താക്കാൻ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ നെഗ്ലക്ട് ചെയ്യുന്ന സമയത്താണ് എന്ത് വരുന്നത് ഈ ഒരു ചെറിയ ഇക്വേഷനിലേക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് എന്താണ് ഇക്വേഷൻ ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - 2h ബൈ ആർ. ഇനി ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താണ് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഇസ് റേഡിയസ് ഓഫ് എർത്ത്. അതായത് ഇതുപോലെ തന്നെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു ഹൈറ്റിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ചോദിച്ചത്. എത്ര ഹൈറ്റിലാണുള്ളത് റേഡിയസിൻ്റെ പകുതി ഹൈറ്റിലാണുള്ളത്. അതായത് ഇവിടെ എച്ചിൻ്റെ വാല്യൂ എത്രയാണ് r/2 ആണ് അല്ലേ. എച്ച് എന്ന് വെച്ചാൽ എന്താ സർഫസിൽ നിന്ന് എത്ര ഹൈറ്റിലാണെന്നുള്ളത് അതെത്രയാണ് റേഡിയസിൻ്റെ പകുതിയാണ്. അപ്പോൾ ഇത്രയും ഹൈറ്റിലുള്ള പിന്നെ ഒബ്ജക്റ്റിൻ്റെ അതായത് ആ ഒരു പോയിന്റിൽ എത്രയായിരിക്കും ഇതിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 ഇക്വേഷൻസ് എഴുതി. എന്തൊക്കെ ജി ഡാഷ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഉണ്ട്. പിന്നെ എന്തുണ്ട് ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - 2h ബൈ ആർ ഉണ്ട്. ഇതിൽ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റൂല. കാരണം ഇവിടെ എന്താണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു എച്ച് ഈസ് വെരി വെരി സ്മോൾ അല്ലേ. ഹൈറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു വാല്യൂ ആകുമ്പോൾ മാത്രമേ പറ്റൂ. അതായത് ഇപ്പോൾ ഒരു എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു 2 കിലോമീറ്ററോ 3 കിലോമീറ്ററോ ആണെങ്കിൽ പ്രശ്നമല്ല. കാരണം എത്രയാണ് 6400 കിലോമീറ്റർ ആണ് റേഡിയസ് ഓഫ് എർത്ത്. അപ്പോൾ അവിടെ ഒരു 2-3 കിലോമീറ്റർ അധികം വന്ന് ചോദിച്ചാൽ ഒരു നെഗ്ലിജിബിൾ വാല്യൂ ആണ്. പക്ഷേ ഇവിടെ വെച്ചാൽ റേഡിയസിൻ്റെ പകുതി തന്നെ വരുന്നുണ്ട് അല്ലേ. റേഡിയസിൻ്റെ പകുതി വെച്ചാൽ 3200 കിലോമീറ്റർ മുകളിലാണുള്ളത്. അപ്പോൾ അതിന് വെച്ചാൽ ചെറിയ വാല്യൂ അല്ല. അവിടെ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റൂല ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താണ് വലിയൊരു വാല്യൂ ആണ് എച്ച്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യണം. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ് ജി ഡാഷ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. അല്ല ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എന്തും പറയാൻ പറ്റും ജി ബൈ 1 + h ബൈ ആർ ഹോൾ സ്ക്വയർ. ഒന്നുമില്ല ആ ഒരു ആർ സ്ക്വയറിനെ ഞാൻ നേരത്തെ ചെയ്ത കൊണ്ട് തന്നെ ഡിനോമിനേറ്ററിൽ സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് ആക്കി. അപ്പോൾ ജി ഡാഷ് ഈക്വൽ ടു ജി ബൈ 1 + h ബൈ ആർ ഹോൾ സ്ക്വയർ. നമ്മളിവിടെ എച്ച് എത്രയാണ് തന്നിട്ടുണ്ട് എച്ച് ഈക്വൽ ടു r/2 അല്ലേ. നമ്മളെ എർത്ത് ഇവിടെ ഉണ്ട്. എർത്തിൻ്റെ റേഡിയസ് ഈ റേഡിയസിൻ്റെ പകുതി ഹൈറ്റ് അവിടെയാണ് നമ്മളെ ജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ജി ഡാഷ് ഇവിടുത്താണ് ജി. അപ്പോൾ ഈ ഹൈറ്റ് എത്രയാണ് r/2 ആണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞാൽ എത്ര എച്ച് ഈക്വൽ ടു r/2 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കാരണം പിന്നെ എച്ച് ഈക്വൽ ടു r/2 എന്നുള്ള ഇവിടെ കൊടുക്കുക. അപ്പോൾ ജി ഡാഷ് ഈക്വൽ ടു എത്ര വരും ജി ഡിവൈഡഡ് ബൈ 1 + h. എച്ചിന് എത്ര കൊടുക്കാം r/2 ഡിവൈഡഡ് ബൈ ആർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എത്ര വരും ജി ഡിവൈഡഡ് ബൈ
1 പ്ലസ് ഈ ആറും ആറും ക്യാൻസൽ ചെയ്യൂല, പിന്നെന്താ ഉള്ളത് 1/2 ഹോൾ സ്ക്വയർ അല്ലേ, 1 + 1/2 ഹോൾ സ്ക്വയർ. അപ്പോൾ എത്ര വരും? g ഡിവൈഡഡ് ബൈ 1 + 1/2 എന്ന് വെച്ചാൽ എത്രയാണ്? 3/2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു g ഇൻറ്റു 2 സ്ക്വയർ മുകളിൽ പോവും, താഴത്ത് 3 സ്ക്വയർ അല്ലേ, 2 സ്ക്വയർ മുകളിൽ പോവും, 3 സ്ക്വയർ താഴത്ത്. അപ്പോൾ g ഇൻറ്റു എത്ര? 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9. അപ്പോൾ എത്ര വരും? 4g/9. അപ്പോൾ ഇത്രയുമാണ് എന്ത് വരുന്നത്? ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് വിച്ച് ഈസ് ഹാഫ് ദ റേഡിയസ് ഓഫ് എർത്ത്. അപ്പോൾ അവിടെ എത്ര ഉണ്ടാവുള്ളൂ? 4g/9 ഉണ്ടാവും. അതായത് ഏകദേശം നമ്മൾ 9.8ൻ്റെ പകുതി ഉണ്ടാവുള്ളൂ അവിടെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം സർഫസിൽ നമ്മൾ പിന്നെ ഹൈറ്റിലേക്ക് പോകുന്തോറും കുറയും, അവിടെ തന്നെ ഡെപ്തിലേക്ക് പോകുമ്പോഴും കുറയും. അതുകൊണ്ട് തന്നെ സെൻട്രൽ 0 ആയിരിക്കും. അത് ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ആ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര എഴുതിയാൽ മതി. ഇവിടെ ഡെറിവേഷൻ ഉണ്ട്. ഇതാണ് ഒറിജിനൽ ഇക്വേഷൻ. അതിൻ്റെ അകത്ത് ചെറിയൊരു കണ്ടീഷൻ, അതായത് എച്ചിൻ്റെ വാല്യൂ ഭയങ്കര ചെറുതാകുന്ന സമയത്ത് ഈ ഇക്വേഷൻ വരും. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ ആണ്. അതിൻ്റെ അകത്ത് ഹാഫ് ദ റേഡിയസ് ഓഫ് എർത്ത് ആകുമ്പോൾ എത്രയാണ് g എന്നാണ് ചോദിച്ചത്. അപ്പോൾ g' എത്ര കിട്ടി? 4g/9. അപ്പോൾ നമ്മൾ ഗ്രാവിറ്റേഷൻ പിന്നെ വർക്ക് എനർജി അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സ് ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ്, അതായത് 27th ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ബ്രേക്കിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം. ഹായ് മക്കളെ, നിങ്ങളെല്ലാവരും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫിസിക്സിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ബാക്കി ചാപ്റ്റേഴ്സായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദി മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് കോൾഡ്. മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ നമ്മൾ എന്താണ് വിളിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഒബ്ജക്റ്റുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വന്നിട്ട് അവ മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന സമയത്ത് ആ 2 ബോഡികൾക്കിടയിൽ ഉണ്ടാവുന്ന ഫോഴ്സിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന്. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡീസ് എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല, മൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫ്രിക്ഷനാണ് ഞാൻ എന്ത് വിളിക്കുക? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുക. ആൻഡ് മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ എനിക്ക് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ ആയി ദി മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ദി മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം ഈസ് കോൾഡ്. നമ്മുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം മൊമെന്റം പി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. പക്ഷേ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ദി മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റ് ഈസ് കോൾഡ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആംഗുലാർ മൊമെന്റം ആണ്. ആരാണ്? ആംഗുലാർ മൊമെന്റം. ദി മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം ഈസ് കോൾഡ് ആംഗുലാർ മൊമെന്റം. നമുക്കറിയാം ആംഗുലാർ മൊമെന്റം എൽ ഈസ് ഈക്വൽ ടു എന്തായിരുന്നടാ? ആർ ക്രോസ് പി ആണ്. ആംഗുലാർ മൊമെന്റം എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി ആണ്. ഓക്കെ, ദി മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം ഈസ് കോൾഡ് ആംഗുലാർ മൊമെന്റം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ആംഗിൾ ബിറ്റ്വീൻ a vector is equal to I plus j, vector v is equal to I minus j. ഓക്കെ, ആംഗിൾ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന പ്രോപ്പർട്ടി എന്ന് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ശ്രദ്ധിച്ചോ, വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി is equal to എന്തായിരുന്നടാ? എ ബി കോസ് തീറ്റ. നമ്മളെടുത്ത് ആംഗിൾ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റിനെ ഞാൻ എവിടെ വെച്ചിട്ട് എയും ബി എടുത്തു കഴിഞ്ഞാൽ ഇവിടേക്ക് വരുന്ന സമയത്ത് എന്താവും? ഡിവിഷൻ ആവും. അപ്പം വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് വന്നടാ? കോസ് തീറ്റ വന്നു. ഓക്കെ, ശരിയാണല്ലോ. അപ്പം ഇനി എനിക്ക് എന്ത് ചെയ്ത് നോക്കിയാൽ മതി? ജസ്റ്റ്
എ ഡോട്ട് ബി ചെയ്താൽ മതി. എ ഡോട്ട് ബി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചോ, 1 ഇൻറ്റു 1 1 ഇൻറ്റു 1 എന്ത് വന്നടാ 1, പിന്നെ 1 ഇൻറ്റു -1 എന്ത് വന്നു -1. അപ്പോൾ ഈസ് ഈക്വൽ ടു 1 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. അപ്പോൾ എനിക്ക് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എന്ത് വന്നു 0 കിട്ടി. ആൻഡ് പിന്നെ എന്തുണ്ടാവും, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു കോസ് തീറ്റ എന്നാണ് ഉണ്ടാവുക. ഇനി എന്ത് വന്നു കഴിഞ്ഞാലും ഇവിടെ ഫ്രാക്ഷനിൽ മുകളിൽ എന്ത് വന്നിട്ടുണ്ട് 0 വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് വരും, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താടാ കിട്ടുക, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എനിക്ക് 0 വന്നു. നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത് ആംഗിൾ ആണ് അഥവാ തീറ്റയാണ്. അപ്പോൾ ആംഗിൾ ഈസ് ഈക്വൽ ടു എന്താണ്, കോസ് ഇൻവേഴ്സ് 0 ആണ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 90 ആണ്. നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആംഗിൾ എന്താണ് 90 ഡിഗ്രി. ഓക്കെ, കറക്റ്റ്. നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A body traveling along a circular path of radius 10 meters as shown below. If it travels from A to B, find the distance and displacement of the body. ഓക്കെ, അതായത് മക്കളെ ഒന്നുമില്ല, ഇവിടെ ശ്രദ്ധിച്ചോ, ഈ ഒരു ബോഡി എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ബി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ഇയാൾ മൂവ് ചെയ്യുന്നത് ഒരു സർക്കുലാർ പാത്തിലാണ്. ഓക്കെ, നമുക്കറിയാം ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ്. സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ്. അപ്പൊ നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് എ മുതൽ ബി വരെ ബോഡി ട്രാവൽ ചെയ്യുന്നുണ്ട്, അയാളുടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റുമാണ് നമ്മുടെ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സർക്കിളിന്റെ ടോട്ടൽ സർക്കംഫറൻസ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റടാ, ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. റേഡിയസ് ഇവിടെ തന്നിട്ടുള്ളത് 10 മീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സർക്കംഫറൻസ് സി ഈസ് ഈക്വൽ ടു എന്ത് വരും, 2 ഇൻറ്റു പൈ ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ എനിക്ക് എന്ത് ചെയ്യണം, 2 ചെയ്യണം. എന്നാൽ മാത്രമേ എ ടു ബി വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഡിവൈഡഡ് ബൈ 2 ചെയ്യാണ്. അങ്ങനെ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇയാളെ കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും, 5 വരും. ആൻഡ് അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആളുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എനിക്ക് 10 പൈ എന്നാണ് ആൻസർ കിട്ടുക. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 പൈ ആണ് കിട്ടുന്നത്. അടുത്തത് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ആണ്. ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. മക്കൾ ഇതിലേക്ക് ശ്രദ്ധിച്ചോ, നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എ ആണ് ആൻഡ് ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് ആരാണ്, ബി ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ്, അതായത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. ഈ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 10 ആണ്. അപ്പോൾ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 + 10 എന്ത് വരടാ 20 എന്ന് വരും. അതായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, 10 + 10 20 മീറ്റർ എന്ന് പറയാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓക്കെ, ചുവടെ കൊടുത്തിട്ടുള്ള ABCD 4 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഇത് ഏത് ടൈപ്പ് ഓഫ് വർക്ക് ആണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 3 ടൈപ്സ് ഓഫ് വർക്കുകളാണ് പഠിച്ചിട്ടുള്ളത്. പോസിറ്റീവ് വർക്ക് ഉണ്ട്, നെഗറ്റീവ് വർക്ക് ഉണ്ട്, ആൻഡ് ആരുണ്ടടാ 0 വർക്ക് ഉണ്ട്. മക്കളെ നമുക്കറിയാം വർക്കിന്റെ ഇക്വേഷൻ W = F.S ആണ്. ഒരാൾ വർക്ക് ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്ത് വരണം, ഫോഴ്സ് ഉണ്ടാവണം, അല്ലെങ്കിൽ ആരുണ്ടാവണം, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം. ആൻഡ് ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ കോസ് തീറ്റ കൂടി എടുക്കും. തീറ്റ ഒരിക്കലും എന്താവരുത്, 90 ഡിഗ്രി ആവരുത്. കാരണം കോസ് 90ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. അപ്പോൾ ഒരാൾ വർക്ക് ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫോഴ്സ് വേണം, ഡിസ്പ്ലേസ്മെന്റ് വേണം. തീറ്റ ഒരിക്കലും എന്താവരുത്, 90 ഡിഗ്രി ആവരുത്. ആൻഡ് നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് ഓഫ് വർക്കാണ്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, 0 ഉണ്ട്. മക്കൾ ശ്രദ്ധിച്ചോ, പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സും അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷനിലാണ് എങ്കിൽ നമുക്ക് പോസിറ്റീവ് വർക്ക് എന്ന് പറയാം. ആൻഡ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് വർക്ക് എന്ന് പറയാം.
സീറോ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫോഴ്സ് സീറോ ആവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവുക, അല്ലെങ്കിൽ ആംഗിൾ 90 ആയി കഴിഞ്ഞാൽ എന്ത് വരും കോസ് 90 എടുക്കുന്ന സമയത്ത് സീറോ വരും. ഈ 3 കണ്ടീഷനിൽ ഏത് വന്നു കഴിഞ്ഞാലും എന്താണെന്ന് പറയാൻ പറ്റും, നമുക്ക് സീറോ വർക്കാണെന്ന് പറയാൻ പറ്റും. ആൻഡ് ഇനി ഇവിടെ തന്നിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം ഏത് വർക്കാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്. നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക എപ്പോഴും മോഷന് ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കടാ നെഗറ്റീവ് ആയിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് നെഗറ്റീവ് ആയിരിക്കും. അടുത്തത് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓൺ എ ബോഡി മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത്. ഓക്കെ, ശ്രദ്ധിച്ചോ, ഒരു ബോഡി ഈ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്നുണ്ട് ആൻഡ് സെൻട്രലിലേക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. ഇയാൾക്ക് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയറക്ഷനിലാണ്. ആംഗിൾ എന്ത് വന്നു വന്നടാ 90 വന്നു. അപ്പോൾ വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സും ഓൾവേസ് എന്തായിരിക്കും സീറോ ആയിരിക്കും. വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് സീറോ ആണ്. അടുത്തത് ചോദിച്ചിട്ടുള്ളത് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻ എ ഫ്രീലി ഫാളിംഗ് ബോഡി. മക്കളെ ശ്രദ്ധിച്ചോ, ഈ പെണ്ണ് ഞാൻ ജസ്റ്റ് താഴോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ പെണ്ണ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, താഴോട്ടാണ് മൂവ് ചെയ്യുക. അതേപോലെ ഈ പെണ്ണിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും എങ്ങോട്ടാണ് ഉണ്ടാവുക, താഴോട്ടാണ്. അപ്പം ഡിസ്പ്ലേസ്മെന്റും താഴോട്ടാണ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും താഴോട്ടാണ്. അപ്പം നമുക്ക് പറയാം ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താന്ന് പറയാൻ പറ്റും, പോസിറ്റീവ് വർക്ക് ആണ് എന്ന് പറയാൻ പറ്റും. അടുത്തത് work done by person carrying a load on his head and walks along a horizontal level road. മക്കൾ ശ്രദ്ധിച്ചോ, സിമ്പിൾ ആണ്. നമുക്ക് ബംഗാളികളുടെ അടുത്തൊക്കെ പൈസ കൊടുക്കാണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലെവൽ ഓഫ് ടെക്നിക്കാണ്. ശ്രദ്ധിച്ചോ, ഇത് ഒരു മനുഷ്യനാണെന്ന് വിചാരിച്ചോ, ഓക്കെ ഞാനാണെന്ന് വിചാരിച്ചോ, ഇയാൾ തലയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലോഡ് ക്യാരി ചെയ്യുന്നുണ്ട്, അതായത് ഒരു സിമെന്റ് ക്യാരി ചെയ്യുന്നുണ്ട്. ഞാൻ ഫോഴ്സ് കൊടുക്കുക എങ്ങോട്ടാണ്, മുകളിലേക്കായിരിക്കും ഫോഴ്സ് കൊടുക്കുക. ആൻഡ് ഇതാണ് എൻ്റെ ലെവലായിട്ടുള്ള റോഡ് എന്ന് പറയുന്നത്. ഈ റോഡിലൂടെ ഞാൻ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയറക്ഷനിലാണ്. അപ്പം ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ എന്താ മോനെ, ആംഗിൾ എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ ആംഗിൾ 90 വന്നു കഴിഞ്ഞാൽ വർക്ക് എന്താന്ന് പറയാൻ പറ്റും, സീറോ ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇവിടെ എന്ത് കിട്ടി, വർക്ക് സീറോ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് വെദർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഓർ ഫാൾസ്. കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി വെലോസിറ്റി ഓഫ് ദി ബോഡി, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓഫ് ഫ്രിക്ഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, നമുക്ക് അറിയേണ്ടത് ലോസ് ഓഫ് ഫ്രിക്ഷൻ. ലോസ് ഓഫ് ഫ്രിക്ഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ടാൻജൻഷ്യൽ ടു ദി സർഫസ് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ എ നാച്ചർ ഓഫ് ദി സർഫസ് ഇൻ കോണ്ടാക്ട് ആണ്. അടുത്തത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് റിലേറ്റീവ് വെലോസിറ്റി. ആൻഡ് അടുത്തത് പറഞ്ഞിട്ടുള്ളത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഇതിൽ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻ ടു എൻ. ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. മ്യൂനെ ഞാൻ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്നും വിളിക്കും. അപ്പോൾ നമുക്ക് എഫ് ബൈ എൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, മ്യൂ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി വെലോസിറ്റി ഓഫ് ദി ബോഡി. ഞാൻ നേരത്തെ പറഞ്ഞ സമയത്ത് ലോസ് ഓഫ് ഫ്രിക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് റിലേറ്റീവ് വെലോസിറ്റി അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി എന്ന്. അപ്പം എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി, ഫാൾസ് ആണ് എന്ന് മനസ്സിലായി. അടുത്തത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതെന്താണ്, കറക്റ്റ് ആണ്, ട്രൂ ആണ്. ഇയാൾ എന്താണ്, കറക്റ്റ് ആണ്. അടുത്തത് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഇവിടെ എഴുതിയിട്ടുണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് നോർമൽ റിയാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. അപ്പോൾ സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും എന്താണെന്ന് മനസ്സിലായി, ട്രൂ ആണ് എന്ന് മനസ്സിലായി. മക്കൾ ലോസ് ഓഫ് ഫ്രിക്ഷൻ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിക്കുക. നമ്മളെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശ്രദ്ധിച്ചോ. Define average velocity and average speed, draw position time graph of a body having zero acceleration. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ശ്രദ്ധിച്ചോ, ആവറേജ് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ ഞാൻ എഴുതുന്നത് ശ്രദ്ധിച്ചോ, വി ആവറേജ്. ഓക്കെ, ആവറേജ് വെലോസിറ്റി ആണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ആവറേജ് വെലോസിറ്റി കിട്ടും. ആൻഡ് ആവറേജ് സ്പീഡ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതിയടാ, ടോട്ടൽ
ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആവറേജ് സ്പീഡ് കിട്ടും. അപ്പോൾ ആവറേജ് വെലോസിറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കവേർഡ് ബൈ എ ബോഡി ഇൻ ടോട്ടൽ ടൈം, ആൻഡ് ആവറേജ് സ്പീഡിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൻ പറ്റും? ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ ബോഡി ഇൻ ടോട്ടൽ ടൈം എന്ന് വിളിക്കാൻ പറ്റും. ആൻഡ് അടുത്തത് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത് ഡ്രോ ദി പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഹാവിംഗ് സീറോ ആക്സലറേഷൻ. ആക്സലറേഷൻ സീറോ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് നമ്മുടെ അടുത്ത് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആക്സലറേഷൻ സീറോ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. മക്കളെ, നിങ്ങൾക്ക് അറിയാം, നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചിട്ടുള്ളതാണ് യൂണിഫോം മോഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം മോഷൻ എന്തായിരുന്നു? ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് മോഷനെ ഞാൻ വിളിച്ചിട്ടുള്ളതാണ് യൂണിഫോം മോഷൻ എന്ന്. ഓക്കെ, യൂണിഫോം മോഷനിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആര് കോൺസ്റ്റന്റ് ആണ്? വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് യൂണിഫോം മോഷനിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പോൾ യൂണിഫോം മോഷനിൽ ആക്സലറേഷൻ എന്താണെന്ന് മനസ്സിലായി മക്കളെ? സീറോ ആണ് എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിഫോം മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചാൽ മതി. യൂണിഫോം മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് നമുക്കറിയാം. ഞാൻ വൈ ആക്സിസിൽ പൊസിഷൻ കൊടുത്തു ആൻഡ് എക്സ് ആക്സിസിൽ ആരെ കൊടുത്തു? ടൈം കൊടുത്തു. ഇത് പോസിറ്റീവ് യൂണിഫോം മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഇവിടെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? സീറോ ആണ്. ഓക്കെ, ഇതിൽ മോഷനിനെ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഞാൻ അഡീഷണലി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോ. നമ്മളെടുത്ത് എല്ലാ ഗ്രാഫുകളും മക്കൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, എല്ലാ ഗ്രാഫും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ആദ്യം നമുക്ക് ആകെ 2 ടൈപ്പ് ഓഫ് ഗ്രാഫുകളാണ് നമ്മൾ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഗ്രാഫുകൾ എന്ന് പറയുന്നത്, ഒന്ന് പൊസിഷൻ ടൈം ഗ്രാഫും നമ്മൾ പഠിക്കുന്നുണ്ട്, ആൻഡ് അതേപോലെ വെലോസിറ്റി ടൈം ഗ്രാഫും പഠിക്കുന്നുണ്ട്. പൊസിഷൻ ടൈം ഗ്രാഫ് ഉണ്ട് ആൻഡ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ട്. ആദ്യം ഞാൻ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ യൂണിഫോം മോഷനിൻ്റെ മുമ്പേ ഞാൻ എന്ത് വരയ്ക്കുന്നുണ്ട്? സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ഷേപ്പ് ഇതാണ്. ഇത് സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണ്. ആൻഡ് ഇത് പോസിറ്റീവ് യൂണിഫോം മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. ആൻഡ് ഇവിടെ എന്തുണ്ടാവും? നെഗറ്റീവ് യൂണിഫോം മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? എല്ലാ ഗ്രാഫുകളും അതേപോലെ വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കുക. ഇത് എല്ലാ ഗ്രാഫുകളും എന്ത് ചെയ്യുക? ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? നാളെ എക്സാം ഹാളിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ശ്രദ്ധിച്ചോ. സ്റ്റേറ്റ്സ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ യൂസിങ് ഇറ്റ് ഡിറൈവ് ആൻ ഇക്വേഷൻ ഓഫ് ഫോഴ്സ്. വളരെ സിമ്പിളാണ്. പിന്നെയും നമ്മൾ എത്തിയിട്ടുള്ളത് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ്. ഓക്കെ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചോ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി എന്നങ്ങോട്ട് എഴുതുക. എന്നിട്ട് മക്കൾക്കറിയാം ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റം എന്നറിയാലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെഫിനിഷൻ ഉണ്ടാക്കാൻ പറ്റും. ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് പറയാം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഓക്കെ, ഇതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. എഫ് ഇസ് ഈക്വൽ ടു എം എ ഡിറൈവ് ചെയ്യണം. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു എം എ ഡിറൈവ് ചെയ്യാൻ വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചോ. എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡി പി ബൈ ഡി ടി ആണ് നമ്മുടെ ഇക്വേഷന്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരണം. ഞാൻ കൊണ്ടുവന്നിട്ടുള്ള കോൺസ്റ്റന്റ് കെ ആണ്. കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി ആണ്. മക്കളെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റോ ആണ്. പിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ ഞാൻ ഇവിടെ എഴുതേണ്ട കാര്യമില്ല. ഇത് പിക്ക് ഞാൻ എന്ത് ചെയ്ത് കൊടുക്കണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എന്ത് വരടാ? കെ ഇൻറ്റു ഡി ഇൻറ്റു എം വി ബൈ ഡി ടി എന്ന് വന്നു. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ മാറ്റിയത് എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. മക്കള് ഈ ടേമിനെ ശ്രദ്ധിച്ചോ. ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ആക്സലറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ കൊടുത്തു എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായി?
ആക്സിലറേഷൻ ആയി. ഓക്കെ, നമ്മുടെ ഈ ഇക്വേഷനിൽ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് വന്നു? എഫ് ഇസ് ഈക്വൽ ടു എം എ. ഓക്കെ, ഇത് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്തു? ഡിറൈവ് ചെയ്തെടുത്തു. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Define impulsive force, give one example for it and ഒരു പ്രോബ്ലവും തന്നിട്ടുണ്ട്. ഓക്കെ, ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഫോർ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം. ഒരു ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈമിലേക്ക് ഒരു ലാർജ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് അടുത്തത് ഇമ്പൾസ് ഉണ്ടാവും. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആഫ്റ്റർ എഫക്റ്റ് ഓഫ് ഇമ്പൾസീവ് ഫോഴ്സ്. അപ്പോൾ ഒരു ലാർജ് ഫോഴ്സ് ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈമിന് ആക്ട് ചെയ്യുന്നതിന്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസീവ് ഫോഴ്സിനുള്ള എക്സാമ്പിൾ ആയി. ഓക്കെ, അപ്പോൾ ഇമ്പൾസീവ് ഫോഴ്സിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആണി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു ലാർജ് ഫോഴ്സ് ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈമിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ രണ്ട് ബോഡികൾ തമ്മിൽ കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ ലാർജ് ഫോഴ്സ് ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈമിലേക്കാണ് കിട്ടുന്നത്. അതേപോലെ ഒരു ബോൾ നമ്മൾ കിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതേ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇത് മൂന്നും എന്തിന് എക്സാമ്പിൾ ആണ്? ഇമ്പൾസീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം, ശ്രദ്ധിച്ചോ. A batsman hits back a ball straight in the direction of bowler without changing its initial speed 12 meter per second. അപ്പോൾ സ്പീഡ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 12 meter per second എന്ന് കിട്ടി. ഇഫ് ദി മാസ് ഓഫ് ദി ബോൾ ഈസ് മാസ് ഓഫ് ദി ബോൾ ഈസ് ഈക്വൽ ടു 0.15 കിലോഗ്രാം എന്ന് കിട്ടിയിട്ടുണ്ട്. ഡിറ്റർമൈൻ ദി ഇമ്പൾസ് ഇമ്പാർട്ടഡ് ടു ദി ബോൾ. ഓക്കെ, ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. അങ്ങനെയാണെങ്കിൽ ആ ബോളിന് ഇനീഷ്യലി ഉണ്ടാവുന്ന മൊമെൻറ്റം കാണാം, ആൻഡ് പിന്നെ എന്ത് ചെയ്യുക? ഫൈനലി ഉണ്ടാവുന്ന മൊമെൻറ്റം കാണാം, ആൻഡ് ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുക? ഇമ്പൾസ് കിട്ടും. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനീഷ്യലി ഉണ്ടാവുന്ന മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു എന്താണ്? 0.15 ഈസ് ഈക്വൽ ടു എനിക്ക് 1.8 എന്ന് കിട്ടും. ഓക്കെ, ഇമ്പൾസ് എന്ത് കിട്ടി? മൊമെൻറ്റം, ഇനീഷ്യൽ മൊമെൻറ്റം എന്ത് കിട്ടി? 1.8 എന്ന് കിട്ടി. അടുത്തത് എന്താണ്? ഫൈനൽ മൊമെൻറ്റം ആണ്. ഫൈനൽ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ആദ്യം ബോള് ബാറ്റ്സ്മാൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ വെലോസിറ്റി എന്ത് ചെയ്തു? പോസിറ്റീവ് ആക്കി എടുത്തു. ആൻഡ് പിന്നെ ബാറ്റ്സ്മാന് ബോള് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ബോൾ ബാറ്റ്സ്മാൻ്റെ എവേ ആയിട്ട് പോവുകയാണ്. ആ സമയത്ത് ഞാൻ വെലോസിറ്റി എന്ത് ചെയ്തു? നെഗറ്റീവ് ആയിട്ട് എടുത്തു. അപ്പോൾ ഫൈനൽ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു -12 ഇൻറ്റു 0.15 എന്ന് വന്നു. ഇതും സെയിം ആൻസർ എന്ത് വരടാ? -1.8 എന്ന് കിട്ടി. ഞാൻ പറഞ്ഞു ഇമ്പൾസ് ഈസ് ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം കാണാൻ ചേഞ്ച് ഇൻ മൊമെൻറ്റം കാണാൻ എന്ത് ചെയ്താൽ മതി? മൊമെൻറ്റം ഫൈനൽ മൈനസ് മൊമെൻറ്റം ഇനീഷ്യൽ ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താടാ വരിക? -1.8 മൈനസ് എന്താണ്? 1.8. അതെന്ത് വരടാ? -3.6. നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് എന്താണ്? ഇമ്പൾസ് ആണ്. ഇമ്പൾസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആരാണ്? ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ഓക്കെ, ആൻസറായി. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ദി പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ആൻഡ് ബി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് പ്രൂവ് ദി പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഇൻ ദി കേസ് ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. എടാ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോം ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ ഫോം. അതാണ് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ബി ക്വസ്റ്റ്യൻ്റെ ഡെറിവേഷൻ ചെയ്യുന്നത് മക്കളെ ഇവിടെ ശ്രദ്ധിച്ചോ. ഒരു ഫ്രീലി ഫാളിംഗ് ബോഡി. ഞാൻ എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ഒരു ബോളിനെ താഴോട്ടിടുകയാണ്. ഇവിടെ എനിക്ക് ഗ്രൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഫൈനലി ആ ബോൾ എവിടെ എത്തുക? ഗ്രൗണ്ടിലെത്തും. ഗ്രൗണ്ടിലുള്ള പോയിന്റിനെ ഞാൻ സി എന്ന് വിളിച്ചു. ആൻഡ് ഈ എക്കും ബിക്കും ഇടയിലുള്ള ഒരു പോയിന്റിനെ ഞാൻ എന്ത് വിളിച്ചു മോനെ? ബി എന്ന് വിളിച്ചു. ഓക്കെ, ശ്രദ്ധിച്ചു. എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ എച്ച് എന്ന് മാർക്ക് ചെയ്തു. അതേപോലെ ബി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ എക്സ് എന്ന് മാർക്ക് ചെയ്തു. ഇവിടെ നടക്കുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ഒരു ബോളിനെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തു. ഫൈനലി അയാൾ സിയിൽ എത്തുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പൊസിഷനെ ഞാൻ ബി എന്ന് വിളിച്ചു.
എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് എച്ച് ആണ് ആൻഡ് ബി ടു സി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഓക്കെ, കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി എന്ത് ചെയ്യാം, എല്ലാ പൊസിഷനിലെയും എനർജി സെയിം ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്ത് എടുക്കാനുള്ളത്. എല്ലാ പൊസിഷനിലെയും എനർജി സെയിം ആയിരിക്കും എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ എനിക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ടോട്ടൽ എനർജിയാണ്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. എനിക്ക് 3 പോയിന്റിലെയും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 പോയിന്റിലെ എന്ത് കിട്ടും, ടോട്ടൽ എനർജി കിട്ടും. ആൻഡ് ആ ടോട്ടൽ എനർജി എന്ത് കിട്ടണം, സെയിം കിട്ടണം. നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ അറ്റ് എ എന്ന് പറയുന്ന പൊസിഷനിലെ കൈനറ്റിക് എനർജി മെഷർ ചെയ്യാൻ പോവാണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ, ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ ആണ്. നിങ്ങൾ പിക്ചറിലേക്ക് വന്നോ, എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ഞാൻ ആ ബോളിനെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യാണ്. അപ്പം അവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ അയാളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എനിക്ക് ഇവിടെ വിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും, 0 കൊടുക്കാം. അപ്പം എനിക്ക് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്ത് വരും എടാ, 0 വരും. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. കൈനറ്റിക് എനർജി മാത്രം ഫൈൻഡ് ചെയ്താൽ മതിയോ, പോരാ, പൊട്ടൻഷ്യൽ എനർജി കൂടി ഫൈൻഡ് ചെയ്യണം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം mgh ആണ്. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ആണ്. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇപ്പോൾ ഇവിടെ ബോഡി ഉള്ളത് എവിടെയാ, എ എന്ന് പറയുന്ന പൊസിഷനിലാണ്. ഇവിടെയും ഹൈറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, എച്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജിയും എന്ത് കിട്ടി, mgh കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു, ഞാൻ നേരത്തെ പറഞ്ഞു, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റൂടാ, കൈനറ്റിക് എനർജി 0 ആണ്, പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. ഓക്കെ, അപ്പം അറ്റ് എ എന്ന് പറയുന്ന പൊസിഷനിലെ ടോട്ടൽ എനർജി എനിക്ക് എന്ത് കിട്ടി, mgh കിട്ടി. ഇനി ബിയും സിയും എന്ത് കിട്ടണം, mgh കിട്ടണം. കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇനി അടുത്തത് അറ്റ് ബി എന്ന് പറയുന്ന പൊസിഷൻ. ബി എന്ന് പറയുന്ന പൊസിഷനിൽ ഞാൻ ആദ്യം ഫൈൻഡ് ചെയ്യാൻ പോകുന്നത് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ്. ഇനി പിക്ചറിലേക്ക് വന്നോ, ബി എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഞാൻ ബോളിനെ ഡ്രോപ്പ് ചെയ്തതാണ്. ആൻഡ് ബി എന്ന് പറയുന്ന പോയിന്റിൽ ആ ബോളിന് എന്തുണ്ട്, ഒരു വെലോസിറ്റി ഉണ്ട്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഇയാൾ ഗ്രൗണ്ടിലേക്ക് വരികയാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള പോയിന്റാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ ആ ബോളിൻ്റെ വെലോസിറ്റി ഒരിക്കലും എന്തല്ല, 0 അല്ല. അപ്പോൾ വി ഇവിടെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റൂല, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ വീക്കിൽ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഏത് യൂസ് ചെയ്യാടാ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as യൂസ് ചെയ്യാം, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ബോളിനെ ഡ്രോപ്പ് ചെയ്യാണ്. അപ്പോൾ അയാളെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് യുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും മക്കളെ, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താടാ വരിക, 2as. ഇവിടെ ബോള് എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് താഴോട്ട് ഫ്രീ ഫാളിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്സലറേഷന് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ എക്ക് പകരം ജി എന്ന് എഴുതി. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ബോൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ബി എന്ന് പറയുന്ന പൊസിഷനിലാണ്. നോക്കിക്കോ, ബി എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുന്ന സമയത്ത് എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ആദ്യം ബോൾ എയിലാണ്, ഇപ്പോൾ ബോൾ ബിയിൽ എത്തിയിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. അതായത് എച്ച് എന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി, എക്സ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് വന്നടാ, എച്ച് മൈനസ് എക്സ്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, 2g ഇൻറ്റു എന്ത് എഴുതാം, എച്ച് മൈനസ് എക്സ്. ഓക്കെ, 2g ഇൻറ്റു എച്ച് മൈനസ് എക്സ് എന്ന് എഴുതി. ഓക്കെ, ഈ വിൻ്റെ വാല്യൂ ഞാൻ ഈ കൈനറ്റിക് എനർജിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു 2g ഇൻറ്റു എച്ച് മൈനസ് എക്സ് എന്നല്ലേ വരിക. എടാ അവിടെ ശ്രദ്ധിച്ചോ, 2ഉം 2ഉം ചത്തുപോകും. പിന്നെ ബാക്കി ആരെ ഉണ്ടാവുള്ളടാ, mg ഇൻറ്റു എച്ച് മൈനസ് എക്സ് ആണ് നമ്മുടെ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി മാത്രം ഫൈൻഡ് ചെയ്താൽ മതിയോ, പോരാ. ഓക്കെ, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൈനറ്റിക് എനർജി മാത്രം ഫൈൻഡ് ചെയ്താൽ മതിയോ, പോരാ. ഞാൻ എന്തുകൂടി ഫൈൻഡ് ചെയ്യണടാ, പൊട്ടൻഷ്യൽ എനർജി കൂടി എന്ത് ചെയ്യണം, ഫൈൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എന്താണ്, mgh ആണ്. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധനം, ഹൈറ്റ് ആണ്. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ആണ്. ഇവിടെ ശ്രദ്ധിച്ചോ, ബോൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ബി എന്ന് പറയുന്ന പൊസിഷനിലാണ് ബോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അയാൾ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുക. അപ്പം ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ, എക്സ് ആണ്. അപ്പോൾ എച്ചിന് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റൂടാ,
എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എന്ത് വന്നു? എം ജി എക്സ് വന്നു. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എക്സ്. ഇനി ഞാനിത് ബാക്കി എഴുതുന്നത് ശ്രദ്ധിച്ചോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ടോട്ടൽ എനർജി ഫൈൻഡ് ചെയ്യാണ്. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. കൈനറ്റിക് എനർജി ഞാനിവിടെ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ജി ഇൻറ്റു എച്ച് മൈനസ് എക്സ് ആണ്. പ്ലസ് പിന്നെ ആരുണ്ടടാ? എം ജി എക്സ് ഉണ്ട്. ഓക്കെ, എം ജി എക്സ് ഞാൻ ബ്രാക്കറ്റ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്. എം ജി എച്ച് മൈനസ് എം ജി എക്സ് പ്ലസ് എം ജി എക്സ് എന്ന് വരും. മൈനസ് എം ജി എക്സും പ്ലസ് എം ജി എക്സും ക്യാൻസൽ ചെയ്ത് പോവും. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച് എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? അറ്റ് ബിയിലുള്ള ടോട്ടൽ എനർജിയും എം ജി എച്ച് എന്ന് കിട്ടി. ഇനി ഞാൻ ഫൈൻഡ് ചെയ്യേണ്ടത് എവിടെയുള്ളതാടാ? അറ്റ് സിയിലുള്ളതാണ്. അറ്റ് സിയിലുള്ളത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവരെയൊക്കെ ഒന്ന് മയക്കുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോ. ഓക്കെ, ഇപ്പം നമുക്ക് എ എന്ന് പറയുന്ന പൊസിഷനിലെ ടോട്ടൽ എനർജി എന്ത് വന്നു? എം ജി എച്ച് വന്നു. ബി എന്ന് പറയുന്ന പൊസിഷനിലെയും ടോട്ടൽ എനർജി എം ജി എച്ച് വന്നു. ഇനി ഞാൻ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത് സി എന്ന് പറയുന്ന പൊസിഷനിലെ ടോട്ടൽ എനർജിയാണ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എഴുതാം അറ്റ് സി. അറ്റ് സിയിലെ ടോട്ടൽ എനർജി കാണണമെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഞാൻ ആദ്യം മെഷർ ചെയ്യാൻ പോകുന്നത് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പോൾ ബോൾ ഇപ്പോൾ എവിടെയാണ് എത്തിയിട്ടുള്ളത്? ബോൾ എത്തിയിട്ടുള്ളത് എയിൽ നിന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് അയാൾ ഇപ്പോൾ സി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അപ്പം അയാളെ വെലോസിറ്റി അവിടെയും നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല, 0 ആണ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അവിടെയും അയാൾക്ക് എന്തുണ്ട്? ഒരു വെലോസിറ്റി ഉണ്ട്. ആൻഡ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? യു സ്ക്വയർ പ്ലസ് 2as ആണ്. ബോളിനെ ഞാൻ ഇനീഷ്യലി ഡ്രോപ്പ് ചെയ്യാണ്. അപ്പോൾ അയാളെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. അപ്പോൾ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 2as എന്ന് വന്നു. ആൻഡ് ഇയാൾ ഇവിടെ ഫ്രീ ഫാളിലാണ്. ആക്സലറേഷന് പകരം എനിക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊടുക്കാം, 2g കൊടുക്കാം. ആൻഡ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ശ്രദ്ധിച്ചോ, ബോൾ ആദ്യം ഉണ്ടായിരുന്നത് എ എന്ന് പറയുന്ന പൊസിഷനിലാണ്. ഫൈനലി അയാളുള്ളത് സി എന്ന് പറയുന്ന പൊസിഷനിലാണ്. അപ്പോൾ അയാളുടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ആരാടാ? എച്ച് ആണ്. അപ്പം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gh എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫൈനലി ഇതെനിക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ. ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ. വി സ്ക്വയറിന് പകരം നമ്മൾ കണ്ടുപിടിച്ചു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2gh. 2 2 ക്യാൻസൽ ചെയ്ത് പോയി. ഇപ്പം എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് 2 2 ആണ് ക്യാൻസൽ ചെയ്ത് പോയിട്ടുള്ളത്. ബാക്കി ഇവിടെ ആരുണ്ട്? എം ജി എച്ച് ഇവിടെ ബാലൻസ് ഉണ്ട്. ഓക്കെ, കൈനറ്റിക് എനർജി കിട്ടി. ഇനി ഞാൻ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം എം ജി എച്ച് ആണ്. പ്രശ്നമൊന്നുമില്ല. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹൈറ്റ് ആണ്. ഇപ്പോൾ ബോൾ എവിടെ എത്തിയിട്ടുണ്ടടാ? സി എന്ന് പറയുന്ന പൊസിഷനിൽ ബോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് സി എന്ന് പറയുന്ന പൊസിഷനിലേക്കുള്ള ഹൈറ്റ് എന്താ? 0 ആണ്. അപ്പോൾ ഇവിടെ എച്ചിന് എനിക്ക് എന്ത് കൊടുക്കാം? എച്ച് ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എന്ത് വന്നടാ? 0 വന്നു. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ടോട്ടൽ എനർജിയാണ്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. കൈനറ്റിക് എനർജി എനിക്ക് ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ടടാ മോനെ? എം ജി എച്ച് കിട്ടിയിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി എനിക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? 0 ആണ്. അപ്പോൾ ടോട്ടൽ എനർജി എന്ത് വന്നു? എം ജി എച്ച്. 3 പൊസിഷനിലും നമുക്ക് ടോട്ടൽ എനർജി എം ജി എച്ച് ആണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മക്കളെല്ലാവരും ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിങ്ങിനുള്ള ഡെറിവേഷൻ ആണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ആൻഡ് ബി ക്വസ്റ്റ്യൻ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. വളരെയധികം സിമ്പിളാണ്, ശ്രദ്ധിച്ചോ. അപ്പം എൻ്റെ കയ്യിൽ ഒരു സ്പ്രിങ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഒരു എൻഡ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ ഈ സ്പ്രിങ്ങിൽ ഒരു മാസും വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ മീൻ പൊസിഷനിലാണ് ഇയാൾ നിൽക്കുന്നതെന്ന് വിചാരിച്ചോ. ഈ സ്പ്രിങ്ങിൽ ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടില്ല? ഒരു ഫോഴ്സും കൊടുത്തിട്ടില്ല. ആൻഡ് സെയിം സ്പ്രിങ്ങിനെ ഞാൻ എന്ത് ചെയ്യാണ്?
സം ഫോഴ്സിൽ ഡിസ്പ്ലേസ് ചെയ്യാണ് ആൻഡ് മാസിനെ ഡിസ്പ്ലേസ് ചെയ്തു. ഒരു എക്സ് ഡിസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സ്പ്രിങ്ങിനെ ഞാൻ ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മാസ്. എക്സ് ഡിസ്റ്റൻസിൽ സ്പ്രിങ്ങിനെ ഞാൻ ഡിസ്പ്ലേസ് ചെയ്തു. ആൻഡ് ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ള വർക്ക് ഡൺ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ഡൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിങ് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി ഡബ്ല്യു സ്മോൾ വർക്ക്, ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് എക്സ് ആണ്, നമ്മൾ കാണുന്നത് സ്മോൾ വർക്കാണ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എനിക്ക് എന്ത് ചെയ്താൻ പറ്റും, ഫോഴ്സ് ഇൻറ്റു എഫ് ഇൻറ്റു ഡി എക്സ് എന്ന് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്മോൾ വർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എനിക്ക് ടോട്ടൽ വർക്ക് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതിയടാ, ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതി. ഇൻ്റഗ്രൽ എഫ് ഇൻറ്റു ഡി എക്സ് എന്ന് വന്നു. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഇവിടെ എഫ് എന്ന് പറയുന്നത് മൈനസ് കെ എക്സ് ആണ്. എഫ് എന്ന് പറയുന്നത് ആരാണ്, മൈനസ് കെ എക്സ് ആണ്. അപ്പോൾ എനിക്ക് വർക്ക് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കുന്നുണ്ട്. അതായത് ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ട് പോകും. അതായത് ഞാൻ ഇവിടുന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസിനെ ജസ്റ്റ് എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ പോകും. അപ്പം ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് ഇവിടെ മൈനസ് കൊണ്ട് കൊടുത്തിട്ടുള്ളത്. ആ മൈനസ് ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല, ശ്രദ്ധിച്ചോ. മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇൻ്റഗ്രൽ കെ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിനെ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഞാൻ മൂപ്പരെ പുറത്തെടുത്തു. കെ ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് എഴുതി. ഓക്കെ മക്കളെ, ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് ഞാൻ എഴുതി. അടുത്തത് ശ്രദ്ധിച്ചോ. അപ്പം നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് വർക്ക് ഈസ് ഈക്വൽ ടു എന്താ വന്നിട്ടുള്ളത്, കെ ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്. ആൻഡ് ഇൻ്റഗ്രേഷൻ നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തിട്ടില്ല, ശ്രദ്ധിച്ചോ. അതായത് ഇവിടെ നമ്മൾ മീൻ പൊസിഷൻ 0-ൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് വരെയാണ് ഞാൻ ഇയാൾ എന്ത് ചെയ്യുന്നത്, വലിക്കുന്നത്, പിടിച്ച് വലിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടതും എവിടെ നിന്നും എവിടെ വരെയാണ്, 0 to x വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. 0 to x എക്സ് ഡി എക്സ്. ഓക്കെ, ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഫോമിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 എന്നാണ്. ഓക്കെ, അതിവിടെ ഞാൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ അത് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എനിക്ക് എന്ത് വരും, എക്സ് സ്ക്വയർ ബൈ 2 0 to x. ഇനി ഞാൻ എന്ത് ചെയ്യണം, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യണം. ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എനിക്ക് എന്ത് വരും, എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 0 സ്ക്വയർ ബൈ 2 എന്നാണ് വരിക. ഓക്കെ, അപ്പം എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, വർക്ക് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ആണുള്ളത്. വർക്ക് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയർ. ഇവിടുത്തെ വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ യു ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിങ്ങിനുള്ള ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ് മക്കൾ, ശ്രദ്ധിക്കുക. ഇൻ്റഗ്രേഷൻ്റെ പോർഷൻ ഞാൻ ഫാസ്റ്റ് ആക്കാൻ കാരണം ഇപ്പോൾ നിങ്ങൾ +2-ലാണ്, നിങ്ങൾ +2-ലെ മാത്തമാറ്റിക്സിൽ ഇൻ്റഗ്രേഷൻ ഡെറിവേറ്റീവ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിങ്ങിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമ്മളെടുത്ത് ഒരു ക്വസ്റ്റിനോട് ചോദിച്ചിട്ടുണ്ട്, ഡ്രോ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി ഗെയിൻസ് ഓഫ് സ്പ്രിംഗ് ബൈ ഒബേയിങ് ഹുക്സ് ലോ. ഓക്കെ, എൻ്റെ ഗ്രാഫിക്കൽ വേരിയേഷനുള്ള ഫിഗർ വരയ്ക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. സിമ്പിളാണ്, ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ടോട്ടൽ എനർജി എടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ഷേപ്പ് വരിക. ഇതിൽ മുകളിൽ കൊടുത്തിട്ടുള്ള ആൾ, അതായത് ഈ പോകുന്ന ലൈൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി. ഇയാൾ ഡിനോട്ട് ചെയ്യുന്നത് ആരെയാണ്, കൈനറ്റിക് എനർജീനെയാണ്. ആൻഡ് അതേപോലെ ഇയാൾ ഡിനോട്ട് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജീനെയാണ്. ഓക്കെ, ഇയാൾ കൈനറ്റിക് എനർജീനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇയാൾ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ എനർജീനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോട്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. കൈനറ്റിക് എനർജീനാണ് ഇയാൾ ഡിനോട്ട് ചെയ്യുന്നത്, ഇയാൾ പൊട്ടൻഷ്യൽ എനർജീനാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതാണ് ഗ്രാഫിക്കൽ വേരിയേഷൻ ഓഫ് സ്പ്രിങ്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിങ്ങിൻ്റെ ഗ്രാഫിക്കൽ വേരിയേഷൻ നമ്മൾ കാണിക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ശ്രദ്ധിച്ചു. ഓക്കെ, നേരെ നമ്മൾ എത്തിയിട്ടുള്ളത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ്. ഓക്കെ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് എക്സ് ഇസ് ഈക്വൽ ടു വി നോട്ട് ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷന് ഡിറൈവ് ചെയ്യാനാണ്.
ഓക്കെ മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് പഠിച്ചിട്ടുള്ളത്. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ഉണ്ട്, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ഉണ്ട്, ആൻഡ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. 3 ഇക്വേഷൻസും നമ്മളെടുത്ത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഡിറൈവ് ചെയ്യാനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കൾ ബാക്കിയുള്ളത് പഠിക്കാം, ഞാൻ ചെയ്തു തരാം കേട്ടോ, ശ്രദ്ധിച്ചു. ആദ്യം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുകയാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു. ഇതിൽ ഞാൻ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഇവിടെയുള്ള വെലോസിറ്റിനെ ഞാൻ ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് മാർക്ക് ചെയ്തു. ഇവിടെയുള്ള വെലോസിറ്റിനെ ഞാൻ ഫൈനൽ വെലോസിറ്റി വി എന്ന് മാർക്ക് ചെയ്തു. ആൻഡ് ഇവിടെ ഞാൻ എന്ത് മാർക്ക് ചെയ്തു? ജസ്റ്റ് ടി എന്ന് മാർക്ക് ചെയ്തു. നമ്മളെടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത്, ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നടാ? ഏരിയ കണ്ടാൽ മതി. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ഏരിയ കണ്ടാൽ മതി. അതിന് ഞാൻ ഇയാളെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടുകൂടി നീട്ടുന്നുണ്ട്, ശ്രദ്ധിച്ചോ. അപ്പം ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വന്നു ആൻഡ് ഇവിടെ ഒരു ട്രയാങ്കിൾ വന്നു. ഈ രണ്ടാളുടെയും ഏരിയ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോണ്ടാ ഏരിയ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? ഞാൻ ഫൈൻഡ് ചെയ്യുന്നത് ഏരിയ ആണ്. ഏരിയ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കിട്ടുക. എസ് ഇസ് ഈക്വൽ ടു, ആദ്യം ഞാൻ കാണാൻ പോകുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്. പിന്നെ ഞാൻ ആരത് ആഡ് ചെയ്യും? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കൂടി ഞാൻ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓക്കെ, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ കഴിഞ്ഞാൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ്. ഇവിടെ ഉള്ളതാരാണ്? യു ആണ്. ഇവിടെ ഉള്ളതാരാണ്? ടി ആണ്. ഓക്കെ, അപ്പം ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത് നമുക്ക് എന്ത് കിട്ടി? യു ടി കിട്ടി. ഓക്കെ, ശരിയാണ്. ഓക്കെ, ഇവിടെ എനിക്ക് എന്ത് വന്നു? യു ടി വന്നു പ്ലസ്. ഇനി ഞാൻ കാണാൻ പോകുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ബി എച്ച് ആണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ ഹാഫ് ബി എച്ച്. ഓക്കെ, ശ്രദ്ധിച്ചു. ഇതിൽ ബി എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടുള്ളത് എന്താ? ടി തന്നെയാണ്. ഓക്കെ, ബി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് എന്താണ്? ടി ആണ്. ശ്രദ്ധിച്ചോ, ഹാഫ് കൊടുത്തു. ബി എന്ന് പറയുന്നത് ടി ആണ്. ആൻഡ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ്. അതിന് എനിക്ക് എന്ത് ചെയ്താൽ മതി? വി മൈനസ് യു ചെയ്താൽ മതി. ടി ഇൻറ്റു വി മൈനസ് യു. ഓക്കെ, നമുക്കറിയാം വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി ആണ് എന്നുള്ള കാര്യം എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ വി മൈനസ് യുക്ക് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു? എ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു എ ടി എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ടി ഇൻറ്റു ടി എന്ത് വരും? ടി സ്ക്വയർ വരും. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? യു ടി പ്ലസ് ഹാഫ് ടി ഇൻറ്റു ടി എന്താണ്? ടി സ്ക്വയർ, പിന്നെ ആരുണ്ട്? എ ഉണ്ട്. എ ടി സ്ക്വയർ നമ്മൾ ഇക്വേഷനായി. ഓക്കെ, ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ആൻഡ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ള ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ ബിലോ, ഫൈൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ബോഡി ഡ്യൂറിങ് ദി ടൈം ഇൻ്റർവെൽ. ഓക്കെ, ഈ 5 to 15 സെക്കൻഡിലുള്ള ബോഡിക്ക് ഉണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മളെടുത്ത് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഡിസ്പ്ലേസ്മെൻറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഏരിയ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. മക്കൾ 3 പോയിന്റ് പ്രധാനമായും പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഏതാണ് ആ 3 പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? വെലോസിറ്റി ആണ്. അതേപോലെ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് ആക്സിലറേഷൻ ആണ്. അതേപോലെ സ്ലോപ്പ്
ആൻഡ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ എനിക്ക് കാണേണ്ടത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ കാണേണ്ടത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആൻഡ് ഇവിടെ തന്നിട്ടുള്ളത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. അപ്പം ഞാൻ ഏരിയ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് 5 സെക്കൻഡ് ടു 15 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. 5 to 15. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് ആയി. ഓക്കെ, ഇയാളെ ലെങ്ത് എന്ന് പറയുന്നത് എന്താ? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. എല്ലാവർക്കും അറിയാം. ഇയാളെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് 10 ആയിട്ട് എടുക്കാം. ആൻഡ് ഹൈറ്റ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം? 20 എടുക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫൈനലി എന്താ കിട്ടുക? 200. ഓക്കെ, 200 എന്ത് കിട്ടുക? ഏരിയ ആണ് നമ്മൾ എന്താ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് 200 മീറ്റർ എന്ന് ഫൈനലി എനിക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ കിട്ടും. അടുത്തത് ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശ്രദ്ധിച്ചു. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത് ബാങ്കിങ് ഓഫ് റോഡാണ്. ആൻഡ് ബാങ്കിങ് ഓഫ് റോഡിൽ ഒരു ബാങ്ക്ഡ് റോഡിലൂടെ ഒരു വെഹിക്കിളിന് പോകാൻ പറ്റുന്ന മാക്സിമം സേഫസ്റ്റ് സ്പീഡിനുള്ള ഇക്വേഷനാണ് നമ്മളെടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളാണ് മക്കളെ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക? എടുത്ത് കാണാം. ഞാൻ പെട്ടെന്ന് പറയാം. എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ഇതാണ് ബാങ്ക്ഡ് റോഡിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഒരു വെഹിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്. ആംഗിൾ ഓഫ് ബാങ്കിങ് എന്ന് പറയുന്നത് തീറ്റയാണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് താഴോട്ട് ആ ബോഡീൻ്റെ വെഹിക്കിളിൻ്റെ മുകളിൽ താഴോട്ട് ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ആൻഡ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എംജിക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് മുകളിലേക്ക് എന്ത് ഫോഴ്സ് ഉണ്ടാവും? നോർമൽ ഫോഴ്സ് ഉണ്ടാവും. ഈ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. റോഡിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇവിടെ ഈ വെഹിക്കിൾ ഒരു സർക്കുലാർ മോഷനിലാണ്. സർക്കുലാർ മോഷനിലുള്ള എല്ലാ ഒബ്ജക്റ്റുകൾക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവും. സെൻട്രിപെറ്റൽ ഫോഴ്സ് സെൻറ്ററിലേക്കാണ്. ഈ കേസിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഈ കേസിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 3 ഫോഴ്സസ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? മാക്സിമം സേഫസ്റ്റ് സ്പീഡിനുള്ള ഇക്വേഷന് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മക്കളെ ശ്രദ്ധിച്ചോ. ഇവിടെ ഞാൻ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്ത് വരും? 90 മൈനസ് തീറ്റ. ഈ ആംഗിൾ എന്താണ്? 90 മൈനസ് തീറ്റയാണ്. ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈ റോഡിൻ്റെ സർഫസും ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്? പാരലൽ ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്ത് വരും? 90 മൈനസ് തീറ്റ വരും. ഇനി എനിക്ക് ചെയ്യേണ്ടത് ഈ നോർമൽ ഫോഴ്സിനെയും അതേപോലെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെയും അല്ലെങ്കിൽ എനിക്ക് എന്തും ആക്കി മാറ്റണം? കമ്പോണൻസ് ആക്കി മാറ്റണം. കമ്പോണൻസ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു എക്സ് ആക്സിസ് ആൻഡ് ഒരു വൈ ആക്സിസ് വരച്ചു കൊടുത്താൽ മതി. നോർമൽ ഫോഴ്സിനെ കമ്പോണൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വൈ ആക്സിസ് വരയ്ക്കുന്നു. അതേപോലെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു എക്സ് ആക്സിസ് വരയ്ക്കുന്നു. ആൻഡ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കമ്പോണൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ് ആക്സിസ് വരയ്ക്കുന്നു. ആൻഡ് ഞാൻ ഇവിടേക്ക് എന്ത് വരയ്ക്കുന്നു? ഒരു വൈ ആക്സിസും വരയ്ക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോ. നമുക്ക് ഈ ആംഗിൾ 90 മൈനസ് തീറ്റ കിട്ടിയിട്ടുണ്ട്. ഇവിടെയുള്ള ഈ എക്സ് ആക്സിസും ഈ വൈ ആക്സിസും തമ്മിലുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 90 ആണ്. അതിൽ ഇവിടെ നമുക്ക് 90 മൈനസ് തീറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. ഓക്കെ ശരി. പിന്നെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സും നോർമൽ ഫോഴ്സും തമ്മിലുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 90 ആണ്. അതിൽ ഈ ആംഗിൾ നമുക്ക് തീറ്റ കിട്ടിയിട്ടുണ്ട്. ഇവിടെ അപ്പം എന്തായിരിക്കും? 90 മൈനസ് തീറ്റ ആയിരിക്കും. ആൻഡ് ഈ എക്സ് ആക്സിസും ഈ വൈ ആക്സിസും തമ്മിലുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രി ആണ്. അതിൽ ഈ ആംഗിൾ എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 90 മൈനസ് തീറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ എന്ത് വരുടാ? തീറ്റ വരും. ഓക്കെ, തീറ്റ വന്നിട്ടുള്ള ആക്സിസിന് കോസ് കമ്പണൻറ്റ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് കൊടുത്തു? എൻ കോസ് തീറ്റ എന്ന് കൊടുത്തു. ഇവിടെ ഞാൻ എന്ത് കൊടുത്തു? എൻ സൈൻ തീറ്റ എന്ന് കൊടുത്തു. ആൻഡ് ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കമ്പണൻ്റ് ആക്കുന്നത് തീറ്റ ഈ ആക്സിസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എന്ത് കൊടുക്കണം? എഫ് കോസ് തീറ്റ കൊടുത്തു. ഞാനിവിടെ എന്ത് കൊടുത്തു? എഫ് സൈൻ തീറ്റ കൊടുത്തു. ഇത്രയാണ് നമുക്ക് ഡയഗ്രത്തിൽ ചെയ്യാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യം ആളുകൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നേരെ ഡെറിവേഷനിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് സെൻട്രലിലേക്കുള്ള ഫോഴ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഞാൻ സെൻട്രിപെറ്റൽ ഫോഴ്സിനുള്ള ഇക്വേഷൻ എഴുതി mv²/r ഈസ് ഈക്വൽ ടു സെൻട്രലിലേക്കുള്ള ഫോഴ്സ്. ഇനി ഇവിടെ സെൻട്രലിലേക്ക് ഏതൊക്കെ ഫോഴ്സ് കമ്പണൻ്റ് ഉള്ളത് നോക്കടാ. എഫ് കോസ് തീറ്റ ഉണ്ട്. അതേപോലെ ആരുണ്ട്? എൻ സൈൻ തീറ്റ ഉണ്ട്. അപ്പം mv²/r ഈസ് ഈക്വൽ ടു ഞാൻ എന്ത് എഴുതി? എഫ് കോസ് തീറ്റ പ്ലസ് എൻ സൈൻ തീറ്റ എന്നെഴുതി. ഇക്വേഷൻ നമ്പർ 1.
ആൻഡ് ഇവിടെ പോകുന്ന ഈ ഒരു വെഹിക്കിളിന്റെ മുകളിൽ അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും എന്താണ്? ഈക്വൽ ആണ്. ഇവിടെ അപ്വേർഡ് ആയിട്ട് ആരുള്ളത്? എൻ കോസ് തീറ്റ ആണ്. ഡൗൺവേർഡ് ആരുള്ളത്? എഫ് സൈൻ തീറ്റ ഉണ്ട്, എം ജി. അപ്പോൾ അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു എന്താണ്? ഡൗൺവേർഡ് ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു വെച്ചിട്ട് എനിക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? എൻ കോസ് തീറ്റ അപ്വേർഡ് ഉള്ളത് ഈസ് ഈക്വൽ ടു എം ജി പ്ലസ് എന്താണ്? എഫ് സൈൻ തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എം ജിക്കുള്ള ഇക്വേഷൻ ആണ് എനിക്ക് വേണ്ടത്. എം ജി ഈസ് ഈക്വൽ ടു എന്ത് വരുവാടാ? എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ. എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ. ഇയാളെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എം വി സ്ക്വയർ ബൈ ആർ ഡിവൈഡഡ് ബൈ എം ജി ഈസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ പ്ലസ് എൻ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ. ഇങ്ങനെയാണല്ലോ വരിക. ഓക്കെ, ഇതിൽ എമ്മും എമ്മും ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ ഫൈനലി എനിക്ക് ഇക്വേഷൻ വി സ്ക്വയർ ബൈ ആർ ജി, ഈ ജി കറങ്ങി തിരിഞ്ഞ് മേലോട്ടെത്തും. ഓക്കെ, ഈസ് ഈക്വൽ ടു എന്ത് വരുടാ? വി സ്ക്വയർ ബൈ ആർ ജി എന്ന് പറയുന്ന ഇക്വേഷൻ എനിക്ക് എന്ത് വരും? എഫ് കോസ് തീറ്റ പ്ലസ് എൻ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ആർ എച്ച് എസ് ഞാൻ എൻ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. എൻ കോസ് തീറ്റ കൊണ്ട് ആർ എച്ച് എസ്, ഫൈനൽ ഇക്വേഷൻ്റെ ആർ എച്ച് എസ് എൻ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? എഫ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ പ്ലസ് എൻ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ ഫ്രിക്ഷൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. എഫ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ. എഫ് ബൈ എൻ ഈസ് ഈക്വൽ ടു മ്യൂ ആണ്. ആൻഡ് അതേപോലെ നമുക്കറിയാം സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ ടാൻ തീറ്റയാണ് കിട്ടുക. സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ ടാൻ തീറ്റയാണ്. അത് ഞാൻ ഇവിടെ വെറുതെ പറയേണ്ട ആവശ്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ശ്രദ്ധിച്ചോ, എഫ് ബൈ എൻ ഇവിടെ ഉണ്ട്, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചോ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വി സ്ക്വയർ ബൈ ആർ ജി ഈസ് ഈക്വൽ ടു എന്ത് വരും? മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ എന്ന് വരും. ഓക്കെ മക്കളെ, എഫ് ബൈ എൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? മ്യൂ കിട്ടും. ഓക്കെ, കോസ് തീറ്റ ക്യാൻസൽ ചെയ്ത് പോയി, എൻ ക്യാൻസൽ ചെയ്ത് പോയി. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ടാൻ തീറ്റ വന്നു. ഓക്കെ, ഇവിടെ എൻ കോസ് തീറ്റ ക്യാൻസൽ ചെയ്ത് എനിക്ക് എന്ത് വന്നു? 1 വന്നു. ആൻഡ് പിന്നെ ഉള്ളത് എഫ് ബൈ എൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? മ്യൂ വരും. ആൻഡ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ടാൻ തീറ്റ വരും. മാക്സിമം സേഫസ്റ്റ് സ്പീഡാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് വേണ്ട ഇക്വേഷൻ വി സ്ക്വയറിനുള്ളതാണ്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഈ ആർ ജി ഇവിടെ ഡിവിഷൻ ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുന്ന സമയത്ത് എന്ത് വരും? മൾട്ടിപ്ലിക്കേഷൻ വരും. വി സ്ക്വയർ ആർ ജി ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി ഈസ് ഈക്വൽ ടു ആർ ജി ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇനി ചിലപ്പോൾ മക്കളെടുത്തു ഒപ്റ്റിമം, ഇതാണ് മാക്സിമം സേഫസ്റ്റ് സ്പീഡിനുള്ള ഡെറിവേഷൻ എന്ന് പറയുന്നത് ത്രൂ എ ബാങ്ക്ഡ് റോഡ്. ഒപ്റ്റിമം സ്പീഡ് ചോദിച്ചു കഴിഞ്ഞാൽ മ്യൂ ഈസ് ഈക്വൽ ടു 0 കൊടുത്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആർ ജി ടാൻ തീറ്റ എന്നാണ് വരിക. ഒപ്റ്റിമം സ്പീഡ് വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ എന്നാണ് ഉണ്ടാവുക. ഓക്കെ, മ്യൂ കൊടുത്താൽ മതി. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ആൻഡ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മക്കളൊന്ന് വായിച്ചു നോക്കുക. പവർ ഈസ് റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. എ ക്വസ്റ്റ്യൻ എക്സ്പ്രസ് പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. ഫോഴ്സിൻ്റെയും വെലോസിറ്റിൻ്റെയും ടേമിൽ നമ്മളെടുത്ത് പവർ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചോ, നമ്മളെടുത്ത് പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാടാ ഉള്ളത്? പവറിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുള്ളത്
പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. ഇത് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് ഫോഴ്സും വെലോസിറ്റിയും തമ്മിൽ അതിൻ്റെ ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. സിമ്പിൾ. വർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. ഇതെന്താന്ന്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? വെലോസിറ്റി. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതാം. പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ആൻഡ് ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോ. An elevator carrying a maximum load of 1800 kilogram is moving up with a constant speed of 2 meter per second. The frictional force opposing the motion is 4000 Newton. Determine the minimum power delivered by the motor to the elevator. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചോ. അവിടെ ആദ്യം എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് മാസ്. ഓക്കെ, മാസ് ഇസ് ഈക്വൽ ടു 1800 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് എലിവേറ്ററിൻ്റെ മാസ് ആൻഡ് അതേപോലെ പാസഞ്ചേഴ്സിൻ്റെ മാസ്. സ്പീഡ് വി ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് അതേപോലെ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഞാൻ FR എന്ന് വിളിച്ചു. ഫ്രിക്ഷണൽ ഫോഴ്സ് എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? 400 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് പവർ ആണ്. പവർ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും എനിക്ക്? ഫോഴ്സ്. പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ താഴോട്ടുള്ള ടോട്ടൽ ഫോഴ്സ് മക്കൾ പറഞ്ഞോ? ഫോഴ്സ് ഈസ് ഈക്വൽ ടു താഴോട്ടുള്ള ഫോഴ്സ് എന്തുണ്ടാവും? mg ഉണ്ടാവും. ആൻഡ് പ്ലസ് എനിക്ക് എന്ത് എഴുതേണ്ട ആവശ്യമുണ്ട്? അതിൻ്റെ ഫോഴ്സ് കൂടി mg പ്ലസ് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് താഴോട്ടാണ്, എലിവേറ്റർ മുകളിലേക്കാണ് പോകുന്നത്. അപ്പം മോഷൻ ഓപ്പോസിറ്റ് ആണ് എന്തുണ്ടാവുക? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. അപ്പം എം എനിക്കിവിടെ തന്നിട്ടുള്ളത് എന്താ? എം തന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഫൈനൽ ഇക്വേഷനിൽ എഫ് ഇസ് ഈക്വൽ ടു എന്ത് വരും നോക്ക്? എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് പറയുന്നത് 1800. ജീനെ ഞാനിവിടെ എന്തെടുക്കുകയാണ്? 10 ആയിട്ട് എടുക്കുകയാണ്. ഇൻറ്റു 10 പ്ലസ് എന്ത് ചെയ്യണം? 400 കൊടുത്തു. 400 കൊടുത്തു. ഓക്കെ, 4000 ആണ് കേട്ടോ, 4000 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എഫ് ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് വരും? 22,000. ഓക്കെ, ആൻഡ് ഇതാണ് ന്യൂട്ടൺ. ഇത് ഞാൻ എന്ത് എടുക്കണം? ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പവർ ആണ്. പവർ ഈസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ് കേട്ടോ. പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇസ് ഈക്വൽ ടു ഇൻറ്റു 2. ഓക്കെ, അതായത് ഫൈനലി നമുക്ക് പവർ ഈസ് ഈക്വൽ ടു എന്ത് വരും? 44,000 വാട്ട്സ് എന്ന് വരും. 44,000 വാട്ട്സ്. ഓക്കെ, ഇനി നമ്മളെടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇയാൾ എക്സ്പ്രസ് ദി എബവ് ആൻസർ ഇൻ ഹോഴ്സ് പവർ. ഹോഴ്സ് പവറിൽ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സിമ്പിളാണ്. ഹോഴ്സ് പവറിൽ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 HP ഈസ് ഈക്വൽ ടു 746 വാട്ട്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വാട്ട്സിലുള്ളതിനെ ഹോഴ്സ് പവറിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എനിക്ക് 44,000 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? 746 ചെയ്താൽ മതി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 558.9 സംതിങ് ആണ്. ഇത്രയും ഹോഴ്സ് പവറാണ്, HP ആണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ മക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മൾ എല്ലാ ചാപ്റ്ററും ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ. ഒന്ന് ബാങ്കിങ് ഓഫ് റോഡ്, ലെവൽ സർക്കുലർ റോഡ് ആൻഡ് നമ്മുടെ റീകോയിൽ വെലോസിറ്റി വെച്ചിട്ടുള്ള 2-3 പ്രോബ്ലംസ് ചിലപ്പം ചോദിക്കാം. മൊമെൻറ്റം വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാം. ഇമ്പൾസ് വെച്ചിട്ട് ചോദിക്കാം. ആൻഡ് ലിഫ്റ്റിൻ്റെ കേസുകൾ മക്കൾ ഒന്നുകൂടി പഠിക്കേണ്ടതുണ്ട്. ആൻഡ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ചിലപ്പം ചോദിക്കും, സെക്കൻഡ് ലോയും ചോദിക്കും. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്.
ആൻഡ് പിന്നെ നമ്മൾ സ്ട്രൈറ്റ് ലൈനിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മാക്സിമം ഹൈറ്റിനുള്ള ഇക്വേഷൻ, അങ്ങനത്തെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട് ലാസ്റ്റേക്ക്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം പഠിച്ചിട്ട് മാത്രം പോവുക. പ്രോബ്ലംസ് ഫൈനലി പഠിക്കുന്ന ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ടാവും. ആൻഡ് വർക്ക് എനർജി എന്നാണെങ്കിൽ പോസിറ്റീവ് വർക്ക് നെഗറ്റീവ് വർക്ക് വെച്ചിട്ട് എന്താണ് ഏത് ടൈപ്പ് ഓഫ് വർക്ക് ആണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നാളെ കാണാൻ പോകുന്നുണ്ടാവും. ആൻഡ് വർക്ക് എനർജി തിയറം ചോദിക്കാം, പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗ് ചോദിക്കാം, കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ +1 ഫിസിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. സോ താങ്ക് യു.